الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد وعلى سائر النبيين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. നമ്മളുടെ കേരളീയ സമൂഹം എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകത മതപരവും രാഷ്ട്രീയപരവുമായ സജീവത നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് കേരളം. എല്ലാ ആളുകളും ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ മതവിശ്വാസത്തിൻ്റെ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒക്കെയാണ് എല്ലാവരും. അതുപോലെ തന്നെ മറുഭാഗത്ത് ഏതെങ്കിലും ഒരു പ്രബല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരും ആളുകളുമൊക്കെ ആയിക്കൊണ്ടാണ് മലയാളി അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടാണ്, മതം വേറെയാണ്, രാഷ്ട്രീയം വേറെയാണ്, രണ്ടും തമ്മിൽ ഒന്നിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ സാമൂഹിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ഈ മതത്തെയും രാഷ്ട്രീയത്തെയും ഒക്കെ പ്രതിനിധീകരിക്കുന്നവരാണ് നമ്മളൊക്കെ. ഏതൊരു മതവിഭാഗത്തിനെ എടുത്ത് പരിശോധിക്കുന്ന സന്ദർഭത്തിലും ആത്യന്തികമായി അവർക്കൊക്കെ പറയാനുള്ളത് മൂല്യങ്ങളെ സംബന്ധിച്ചും നന്മയെ സംബന്ധിച്ചും ധർമ്മത്തെ സംബന്ധിച്ചും നീതിയെ സംബന്ധിച്ചും സമാധാനത്തെക്കുറിച്ചുമൊക്കെയാണ്. അതിന് വിപരീതമായി പറയുന്ന മതങ്ങളുണ്ടോ എന്നെനിക്കറിയില്ല. യഥാർത്ഥത്തിലില്ല, ഉണ്ടാകാൻ പാടില്ല. അത് മതമാവില്ല. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഒക്കെ വിളിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ മുസ്ലിമിനൊരു മറുപടിയുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ് ആ വാക്കിന്റെ മലയാളത്തിലുള്ള അർത്ഥം. ഇസ്ലാം സമാധാനമാണ്. ഇന്ന് ലോകത്തിന്റെ വാർത്താ മാധ്യമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില ധാരണകളുണ്ട്. അതും ഇപ്പോൾ പുനർവായന ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇസ്ലാം സമാധാനമാവുക? മുസ്ലിമീങ്ങൾ തമ്മിൽ കാണുമ്പോഴൊക്കെ പറയുക അസ്സലാമു അലൈക്കും എന്നാണ്. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. ഇതൊരു അഭിവാദ്യമാണ്, ഇതൊരു ആശംസയാണ്. പല മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത് മുസ്ലിങ്ങൾ തമ്മിലേ പറയാൻ പാടുള്ളൂ എന്നാണ്. യഥാർത്ഥത്തിൽ അത് ആരോടും പറയാവുന്നതാണ്. കാരണം ഖുർആനിന്റെ വിശദീകരണമനുസരിച്ച് ഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. ഏത് വിഡ്ഢികളോടും, ജാഹില് എന്ന് പറഞ്ഞാൽ സത്യം മനസ്സിലായിട്ടും അതിനെതിരെ അജ്ഞതയുടെ നിലപാട് സ്വീകരിക്കുന്ന കുതർക്കികൾ, അല്ലെങ്കിൽ തമ്മാടികൾ, സ്വയം കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ആളുകൾ, അവരോട് പോലും സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഇനിയിപ്പോൾ അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന ഒരു ഘട്ടത്തിലെത്തിയാൽ അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ, നമ്മൾ പോവാണ്, ഇനി നിങ്ങളോട് വർത്തമാനമില്ല എന്ന് പറഞ്ഞിട്ട് വിഡ്ഢികളോട് പോലും സലാം പറഞ്ഞുകൊണ്ട് പോകണം എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആരോടും പറയാം, അതൊരു അഭിവാദ്യമാണ്. പക്ഷെ ഈ അഭിവാദ്യത്തിന്റെ മർമ്മം എന്താണ്? അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ഇപ്പൊ മുണ്ടക്കയത്ത് മുസ്ലിങ്ങളുണ്ട്, കാഞ്ഞിരപ്പള്ളിയിൽ മുസ്ലിങ്ങളുണ്ട്, കോട്ടയം ജില്ലയിൽ മുസ്ലിങ്ങളുണ്ട്, മലബാറിലും കേരളത്തിലുമൊക്കെ നല്ലൊരു ശതമാനം മുസ്ലിമീങ്ങളുണ്ട്. ഈ മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാവണം. ഞാനിത് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ടെററിസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്നത്. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിലെ സാധാരണ കാര്യങ്ങളിൽ, വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമ്പത്തിക ഇടപാടുകൾ, മാതാപിതാക്കളോടും മക്കളോടും ഇണകളോടുമൊക്കെയുള്ള പെരുമാറ്റം, അയൽപക്കക്കാരോടുള്ള ബന്ധങ്ങൾ, തൊഴിലാളിയോടും മുതലാളിയോടും ഉദ്യോഗസ്ഥന്മാരോടും ജനങ്ങളോടുമൊക്കെയുള്ള പെരുമാറ്റങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ മൂല്യബന്ധിതമായ ഗുണപ്രദമായ നല്ല ഒരു സ്വഭാവത്തിനെ പ്രതിനിധീകരിക്കണം. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാവില്ലല്ലോ. ശ്രീകൃഷ്ണനും ശ്രീരാമനും മുഹമ്മദ് നബിയും യേശുവും മോശായും ഒക്കെ സമാധാനം ഉണ്ടാവട്ടെ, ശാന്തി ഉണ്ടാവട്ടെ, സ്നേഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലും ഇരുന്നിട്ട് കാര്യം കഴിക്കില്ലല്ലോ ചെയ്തത്. കാരണം അങ്ങനെ പറഞ്ഞിട്ട് സമാധാനം ഉണ്ടാവില്ല. സമാധാനത്തെ തകർക്കുന്ന, സമാധാനത്തെ നിഷ്കാസനം ചെയ്യുന്ന, സമാധാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മതമോ രാഷ്ട്രീയോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ ശാസ്ത്രമോ വിദ്യാഭ്യാസമോ മറ്റ് വ്യവസ്ഥകളോ എന്തുണ്ടെങ്കിലും അതിനെതിരെ യഥാർത്ഥത്തിൽ
ഇവര് പ്രവർത്തന നിരതരാവുകയും അതിനെതിരെയുള്ള സമരങ്ങൾക്ക്, അതിനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് ഈ പ്രവാചകന്മാരും പുണ്യപുരുഷന്മാരും ഒക്കെ നേതൃത്വം നൽകുകയും ചെയ്ത ചരിത്രമാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും ഗീതയും ഖുർആനും ബൈബിളും ഒക്കെ നമ്മളെടുത്തിട്ട് നിഷ്പക്ഷമായിട്ട് വായിച്ചാൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ കണ്ടെത്താൻ കഴിയുക. ഈ മഹാപുണ്യപുരുഷന്മാർ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവതാര പുരുഷന്മാർ, ഋഷിമാർ, മുനിമാർ, മിശിഹാമാർ, ഇവരൊക്കെ വന്നിട്ട് നിങ്ങൾക്കൊക്കെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശംസിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അമ്പലങ്ങളുടെയും പള്ളിയുടെയും ചർച്ചിന്റെയും ഒക്കെ അകത്തളങ്ങളിൽ ശാന്തമായി ഇരുന്നുകൊണ്ട് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏത് നടപടിക്രമങ്ങൾക്കെതിരെയും കമാ എന്നൊരക്ഷരം പറയാതെ ഞാനത് കണ്ടിട്ടില്ല, ഞാനത് കേട്ടിട്ടില്ല, ഞാനത് അറിഞ്ഞിട്ടില്ല, ഇനി അതൊക്കെയാണെങ്കിൽ പോലും ഞാനതിൽ ഇടപെടേണ്ട ആളല്ല, കാരണം ഞാൻ മതനേതൃത്വമാണ്. മതം എന്ന് പറയുന്നത് സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മേഖലകളിലും നിർണായകമായി ഇടപെടേണ്ട ഒന്നല്ല. അത് വേറെയാണ്, ഇത് വേറെയാണ് എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ നിങ്ങളുടെ കയ്യിൽ ഗീതയുണ്ട്, മഹാഭാരതവും രാമായണവും ഒക്കെ ഉണ്ട്, ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും ഒക്കെയുണ്ട്. തോറായും ഇഞ്ചിയിലും പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ നമ്മുടെ കൈകളിലുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മുടെ കൈകളിലുണ്ട്. മുഹമ്മദിന്റെയും യേശുവിന്റെയും മോശായുടെയും രാമന്റെയും കൃഷ്ണന്റെയും ബുദ്ധന്റെയും ജൈനന്റെയും ഒക്കെ പ്രമാണങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അവരുടെ വേദങ്ങളെയും ഇതിഹാസങ്ങളെയും ഒക്കെ പിൻപറ്റിക്കൊണ്ട് അവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സമ്പ്രദായങ്ങളെയും ഒക്കെ നിലനിർത്തുന്നതിനു വേണ്ടി നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും നിങ്ങളുടെ കുടുംബജീവിതത്തിലും നിങ്ങളുടെ പള്ളികളിലും അരമനകളിലും അതുപോലെ തന്നെ പള്ളിദർസുകളിലും അറബി കോളേജുകളിലും അമ്പലങ്ങളിലും ചർച്ചകളിലുമൊക്കെ വളരെ വിശദമായ പരിപാടികളും പദ്ധതികളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ മഹാപുണ്യപുരുഷന്മാരെയും അവരുടെ ചരിത്രങ്ങളെയും ഒക്കെ വിലയിരുത്തുന്ന സന്ദർഭത്തിൽ ലോകത്ത് നിലനിൽക്കുന്ന അപകടകരവും അധാർമികവും അക്രമപരവുമായ വ്യവസ്ഥകൾക്കെതിരെ ഈ വേദഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കങ്ങളിലൂടെ കടന്നുവന്നിട്ടുള്ള മഹാമനീഷികൾ, പുണ്യപുരുഷന്മാർ, പ്രവാചകന്മാർ, അമ്പിയാക്കൾ, ഋഷിമാർ, മുനിമാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്ലാം സമാധാനമാണ്. മുഹമ്മദ് നബി അസ്സലാമു അലൈക്കും എന്നും പറഞ്ഞിട്ട് പള്ളിയിലിരിക്കുക, അതിന്റെ അകത്തുനിന്ന് പുറത്തിട്ട് വരില്ല. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നമസ്കാരത്തിനും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ജുമുഅക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സ്വലാത്തിനും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നിബിദിനത്തിനും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റ് ആചാരാനുഷ്ഠാനങ്ങൾക്കുമൊക്കെ പ്രവാചകൻ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ അപ്പുറത്തേക്ക് അബൂലഹബിനോടോ അബൂ സുഫിയാനോടോ അതുപോലെ തന്നെ അബൂജഹലിനോടോ വലീദ് ബിൻ ഉമയ്യയോടോ ഉമയ്യത്ത് ബിൻ ഖലഫിനോടോ ഷൗഹ്ബയോടോ ഷൈബയോടോ റോമിനോടോ പോർഷ്യയോടോ ഒന്നും അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന, അവർക്ക് അലോസരമുണ്ടാക്കുന്ന, അവരെ ഈ പ്രവാചകനെതിരെ ഇളക്കിവിടാനും തിരിച്ചുവിടാനും കാരണമാകുന്ന ഏതെങ്കിലും ഒരർത്ഥത്തിലുള്ള പ്രവർത്തനത്തിന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നദ്ധമാകുന്നില്ല. എങ്ങനെയാണോ നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളത്? ആ കാലഘട്ടത്തിലെ മതനേതൃത്വങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ ബന്ധുക്കളും ബന്ധുമിത്രാദികളും ഒക്കെ പ്രവാചകനെതിരായിരുന്നു. എന്തുകൊണ്ടാണ് അവർ എതിരെ വന്നത്? പള്ളിയിൽ ഇരുന്നുകൊണ്ട് നമസ്കാരത്തിനും പൂജക്കും വഴിപാടിനും മാത്രം നേതൃത്വം നൽകുകയും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയപരവും വികസനപരവും ആധ്യാത്മികവും മതപരവും വിദ്യാഭ്യാസപരവുമൊക്കെയായ വിഷയങ്ങളിൽ ഒരഭിപ്രായവും പറയാതെ പള്ളിയിൽ മാത്രം മസ്ജിദിൽ മാത്രം ചടഞ്ഞുകൂടിയിരുന്നുകൊണ്ട് അസ്സലാം, നിങ്ങൾക്കൊക്കെ സമാധാനം ഉണ്ടാവട്ടെ. പ്രവാചകൻ അറിയാമായിരുന്നു അങ്ങനെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതുകൊണ്ട് സമാധാനം ഉണ്ടാവില്ല. ആരാണ് സമാധാനത്തെ തകർക്കുന്നവർ, സമാധാനത്തിന്റെ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുന്നവർ, വ്യക്തിയുടെയും സമൂഹത്തിന്റെയും സുരക്ഷിതമായ മുന്നോട്ടുപോക്കിന്റെ ക്രമപ്രവർത്തമായ നിലനിൽപ്പിനെതിരെ രംഗത്തു വരുന്ന വ്യക്തികളോ ശക്തികളോ പാർട്ടികളോ പദ്ധതികളോ സമ്പ്രദായങ്ങളോ ആചാരങ്ങളോ എന്താവട്ടെ, അതിന്റെ തലവെട്ടപ്പന്മാരെ, അതിന് നേതൃത്വം നൽകുന്നവരെ, അതിന് കടിഞ്ഞാൺ പിടിക്കുന്നവരെ, അതിന്റെ പക്ഷത്ത് അണിനിരന്നുകൊണ്ട് ന്യായവാദങ്ങൾ നടത്തുന്നവരെ സമൂഹത്തിന്റെയും ചരിത്രത്തിന്റെയും മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് ചോദ്യം ചെയ്യുക എന്നുള്ളത്, അവരോട് പോരാടുക എന്നുള്ളത് പ്രവാചകന്മാരുടെ ചരിത്രപരമായ ദൗത്യമായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പിതൃവ്യനായ അബൂലഹബ്, സൂറ ഖുർആൻ വായിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തിയതാ അബൂലഹബിൻ വതബ് മാഗ്നാ അൻഹു മാലുഹു വമാ കസബ്, നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന ഭാഗമാണത് വിശുദ്ധ ഖുർആനിൽ നിന്ന്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരനായിരുന്നു അബൂലഹബ്. എന്തിനാണ് മുഹമ്മദ് നബിക്കെതിരെ തിരിയേണ്ട കാര്യം? അബൂലഹബ് അവിടുത്തെ സൈനിക നേതാവും അവിടുത്തെ സാമ്പത്തിക വ്യാപാര വ്യവസായ പ്രമുഖനും അവിടുത്തെ രാഷ്ട്രീയ നേതാവുമൊക്കെയായിരുന്നു.
അബൂലഹബ് സമാധാനത്തെക്കുറിച്ച് പറയുന്ന പ്രവാചകന്റെ സന്ദേശത്തെ ഭീകരതയും ടെററിസവുമായി സങ്കല്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ മുഹമ്മദിനെ കൈകാര്യം ചെയ്യണം എന്ന് തീരുമാനിച്ചുകൊണ്ട് അതിന്റെ ഒന്നാമത്തെ സന്ദർഭം മുതൽ അബൂലഹബ് പ്രവാചകനെതിരെ തിരിയുകയും അന്നത്തെ മാധ്യമ രാഷ്ട്രീയ അധികാരമത സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പ്രവാചകനെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നതിനും നിഷ്കാസനം ചെയ്യുന്നതിനും വധിച്ചു കളയുന്നതിനും അടക്കമുള്ള അപകടകരമായ നടപടിക്രമങ്ങളുമായി വന്നു. എന്തായിരുന്നു പ്രവാചകന്റെ പ്രശ്നം? പ്രവാചകൻ അറിയാമായിരുന്നു അന്നത്തെ അറബ് സമൂഹത്തിൽ നിലനിൽക്കുന്ന കൊള്ളരുതായ്മയുടെ സാമ്പത്തിക അസമത്വങ്ങൾ, അതുപോലെ തന്നെ സാംസ്കാരികമായ വഷളത്തരങ്ങൾ, കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ, മദ്യത്തിന്റെയും വർഗീയതയുടെയും സാമുദായികതയുടെയും കള്ളക്കച്ചവടത്തിന്റെയും അഴിമതിയുടെയും പലിശയുടെയും ഒക്കെ കൂത്തരങ്ങായി മാറിയ ഒരു ജനസമൂഹത്തിന്റെ ഉള്ളടക്കങ്ങളിൽ അതിനെതിരെ അതിശക്തമായ നിലപാടുകളുമായി രംഗത്ത് വന്നു. കാരണം അതൊക്കെ സമാധാനം തകർക്കുന്ന വ്യവസ്ഥയാണ്. ഞാനതുകൊണ്ടാണ് നിങ്ങളോട് സൂചിപ്പിക്കുന്നത്, മലയാളിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖലകളിലേക്ക് നമ്മൾ കടന്നു വന്നാൽ യേശുവിന്റെയും മോശായുടെയും മുഹമ്മദിന്റെയും രാമന്റെയും കൃഷ്ണന്റെയും ഒക്കെ ആളുകളാണ് എന്ന് പറയുന്ന നമ്മളുടെ കേരളത്തിൽ ഇന്ന് മദ്യത്തിന്റെ ഉത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മദ്യം ഒരു സമാധാനം ഉണ്ടാക്കുന്ന സാധനമല്ലല്ലോ. മദ്യം ഒരു സ്വസ്ഥത പകരുന്ന ഒരു സാധനമല്ലല്ലോ. മദ്യം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് സുരക്ഷിതത്വവും അതുപോലെ തന്നെ പുരോഗതിയും നൽകുന്ന സംഗതിയല്ലല്ലോ. ലോകത്തെ ഏതെങ്കിലും ഒരു ജനസമൂഹം മദ്യത്തിലൂടെ പുരോഗതി കൈവരിക്കുകയും ശാന്തിയിലേക്ക്, സമാധാനത്തിലേക്ക്, ഹിന്ദു സുഹൃത്തുക്കൾക്ക് ഓം ശാന്തി എന്നാ പറയാ, അമ്പലത്തിലേക്ക് എഴുതി വെക്കും ഓം ശാന്തി ശാന്തി ശാന്തി. ഇന്നലെ ശാന്തി ഉണ്ടാവട്ടെ, ഇന്നും ശാന്തി ഉണ്ടാവട്ടെ, നാളെയും ശാന്തി ഉണ്ടാവട്ടെ. ഇത് മനുഷ്യനോടുള്ള ഓം ശാന്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന്. അതേതെങ്കിലും ഒരു രാജ്യത്തിന്റെ, ഏതെങ്കിലും ഒരു മതത്തിന്റെ, ഏതെങ്കിലും ഒരു വർഗത്തിന്റെ, ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ രക്ഷയുണ്ടാവട്ടെ എന്നുള്ളതല്ല, ഈശ്വരന്റെ രക്ഷയുണ്ടാവട്ടെ. ഓം എന്ന് പറഞ്ഞാൽ ഈശ്വരന, ഈശ്വരന്റെ ശാന്തി. അസ്സലാമു അലൈക്കും എന്നുള്ളതിന്റെ സംസ്കൃത പ്രയോഗമാണ് ഓം ശാന്തി എന്നുള്ളത്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താണോ അർത്ഥം അത് തന്നെയാണ് ഓം ശാന്തി എന്ന് പറഞ്ഞാലും. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. ശ്രീകൃഷ്ണൻ വന്നിട്ട് ഓം ശാന്തി പറയുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, കംസനെ കൈകാര്യം ചെയ്യണം. കംസനെ നേരിടാതെ എവിടുന്ന ഓം ശാന്തി ഉണ്ടാവുക? കാരണം ശാന്തി തകർക്കുന്നവനാണ് കംസൻ. കംസൻ ആരായിരുന്നു? ചരിത്രമെടുത്ത് പിടിക്കണം നിങ്ങൾ. അബൂലഹബ് പ്രവാചകന്റെ അമ്മാവന അമൽ പുതുറുകനായിരുന്നെങ്കിൽ വിശുദ്ധ ഖുർആനിൽ വളരെ ആഴത്തിൽ പരിചയപ്പെടുത്തിയ പ്രവാചകന്റെ ഒരൊറ്റ ശത്രുവിനെ കുറിച്ച് മാത്രമാണ് ഖുർആൻ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അത് അബൂലഹബായിരുന്നു. അത് പ്രവാചകന്റെ പിതാവിന്റെ സഹോദരനായിരുന്നു. എന്നതുപോലെ നിങ്ങൾ രാമായണവും മഹാഭാരതവും ഒക്കെ വായിക്കുമ്പോൾ ശ്രീകൃഷ്ണനെതിരെ രംഗത്ത് വന്നത് ആരായിരുന്നു? മിസ്റ്റർ കംസനായിരുന്നു. കംസനാര? ശ്രീകൃഷ്ണന്റെ അമ്മാവനായിരുന്നു. മതം വേറെ, ജാതി വേറെ, വർഗം വേറെ, സമുദായം വേറെ, സ്റ്റേറ്റ് വേറെ, ദേശഭാഷ വർഗയിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല കംസനും കൃഷ്ണനും തമ്മിൽ. ഉണ്ടായിരുന്ന വ്യത്യാസം മതപരമോ വർഗീയപരമോ സാമുദായികപരമോ ദേശീയപരമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ളതായിരുന്നില്ല. ഇത് വളരെ അടിവരയിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ഇന്നത്തെ ലോകത്തിന്റെ വ്യത്യാസങ്ങൾ നമ്മൾ നിർണ്ണയിക്കുന്നത് മതത്തിന്റെയും ജാതിയുടെയും പാർട്ടിയുടെയും വർഗത്തിന്റെയും ഭാഷയുടെയും ദേശത്തിന്റെയും ഒക്കെ അടിസ്ഥാനങ്ങളിലാണ്. നന്മതിന്മകളെയും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സമീപനങ്ങളെയുമൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും അവതാര പുരുഷന്മാരുടെയും ചരിത്രത്തിന് ചേരുന്ന ഒരു നടപടിക്രമമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ സൂചിപ്പിച്ചു വന്നതിന്റെ ചുരുക്കം, ശ്രീകൃഷ്ണനെ കൈകാര്യം ചെയ്തത് മിസ്റ്റർ കംസനായിരുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അന്ന് ഇമെയിൽ ചേർക്കലൊന്നും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ ഇമെയിൽ ചേർത്തുക എന്നുള്ളതിനപ്പുറം വാസുദേവനും അതുപോലെ തന്നെ ദേവകിക്കും പിറക്കുന്ന കുട്ടി ടെററിസ്റ്റായിട്ട് മാറും. അവൻ തീവ്രവാദിയായിട്ട് മാറും. എന്താണ് ടെററിസവും തീവ്രവാദവും ഒക്കെ ഉണ്ടാകാനുള്ള കാരണം? അത് കംസന്റെ താല്പര്യങ്ങൾക്കെതിരായി സംസാരിക്കുന്ന ഒരാളാണ് ജനിക്കാനിരിക്കുന്നത്. അതായിരുന്നു പ്രശ്നം. കംസന്റെ പ്രശ്നം എന്തായിരുന്നു? സ്വന്തം അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് അധാർമികവും അപകടകരവും അക്രമപരവും അനീതിയിലും അധിഷ്ഠിതമായ ഒരു സാമൂഹിക വ്യവസ്ഥയെ വ്യക്തിജീവിതത്തിലും സാമൂഹിക മണ്ഡലങ്ങളിലും കൈകാര്യം ചെയ്ത ഭരണകൂട നായകനായിരുന്നു ഈ കംസൻ എന്ന് പറയുന്നത്. ഏതോ തെരുവിലൂടെ കൊണ്ടു നടക്കുന്ന സാധാരണ മനുഷ്യനോ അല്ലെങ്കിൽ കൂലിത്തൊഴിലാളിയോ അല്ലെങ്കിൽ പിന്നോക്കവർഗക്കാരനോ അല്ലെങ്കിൽ കൃഷിക്കാരനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആദിവാസിയോ ദലിതുമൊന്നുമല്ല. അന്നത്തെ രാഷ്ട്രത്തിന്റെ ഭരണകൂട മേധാവിയായിരുന്നു. ഭരണകൂട നേതൃത്വത്തിന്റെ അധികാരം കൈയാളിക്കൊണ്ടിരിക്കുന്ന വ്യക്തിപ്രഭാവമായിരുന്നു. അതുകൊണ്ട് മിസ്റ്റർ കംസൻ ഇവിടെ നിന്നൊക്കെയോ വായിച്ചറിഞ്ഞു, വരാനിരിക്കുന്ന കൃഷ്ണൻ എന്റെ സഹോദരിയുടെ പുത്രൻ എനിക്കെതിരെയുള്ള അപകടകരമായ നീക്കങ്ങളുമായി രംഗത്ത് വരും. അതുകൊണ്ട് ആദ്യം തന്നെ തീവ്രവാദം, ഭീകരവാദം
ടെററിസം, ടാഡ, പോട്ട, ഭീകരവിരുദ്ധ പോരാട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കംസൻ അന്നത്തെ രാഷ്ട്രീയ, സൈനിക, പോലീസ് സംവിധാനങ്ങളെ, രഹസ്യാന്വേഷണ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനെ വേട്ടയാടുന്നതിന് വേണ്ടിയുള്ള നിഗൂഢമായ പദ്ധതികൾ ഉണ്ടാക്കി. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. നിങ്ങൾക്ക് ഇതിഹാസങ്ങൾ വായിക്കുമ്പോൾ, പുരാണങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ ഉള്ളടക്കങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും. ശ്രീകൃഷ്ണനെ അമ്മ പ്രസവിച്ചത് ജയിലില, അബൂ ഹുറൈറ പോലെ, കുണ്ടനാമ പോലെ, തിഹാറ പോലെ, അബ്ദുന്നാശ്രമത്തിന് കിടക്കുന്ന അഗ്രഹാര പരപ്പന പോലെ ജയിലിലാണ് ശ്രീകൃഷ്ണനെ അമ്മ പ്രസവിക്കേണ്ടി വന്നത്. എന്നിട്ട് പോലും കുട്ടിയെ മാറ്റിയെടുക്കേണ്ടി വന്നു. ഈ ശ്രീകൃഷ്ണന്റെ അമ്മ പ്രസവിച്ച 7 കുട്ടികൾ തന്നെ ടെററിസ്റ്റുകളാണ് എന്നായിരുന്നു അന്നത്തെ ഭരണകൂടം വെച്ചത്. ഇന്നും അതൊക്കെ തന്നെയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ കംസന്റെ, അതേ രാവണന്റെ, അതേ ദുര്യോധനന്റെ, അതേ ഫിർഔനിന്റെയും, അതേ നമ്രൂദിന്റെയും, അതേ ഖാറൂനിന്റെയും, ഹാമാനിന്റെയും, അബൂലഹബിന്റെയും, അബൂജഹലിന്റെയും ഒക്കെ നിലപാടുകൾ സ്വീകരിച്ച ഭരണകൂടങ്ങൾ, അതുപോലെ തന്നെ വൈതാനികന്മാർ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൈനികവും നിയമപരവുമായ നടപടിക്രമങ്ങളെ നീക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, നിയമസംരക്ഷകന്മാരാണെന്ന് പറയുന്നവർ, അവർ ശ്രീകൃഷ്ണന്റെ പക്ഷത്തല്ല ഉണ്ടായിരുന്നത്, അവർ കംസന്റെ പക്ഷത്താണ് ഉണ്ടായിരുന്നത്. പോലീസ് അവിടെയായിരുന്നു, കോടതി അവിടെയായിരുന്നു, പാർലമെന്റ് അവിടെയായിരുന്നു, പള്ളികളും അവിടെയായിരുന്നു, അമ്പലങ്ങളും കംസന്റെ പക്ഷത്തായിരുന്നു. കാരണം അധികാരമുള്ളത് കംസന്റെ പക്ഷത്തായിരുന്നു. അതുകൊണ്ട് കംസന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ തീവ്രവാദിയായി മാറുകയും ഭീകരവാദിയായി പ്രഖ്യാപിക്കുകയും ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ സ്വന്തം ചെറിയ 7 സഹോദരന്മാരെ രക്തസാക്ഷിത്വത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യേണ്ടി വന്നു എന്നുള്ളത് ഇതിഹാസങ്ങളും പുരാണങ്ങളും വായിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. എവിടെയാണ് ശ്രീകൃഷ്ണൻ തീവ്രവാദിയായത്? എവിടെയാണ് ഭീകരവാദിയായത്? എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ടെററിസ്റ്റാണ് എന്ന് അന്നത്തെ ഇമെയിലുകൾ ചോർത്തിക്കൊണ്ട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ വെച്ചുകൊണ്ട്, അധികാരത്തിന്റെ തിട്ടൂരം ഉപയോഗിച്ചുകൊണ്ട് അതത് കാലഘട്ടത്തിലെ ഭരണകൂടങ്ങൾ പുണ്യപുരുഷന്മാരെയും പ്രവാചകന്മാരെയും അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഒക്കെ വേട്ടയാടുകയും വധിക്കുകയും ജയിലിലെടുക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയുള്ള അപകടകരമായ നിയമനിർമ്മാണ പ്രക്രിയകൾ നടത്തിയതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു? അതും നിങ്ങൾ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ വായിച്ചെടുത്തുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയണം. ശ്രീകൃഷ്ണന്റെ ലോകത്തെ ഗീത വിശദീകരിച്ചിട്ടുണ്ട്. ഹിന്ദുത്വ സംസ്ഥാപനാർത്ഥായാം, RSS സംസ്ഥാപനാർത്ഥായാം, വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാപനാർത്ഥായാം, കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സംസ്ഥാപനാർത്ഥായാം, അറബിത്വ സംസ്ഥാപനാർത്ഥായാം, പാകിസ്ഥാൻ സംസ്ഥാപനാർത്ഥായാം. ഇങ്ങനെയൊന്നുമല്ലല്ലോ ശ്രീകൃഷ്ണനെ വിശദീകരിച്ചിട്ടുള്ളത്. യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഏതേത് കാലഘട്ടങ്ങളിൽ ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം അഭ്യുത്ഥാനം നേടുകയും ചെയ്യുന്നു, ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം ആധിപത്യം നേടുകയും ചെയ്യുമ്പോൾ ധർമ്മ സംസ്ഥാപനാർത്ഥായാം, ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിനു വേണ്ടി സംഭവാമി യുഗേ യുഗേ, കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്ന അവതാര പുരുഷന്മാരുടെ, ഋഷിമാരുടെയും മുനിമാരുടെയും പരമ്പരകളുടെ തുടർച്ചയാണ് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കംസനെതിരെയുള്ള സമരം മതപരമായ യുദ്ധമായിരുന്നില്ല, രാഷ്ട്രീയപരമായ സംഘടനമായിരുന്നില്ല, ഭാഷാപരവും കുടുംബപരവും ദേശീയപരവുമായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല, ധർമ്മത്തിന്റെ ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ട് ഉള്ളതായിരുന്നു. അതുകൊണ്ടാണ് കംസനെതിരെയുള്ള പോരാട്ടം നടന്നത്. പിന്നെ പറഞ്ഞത് ഓം ശാന്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അമ്പലത്തിലെ പൂജയും വഴിപാടും ഒന്നും നടന്നുകൊണ്ട് ലോകത്ത് സമാധാനം ഉണ്ടാവില്ല. കംസന്മാരെ തിരിച്ചറിയണം, രാവണന്മാരെ തിരിച്ചറിയണം, ദുര്യോധനെയും ദുശാസനെയും ധൃതരാഷ്ട്രരെയും തിരിച്ചറിയണം. അവർ രാജ്യത്ത് അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന അധാർമിക പ്രവണതകളെ തിരിച്ചറിഞ്ഞും പരിശോധിച്ചും കൊണ്ട് അവരെ കൈകാര്യം ചെയ്യുക എന്നുള്ള ചരിത്രപരമായ മുന്നേറ്റങ്ങളാണ് ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ നിർവഹിച്ചിട്ടുള്ളത് എന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മുഹമ്മദ് നബിയും അങ്ങനെയായിരുന്നു, യേശു പ്രവാചകനും മോശ പ്രവാചകനും അങ്ങനെയായിരുന്നു. ദൈവം സ്നേഹമാണെന്ന ബൈബിൾ പറയുന്നത്. നിന്നെ പോലെ നിന്റെ അയൽപക്കക്കാരനെ സ്നേഹിക്കുക. അങ്ങനെ വല്ലതും ഇപ്പൊ ലോകത്ത് നടക്കുന്നുണ്ടോ? ബൈബിളിന്റെ 10 കൽപ്പനകളുണ്ട്, 10 പ്രമാണങ്ങളുണ്ട്. യഹോവയെ പ്രമാണിക്കുക. യഹോവയെ പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ യഹോവയെ വിശ്വസിക്കാമെന്നൊന്നുമല്ല. യഹോവയ്ക്ക് ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണം പിൻപറ്റിയിട്ട് വേണം നിങ്ങൾ പോകാൻ. നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾ ചെയ്യാൻ പറ്റില്ല. യഹോവയുടെ പ്രമാണം എന്ന് പറയാൻ അതിനാണല്ലോ. നിങ്ങൾക്ക് വീട്ടിന് ഒരു ആധാരമുണ്ട്. ആ ആധാരം വെച്ചിട്ടാണ് വീട്ടിന്റെ അതിർത്തി നിങ്ങൾ കെട്ടേണ്ടത്. ഒരാധാരമല്ല, പ്രമാണമല്ല, എല്ലായിടത്തും കൂടി നിങ്ങൾ അതിര് കെട്ടാൻ പറ്റില്ലല്ലോ, വേലി കെട്ടാൻ പറ്റില്ലല്ലോ. എല്ലാറ്റിനും ഒരു നിയമമുണ്ട്, എല്ലാറ്റിനും ഒരു അതിരുണ്ട്, എല്ലാറ്റിനും ഒരു അടയാളമുണ്ട്. ആ അതിരുകളുടെ ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ജീവിതത്തെ കൈകാര്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് 10 കൽപ്പനകളിൽ ഒന്നാമത്തത് എന്താ? യഹോവയെ ആരാധിക്കുക എന്നൊന്നുമല്ല. അള്ളാഹുവിനെ ആരാധിക്കുക, ഭഗവാനെ ആരാധിക്കുക, ഈശ്വരനെ ആരാധിക്കുക. യഹോവയെ ആരാധിക്കുക എന്നല്ല പറഞ്ഞില്ല. ദൈവത്തെ യഹോവയെ പ്രമാണിക്കുക, യഹോവയുടെ പ്രമാണങ്ങളെ പാലിക്കുക.
എന്നിട്ട് തൊട്ടുടനെ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. രണ്ടാമത്തെ കൽപ്പന അതാണല്ലോ, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. എല്ലാ വേദങ്ങളിലും അങ്ങനെ തന്നെ. വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ വദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ എന്ന് പറഞ്ഞുകൊണ്ട് നീ യഹോവയുടെ പ്രമാണങ്ങൾ പാലിക്കുകയും അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുകയും ചെയ്യുക. ദൈവം നിന്നോട് വിധിക്കുന്നു, അള്ളാഹു നിന്നോട് കൽപ്പിക്കുന്നു. ദൈവത്തെ മാത്രം അംഗീകരിക്കുക, അള്ളാഹുവിനെ മാത്രം അംഗീകരിക്കുക. നിന്റെ മാതാപിതാക്കളോട്, അച്ഛനോട്, അമ്മയോട്, മമ്മിയോട്, ഡാഡിയോട്, ഉമ്മയോട്, ഉപ്പയോട് ഏറ്റവും മനോഹരമായ രീതിയിൽ നീ പെരുമാറുക. മാതാപിതാ ദേവതുല്യ, ദൈവതുല്യരാണ് മാതാപിതാക്കൾ. അതിനൊക്കെ വല്ല പ്രസക്തി ഉണ്ടോ എന്നുള്ളത് വേറെ പരിശോധിക്കേണ്ടതാ. നമ്മൾ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ബിജെപിയും അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ബാവാകക്ഷിയും എത്രാം കക്ഷിയും കത്തോലിക്കനും യാക്കോബർസും അതുപോലെ തന്നെ സുന്നിയും തബ്ലീഗും ജമാഅത്ത് അഹ്ലെ ഹദീസും ഷിയായും അപ്പുറത്തേക്ക് എങ്ങനെ എന്തൊക്കെ ആകാൻ പറ്റും RSSും NSSും SNDPയും കീഴവനും പറയനും പുലയനും വെളിലും ഒക്കെയായിട്ട് നമ്മൾ ചേരി തിരിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അച്ഛനമ്മമാരോട്, മാതാപിതാക്കളോട്, ഉപ്പയോട്, ഉമ്മയോട് എന്ത് നടപടിക്രമമാണ് ഇന്ന് ലോകത്തെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഒന്നുകൂടി ആമുഖമായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ഒരു മതപരമായ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭേദനിബന്ധിതമായ ഏതെങ്കിലും പ്രവാചകന്മാരുടെയും പുണ്യപുരുഷന്മാരുടെയും ജീവിതത്തിന്റെ ഉള്ളടക്കങ്ങളാൽ ലോകം നിയന്ത്രിക്കപ്പെടുന്ന കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത്. അമേരിക്ക യേശുവിന്റെ രാജ്യമല്ല, അറബ് രാജ്യങ്ങൾ മുഹമ്മദിന്റെ പ്രമാണങ്ങളല്ല, ഗുജറാത്തിൽ ശ്രീരാമനും ശ്രീകൃഷ്ണനുമല്ല ഭരിക്കുന്നത്. ഇത് നമ്മൾ വായിച്ചെടുക്കണം. അവരൊക്കെയാണ് അതിന്റെ പ്രതിനിധികൾ എന്നാണ് നമ്മൾ ധരിക്കുന്നത്. ഒബാമ യേശുവിന്റെ ആളാണ്. അതുപോലെ തന്നെ കേണൽ ഗദ്ദാഫിയും സദ്ദാം ഹുസൈനും സൈനുൽ ആബിദീനും ഈ ഹുസ്നി മുബാറക്കും ഇപ്പോഴുള്ള അറബ് രാജ്യങ്ങളിലെ ഏകാധിപതികളുമൊക്കെ മുഹമ്മദ് നബിയുടെ ആളുകളാണ്. അലി സർദാറിയും അലീഷ ഗീലാനിയുമൊക്കെ അതിന്റെ ബന്ധപ്പെട്ട ആളുകളാണ്. നരേന്ദ്രമോദിയും തഗാഡിയായും അതുപോലെ തന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന സുഷമാ സ്വരാജും ഈ ഭംഗയെയും സിദ്ധയെയും ഒക്കെയാണ് നമ്മൾ ഹിന്ദുത്വത്തിന് അല്ലെങ്കിൽ ശ്രീരാമന്റെയും കൃഷ്ണന്റെയും ഒക്കെ ആളുകളായിട്ട് തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പറയാൻ പറ്റൂ, അമേരിക്കയിൽ എവിടെ ബൈബിളുള്ളത്? അമേരിക്കയുടെ ഭരണകൂടത്തിന്റെ വൈറ്റ് ഹൌസിന്റെ നിയമനിർമ്മാണങ്ങളിൽ എവിടെയാണ് ബൈബിളിന്റെ സ്വാധീനമുള്ളത്? ബൈബിളിലെ ഏതെങ്കിലും ഒരു കൽപ്പന, 10 കൽപ്പനകളുടെ ഏതെങ്കിലും ഒരു മൂല്യത്തെ അതിന്റെ സത്യസന്ധമായ നിലപാടുകളിൽ നിന്നുകൊണ്ട് ചരിത്രത്തിൽ അമേരിക്ക എന്തെങ്കിലും പ്രതിനിധീകരിച്ചിട്ടുണ്ടോ? യൂറോപ്പ് പ്രതിനിധീകരിച്ചിട്ടുണ്ടോ? കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, അപ്പനെയും അമ്മയെയും നിന്ദിക്കരുത്, യഹോവയുടെ പ്രമാണങ്ങൾ അതിരുകവിഞ്ഞ് ലംഘിക്കരുത്, ഇങ്ങനെ തുടങ്ങുന്ന എല്ലാ പ്രമാണങ്ങളെയും കാറ്റിൽ പറത്തുകൊണ്ടാണ് ലോകത്തിലെ തമ്മാടി രാഷ്ട്രമായി മിസ്റ്റർ അമേരിക്ക അതിന്റെ അരങ്ങ് ഇപ്പൊ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ വിശദീകരണങ്ങളിലേക്ക് ഞാൻ പോണില്ല. ഇന്ന് അമേരിക്ക എന്ന് പറയുന്നത് തകരുന്ന ചരിത്രത്തിൽ അതൊക്കെ തകരും. ഏത് നാഗരികതകളും താന്തോന്നികളും തമ്മാടികളും അക്രമകാരികളുമായി മാറുന്ന ഇത്ര വലിയ കംസനാവട്ടെ, രാവണനാവട്ടെ, ദുര്യോധനനാവട്ടെ, റോമും ബൂർഷയുമാവട്ടെ, നമ്രോദും ഹാമാനും ഫറോവയുമൊക്കെ ആവട്ടെ, ചരിത്രത്തിലെ എല്ലാ അധികാരങ്ങളും അതുപോലെ തന്നെ സൈന്യങ്ങളും ഖുർആൻ ഒരു ഭാഗത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹൽ അതാക ഹദീസുൽ ജുനൂദ്, സൈന്യങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അധികാരത്തിന്റെ സംവിധാനങ്ങളെ ഉപയോഗിച്ച് ലോകത്തെയും മനുഷ്യരെയും അടക്കി പിടിക്കാൻ ശ്രമിച്ച അലക്സാണ്ടർ മുതൽ നെപ്പോളിയൻ മുതൽ റോമയും ബൂർഷയും മുതൽ സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും മുതൽ അമേരിക്കയടക്കമുള്ള ഹൽ അതാക ഹദീസുൽ ജുനൂദ്, ഫിർഔന വ സമൂദ്, ഫിർഔനിനെ കുറിച്ചും സമൂദിനെ കുറിച്ചുമൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ എവിടെ? ബ്രിട്ടീഷുകാരൻ എവിടെ? അതിന്റെ മുമ്പ് നമ്മൾ പഠിച്ച റോമയും ബൂർഷയും ഒക്കെ ഇന്നെവിടെ എന്നതുപോലെ മിസ്റ്റർ അമേരിക്ക എന്ന് പറയുമ്പോൾ അതും എല്ലാ കാലവും നിലനിൽക്കുന്ന ബഹുമാനവും ആദരവും കൊടുക്കേണ്ട പുണ്യാളനും അപ്പോസ്തലനും അതുപോലെ തന്നെ അമ്പിയായും ഔലിയായും അവതാര പുരുഷനുമായി ഞാനും നിങ്ങളും കാണേണ്ടതില്ല. ദൈവം തമ്പുരാൻ, ഈശ്വരൻ, അതുപോലെ തന്നെ അള്ളാഹു വേദങ്ങളിലും ഇതിഹാസങ്ങളിലും പ്രമാണങ്ങളിലും പഠിപ്പിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ലോകത്ത് ജീവിക്കുന്ന തമ്മാടി രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അതിന്റെ പ്രമാണങ്ങളിൽ യേശുവിനോട് അതിന് പ്രതിബദ്ധതയില്ല, മുഹമ്മദിനോട് അതിന് പ്രതിബദ്ധതയില്ല, അതുപോലെ തന്നെ രാമനോടും കൃഷ്ണനോടും അതിന് പ്രതിബദ്ധതയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്, യേശുവിന്റെ ഏത് പ്രമാണങ്ങളാണ് 10 കൽപ്പനകളിലെ ഏതൊന്നിനെയാണ് അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പ് ചരിത്രത്തിൽ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പനമ്മമാരൊക്കെ വൃദ്ധസദനങ്ങളിലാണ് താമസിക്കുന്നത്. കേരളത്തിലും അങ്ങനെയൊക്കെ തന്നെ 450-ലധികം വൃദ്ധസദനങ്ങൾ ഇപ്പൊ കേരളത്തിലുണ്ട്. 450-ലധികം വൃദ്ധസദനങ്ങൾ. എന്തിനാ അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? ഈ വൃദ്ധസദനങ്ങൾ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ? യേശു, മോശയും മുഹമ്മദൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അച്ഛനെയും അമ്മനെയും ഉപ്പാനെയും ഉമ്മാനെയും മമ്മിനെയും ഡാഡിനെയും കൊണ്ടിട്ട് വൃദ്ധസദനത്തിലാണ് നിങ്ങൾ താമസിക്കേണ്ടത്. അതാണ് ശാന്തി, അതാണ് സമാധാനം, അതാണ് സ്നേഹം, അതാണ് സ്വാതന്ത്ര്യം, അതാണ് അഹിംസ, അതാണ് സുരക്ഷിതത്വം എന്ന് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പനോടും അമ്മനോടും ഏറ്റവും നന്നായിട്ട് പെരുമാറണം, അവരോട് ഏറ്റവും ശരിയായ രീതിയിൽ നിങ്ങൾ ഇടപെടണം.
അവരെ നിങ്ങൾ സംരക്ഷിക്കണം. കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ചിറകുകൾ നിങ്ങൾ അവർക്ക് വേണ്ടി വിരിയിച്ചു കൊടുക്കണം. വീട്ടിൽ അച്ഛനും അമ്മയും വാർദ്ധക്യം ബാധിച്ച ഉപ്പയും ഉമ്മയുമൊക്കെ ഉണ്ടെങ്കിൽ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ BJPയോ ആരാവട്ടെ, ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ പെരുമാറണം. പക്ഷെ അതില്ല ലോകത്ത്. നമ്മളിന്ന് അനുകരിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മതേതരത്വം ഇല്ലട്ടോ. അങ്ങനെ ഒരു മതേതരത്വം നിലനിൽക്കുന്നു, ജനാധിപത്യം നിലനിൽക്കുന്നു, സെക്യുലറിസം നിലനിൽക്കുന്നു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. അമേരിക്കയും യൂറോപ്പും ചരിത്രത്തിൽ എന്നാണ് ശരിയായ ഒരു ജനാധിപത്യത്തെയും ശരിയായ ഒരു സെക്യുലറിസത്തെയും ശരിയായ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയെയും ചരിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അഴിമതികൾ, കള്ളക്കടത്തുകൾ, സാമ്രാജ്യത്വ കടന്നുകയറ്റങ്ങൾ, അധിനിവേശങ്ങൾ, യുദ്ധങ്ങൾ, കലാപങ്ങൾ, ആയുധ കച്ചവടങ്ങൾ, എല്ലാ പ്രവാചക വിശുദ്ധ വേദങ്ങളുടെയും ഒക്കെ പൊതുമൂല്യങ്ങൾക്കും മനുഷ്യൻ തന്നെ വിശ്വസിക്കുന്ന പൊതുവായ നന്മകൾക്കുമെതിരായിരുന്നു യൂറോപ്പും അതുപോലെ തന്നെ പാശ്ചാത്യ ലോകങ്ങളും ചരിത്രപരമായി വളർന്നു വരികയും വികസിക്കുകയും അധികാരത്തിന്റെ ഉള്ളടക്കങ്ങളിലേക്ക് കയറിപ്പോവുകയും ചെയ്തത് പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ജനാധിപത്യ മതേതരത്വ സോഷ്യലിസം എന്ന് പറയുന്നത് പോലും അക്ഷരാർത്ഥത്തിൽ അവരുടെ സൗകര്യത്തിന് വേണ്ടി അവർ പറഞ്ഞു എന്നുള്ളതിന്റെ അപ്പുറം ലോകത്തെവിടെ അവർ ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും ഒക്കെ നടത്തിയിട്ടുള്ളത്? ലോകത്തോടെ എന്തെങ്കിലും അമേരിക്കയും യൂറോപ്പും ഒക്കെ ജനാധിപത്യ സോഷ്യലിസ്റ്റ് മൂല്യങ്ങളുടെ ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഒരിക്കലും. ഇത് പറയുമ്പോൾ മറ്റൊരു ഭാഗം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞാൽ യൂറോപ്പിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന് വരണം, ജർമ്മനിയിൽ നിന്ന് വരണം, അമേരിക്കയിൽ നിന്ന് വരണം, ബ്രിട്ടനിൽ നിന്ന് വരണം. എന്നിട്ട് നമ്മളൊക്കെ എല്ലാ മതക്കാരും വിശ്വസിക്കുന്ന ഒരു സംഭവം എന്താ? നമ്മൾ മതവിശ്വാസികളാണെന്ന് പറയുന്നവർ മതത്തിനൊരിക്കലും ജനാധിപത്യവാദിയാകാൻ കഴിയില്ല, മതത്തിന് സോഷ്യലിസമാകാൻ കഴിയില്ല, മതത്തിന് സെക്യുലർ ആവാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദു പറയുന്നതെന്താ, ക്രിസ്ത്യാനി പറയുന്നതെന്താ, മുസ്ലിം പറയുന്നതെന്താ? മുസ്ലിമായിട്ട് കൊണ്ട് ജനാധിപത്യവാദിയാകാൻ കഴിയില്ല, ഹിന്ദുവായിട്ട് നിങ്ങൾക്ക് ജനാധിപത്യവാദിയാകാൻ കഴിയില്ല, ക്രിസ്ത്യാനിയായിട്ട് നിങ്ങൾക്ക് ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് ആകാൻ കഴിയില്ല. കാരണം യേശുവും മോശായും മുഹമ്മദും ഒന്നും ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് സമീപനങ്ങൾ സ്വീകരിച്ചവരല്ല. ഇതാണല്ലോ നമ്മൾ പറയുന്നതിന്റെ മറുപുറം. അതുകൊണ്ട് ഗീതയും ഖുർആനും ബൈബിളും ഒക്കെ വളരെ അപകടകരമായ വംശീയ, വർഗീയ, സാമുദായിക സങ്കുചിത നിലപാടുകളെയാണ് പ്രതിനിധീകരിച്ചിട്ടുള്ളത്. അതില്ലാതിരിക്കണമെങ്കിൽ വളരെ വിശാലമായ ഒരു തലത്തിലേക്ക് മതത്തിന് വളരണം. മതക്കാരന് ജനാധിപത്യമാകുകയാകണമെങ്കിൽ ബ്രിട്ടനിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, യൂറോപ്യൻ ലോകത്തു നിന്നും പാശ്ചാത്യ ലോകത്തു നിന്നും വരുന്ന ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് ഉള്ളടക്കങ്ങളെ സ്വീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റുവാദികളാകാൻ കഴിയൂ. പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ ഗീതയും ഖുർആനും ബൈബിളും ഒക്കെ വായിച്ചിട്ടുണ്ടോ? അതിന്റെ ഉള്ളടക്കങ്ങളിലെങ്കിലും ജാതിപരമായ വല്ലതും ആരെങ്കിലും എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ വേറെ പുനർവായനയ്ക്ക് വിധേയമാക്കണം. പ്രവാചകന്മാരും പുണ്യപുരുഷന്മാരും വിശുഹാമാരും അമ്പിയാക്കളുമെന്നും ജാതി, മത, വർഗ, സമുദായത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ സമീപിച്ച ആളുകളായിരുന്നില്ല. മുസ്ലിങ്ങൾക്ക് കൂടുതൽ കൊടുക്കുക, ഹിന്ദുക്കൾക്ക് കുറക്കുക, ഹിന്ദുക്കൾക്ക് കൂടുതൽ കൊടുക്കുക, മുസ്ലിങ്ങൾക്ക് കൊടുക്കാതിരിക്കുക, എല്ലാം ക്രിസ്ത്യാനികൾക്ക് നൽകുക, മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും കൊടുക്കാതിരിക്കുക. ഇങ്ങനെ ഗീത പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ നിങ്ങളോട്? ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് അങ്ങനോട്? ഏതെങ്കിലും ഒരു മതഭേദ ഗ്രന്ഥം ജാതി നോക്കി, മതം നോക്കി, സമുദായം നോക്കിയാണ് വ്യക്തികളെയും കുടുംബങ്ങളെയും രാജ്യങ്ങളെയും നിങ്ങൾ നോക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? മനുഷ്യന്റെ മൗലികമായ അടിസ്ഥാനങ്ങൾ, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഈ പൊതുവായ കാര്യങ്ങൾ ഇതെല്ലാവർക്കും തുല്യമായിരിക്കണം. ഹിന്ദു, മുസ്ലിമോ, ക്രിസ്ത്യാനിയോ, കമ്മ്യൂണിസ്റ്റോ, കോൺഗ്രസോ, BJPയോ, അമേരിക്കയോ, അറബയോ, ആഫ്രിക്കയോ, ആസ്ട്രേലിയയോ നോക്കിയിട്ടല്ല നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ആർക്കാണ് അത് ലഭിക്കേണ്ടത്? മുൻഗണനാക്രമത്തിൽ അതിന് അർഹതയുള്ളത് ആദ്യത്തെ ആളാരാണ്, അവർക്ക് അത് ഏറ്റവും സന്തുലിതമായിട്ട് നിങ്ങൾ കൊടുക്കുക. ഇത് നടപ്പിലാക്കിയത് പ്രവാചകന്മാരാണ്, പുണ്യപുരുഷന്മാരാണ്. വേദങ്ങളും ഇതിഹാസങ്ങളുമാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് ദർശനങ്ങളെ, അതിന്റെ ആശയങ്ങളെ, അതിന്റെ പ്രയോഗങ്ങളെ മനുഷ്യലോകത്തിന്റെ മുമ്പിൽ ചരിത്രത്തിന്റെ ഒന്നാമത്തെ സന്ദർഭങ്ങളിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഖുർആനും നമ്മുടെ ഗീതയും നമ്മുടെ ബൈബിളുമൊക്കെ യഥാർത്ഥത്തിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്നതാണ്. ജാതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ടല്ല, വർഗത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടല്ല, സാമുദായികതയുടെ പക്ഷത്ത് നിന്നുകൊണ്ടല്ല. ബുദ്ധിയോടുകൊണ്ട് ഈ കാലഘട്ടം സ്വകാര്യവൽക്കരണത്തിന്റെതാണ്. എല്ലാം ഏതെങ്കിലും ഒരു കൂട്ടർക്ക് വിട്ടു
വിട്ടുകൊടുത്ത് ഒന്നിക്കൽ നിങ്ങളുടേത് അല്ലെങ്കിൽ എന്റേത് നമ്മുടേതായിട്ട് ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നല്ലോ നമ്മളിപ്പോ വെച്ചിട്ടുള്ളത്. കാര്യമായിട്ട് കേൾക്കുന്ന മുദ്രാവാക്യം, ആഗോള കമ്പോളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷനാണ്, സ്വകാര്യവൽക്കരണമാണ്. എല്ലാം ഏതെങ്കിലും ഒരു കമ്പനിക്ക് വിട്ടുകൊടുക്കുക. ആയുധ നിർമ്മാണം മുതൽ, ഔഷധ നിർമ്മാണം മുതൽ, വെള്ളക്കച്ചവടം മുതൽ, വിത്ത് കച്ചവടം മുതൽ, ഇനി അണ്ടക്കച്ചവടം, ബീജക്കച്ചവടം ഒക്കെ അതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ലോകത്ത്. നമ്മളിങ്ങനെയൊക്കെ പുണ്യവും മൂല്യമൊക്കെ പറഞ്ഞ് അമ്പലവും പള്ളിയും ചർച്ചയൊക്കെ പിടിച്ച് ശ്രീകൃഷ്ണ ജയന്തിയും ക്രിസ്തുമസും നിബിധനമൊക്കെ നടക്കുമ്പോ അതിന്റെയൊക്കെ മൂല്യങ്ങളെ കടപിടകി എറിയാൻ കഴിയുന്ന അപകടകരമായ പ്രവണതകളെ ലോകത്ത് വിറ്റ് വിതച്ച് കൊയ്തെടുത്തുകൊണ്ടിരിക്കുന്ന അതിഭീകരൻ കാട്ടാളന്മാർ, ആസുരശക്തികൾ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ വിൽക്കാൻ ഇനിയൊന്നും ബാക്കിയില്ല. നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ നിന്ന് കുറച്ചു മുമ്പ് ഒരു വാർത്ത വന്ന് സൂറത്തുനിന്ന് കഴിഞ്ഞ 8-9 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന അവിടെ വാടകയ്ക്ക് ഗർഭപാത്രം വിൽക്കുന്ന അമ്മ. യൂറോപ്പിൽ ഇത് അത്ഭുതകരമായ സംഭവമല്ല. കാരണം യൂറോപ്പിന് മതവുമില്ല, മതേതരത്വമില്ല. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും വിൽക്കാം. അമേരിക്കയിലും പാശ്ചാത്യ ലോകത്തും സ്വവർഗരതി മുതൽ അതുപോലെ തന്നെ മദ്യക്കച്ചവടം മുതൽ പലിശക്കച്ചവടം മുതൽ എല്ലാ തെമ്മാടിത്തരങ്ങളെയും ലോകാടിസ്ഥാനത്തിൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി സൈനികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ പ്രൊജക്ടുകളുമായി യുണൈറ്റഡ് നേഷനെയൊക്കെ മറയാക്കിക്കൊണ്ട് എല്ലാ രാജ്യങ്ങളിലും കൈനീട്ടി നീരാളിപ്പിടുത്തങ്ങളുമായി കടന്നുവരുന്ന ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾ യൂറോപ്പിലും അമേരിക്കയ്ക്കും അവിടെ ഈ കച്ചവടം നടന്നാൽ അത് അത്ര വലിയൊരു പ്രശ്നമല്ല. പക്ഷെ ഇന്ത്യയിൽ മതപരവും മതേതരപരവുമായ മൂല്യങ്ങളുണ്ട് എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ അകത്തളങ്ങളിൽ ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കാൻ അത് വിവാദമായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അച്ഛന് ജപ്പാൻകാരൻ, അമ്മ അമേരിക്കക്കാരി, US. അവർക്ക് രണ്ടാക്കും കുട്ടികൾ വേണം. പക്ഷേ ഗർഭം ധരിച്ച് പ്രസവിക്കാൻ അമ്മ റെഡിയല്ല. അച്ഛനും അതിന് സന്തോഷമല്ല. ഭാര്യ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നതൊന്നും ഭർത്താവിനും വലിയ താല്പര്യമുള്ള വിഷയമല്ല. രണ്ടാൾക്കും സുഖിച്ച് സുഖിയന്മാരായിട്ട് ജീവിക്കണം, എന്നാ മക്കളെ കിട്ടുകയും ചെയ്യണം. അപ്പൊ പിന്നെ അതിന് ചെയ്യാൻ പറ്റുന്ന പണി എന്താ? വാടകയ്ക്ക് ഗർഭപാത്രം കിട്ടുമോ എന്ന് അന്വേഷിക്കുക. 9 മാസത്തെ വാടക ഗർഭപാത്രം കിട്ടുമോ? പത്രത്തിൽ പരസ്യം ചെയ്യുന്നു. നരേന്ദ്രമോദിയുടെ വികസന ഗുജറാത്തിൽ നിന്ന്, സൂറത്തിൽ നിന്ന് ഒരു പെൺകുട്ടി അതിന് പുറത്തു വരുന്നു. അവൾ അതിന് സന്നദ്ധമാകുന്നു. 9 മാസം ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഈ ജപ്പാൻകാരന്റെ ബീജവും ഈ USA അമേരിക്കക്കാരിയുടെ അണ്ടു കൊടുത്തിട്ട് ഈ പാവം പിടിച്ച ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ഒരു കുട്ടിയെ അതിന്റെ ഉള്ളിൽ വളർത്തിക്കൊണ്ടുവരുന്നു. എന്തൊരു അപകടകരമായ രാക്ഷസീയമായ, എത്ര ഒരു മൂല്യപ്രമാണങ്ങളുമില്ലാത്ത വരാനിരിക്കുന്ന മനുഷ്യലോകത്തിന്റെ മുമ്പിൽ അപകടകരമായ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു പ്രവണതയാണ് ഇത്. കാരണം ഈ കുട്ടിയുടെ അച്ഛനാരാ? ഈ കുട്ടിയുടെ അമ്മയാരാ? ഈ കുട്ടിയുടെ ഉടമസ്ഥൻ യഥാർത്ഥത്തിൽ ആരാ? കാരണം ഗർഭപാത്രം ഒന്ന് വേറെയാണ്, അണ്ടം വേറെ ഇവിടെ നിന്ന് വന്നതാണ്, ബീജം വേറെ ഒന്നാണ്. ഇത് വിവാദമായത് എപ്പോഴാന്ന് വെച്ചാല് ഇവര് 9 മാസമായിട്ട് പ്രസവിച്ച് വാടകയൊക്കെ കിട്ടിയവർക്ക് പ്രസവിച്ച് കുട്ടിയെ കൊടുക്കാൻ തീരുമാനിച്ച ഘട്ടത്തിൽ അമേരിക്കക്കാരനും യൂറോപ്പുകാരെയും വഴിവിരിഞ്ഞിരിക്കുന്നു. പിന്നെ കുട്ടിയാരെ ഉണ്ടാവണം? ഭാര്യയും ഭർത്താവും തെറ്റി, ഇവരുടെ കുട്ടിയല്ലല്ലോ. കാരണം അണ്ടം വേറെ, ബീജം വേറെ, ഗർഭപാത്രം വേറെ. ആരാണ് കുട്ടിയെ നോക്കേണ്ടത്? ഇന്ത്യയുടെ കോടതികളിൽ അതിനനുസൃതമായ നിയമനിർമ്മാണങ്ങൾ നടക്കാത്തതുകൊണ്ട് അത് വിവാദമാവുകയും അത് വലിയ പ്രശ്നമാവുകയും കുട്ടിയുടെ സംരക്ഷണം ആരാണ് ഏറ്റെടുക്കേണ്ടത് എന്നുള്ള വളരെ വലിയ ധാർമ്മികമായ ഒരു ചോദ്യം വളർന്നു വരികയും ചെയ്തപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ്, അണ്ടം വിൽക്കാൻ ഇവിടെ ആളുണ്ട്, ബീജം വിൽക്കാൻ ഇവിടെ ആളുണ്ട്, ഗർഭപാത്രങ്ങൾ വിൽക്കാൻ ആളുണ്ട്. എല്ലാം സ്വകാര്യ മേഖലയിൽ വിൽപ്പനക്ക് വെച്ച് കടലും കരയും മണ്ണും മണലും വനങ്ങളും അതുപോലെ തന്നെ വെള്ളവും എല്ലാം വിൽപ്പനക്ക് വെച്ചുകൊണ്ട് കാശുള്ളവൻ ആരാണ്? അവന്റെ കാശുപയോഗിച്ചുകൊണ്ട് എന്തിനേയും വെല്ലുവിളിക്കാനും വിലക്കെടുക്കാനും കഴിയുന്ന സ്വകാര്യ താല്പര്യങ്ങളുടെ, മുതലാളിത്ത താല്പര്യങ്ങളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ വെല്ലുവിളിക്കാൻ കഴിയുന്ന കേവല മതങ്ങളും കേവല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ്. മതേതരത്വത്തിന്റെയും മതത്തിന്റെയും ഒക്കെ ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ട് മുതലാളിത്തത്തിനെതിരെ, ക്യാപിറ്റലിസത്തിനെതിരെ, സാമ്രാജ്യത്വത്തിനെതിരെ, കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ ഏത് മതക്കാരനും ഏത് രാഷ്ട്രീയക്കാരനുമാണ് ഏതെങ്കിലും ഉജ്ജ്വലമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ, നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് പെട്രോളിന് അടിക്കടി വില വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഓരോ സമയം പെട്രോളിന് വില കൂടും. ഈ 2 ആഴ്ചയും 3 ആഴ്ചയും കൂടുമ്പോൾ 2 രൂപ 3 രൂപ വെച്ചിട്ട് ഇന്ധന വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സാധനത്തിനും വില കയറുക. ഏതെങ്കിലും ഒരു വസ്തുവിന് വില കുറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
ഉണ്ടോ? ഒരു രാജ്യത്തിന്റെ പുരോഗതിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ആ വിൽക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തിക്കും വാങ്ങുന്ന ആൾക്കും രണ്ടുപേർക്കും തുല്യമായിട്ട് സന്തുലിതമായ ഒരു ലാഭവും നഷ്ടവുമില്ലാതെ സന്തുലിതമായി അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുക എന്നുള്ളതാ. ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു സംഗതിയെക്കുറിച്ച് ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? നമ്മളൊരു അരി വാങ്ങാൻ പോയാൽ മാർക്കറ്റിൽ 19 രൂപയും 18 രൂപയും 21 രൂപയും 40 രൂപയും ഒക്കെയാണ് 1 കിലോ അരിയുടെ വില. അപ്പൊ അരിയുടെ വില അത്രയ്ക്ക് ആകുമ്പോൾ ഇവിടുത്തെ കർഷകന്മാർക്ക് നല്ല സുഖമായിരിക്കുമല്ലോ. കാരണം അത്രയും വില കൊടുത്തിട്ടാണ് നമ്മൾ അരി വാങ്ങുന്നത്. അപ്പൊ നമ്മൾ അരി അങ്ങനെ അത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങുമ്പോൾ നമ്മുടെ കർഷകന് നല്ല പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അവന് സുഖമായിരിക്കും. ഇനി നിങ്ങൾ കർഷകനെ എടുക്കുക. ഇന്ത്യ രാജ്യത്തെ കൂട്ട ആത്മഹത്യകളുടെ ഉത്സവമാണ് ഇന്ത്യയിലെ കർഷകന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് ടുണീഷ്യയിൽ ഒരു പച്ചക്കറി കച്ചവടക്കാരനായ ബുആസിസി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആത്മാഹുതി ചെയ്യുകയും ആ ആത്മഹത്യയിൽ നിന്ന് ജാസ്മിൻ റവല്യൂഷൻ എന്ന് പറയുന്ന മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്ന അറബ് വസന്തം എന്ന് പറയുന്ന അതിശക്തമായ ജനാധിപത്യ പ്രക്ഷോഭങ്ങളുടെ ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ടുള്ള വലിയ സമരങ്ങൾ അറബ്, ആഫ്രിക്കൻ, മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിൽ രൂപപ്പെട്ടു. പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ത്യ രാജ്യത്ത് ഇടുക്കിയിലും കോട്ടയത്തും വയനാടിലും പാലക്കാടും മുതൽ അങ്ങേയറ്റത്ത് ഹരിയാനയിലും പഞ്ചാബിലും ഛത്തീസ്ഗഡിലും ഉത്തരാഖണ്ഡിലും അതുപോലെ തന്നെ ഉത്തരാഞ്ചലിലുമൊക്കെ ലക്ഷക്കണക്കിന് കർഷകന്മാർ കൂട്ട ആത്മഹത്യകളുമായി ഇന്ത്യയുടെ പഞ്ചവത്സര പുരോഗതിയെയും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെയും മുന്നിൽ ചോദ്യമുയർത്തിക്കൊണ്ട് സ്വന്തം കരുത്തിൽ കുരുക്കിട്ട് വിഷം കുടിച്ചുകൊണ്ട് ആത്മഹത്യകൾ ചെയ്തപ്പോൾ ഇന്ത്യയിലെ മുമ്പ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ ഈ കൃഷിക്കാർക്ക് വേണ്ടി യഥാർത്ഥത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ഞാൻ പറയുന്നത്, നമ്മൾ വാങ്ങാൻ പോകുന്ന അരിക്ക് നമ്മൾ കൂടിയ വില കൊടുക്കുമ്പോൾ ആ കൂടിയ വില ലഭിക്കേണ്ടത് ഇവിടുത്തെ കർഷകനായിരുന്നു. പക്ഷെ 3 രൂപ പോലും കർഷകന് അവന്റെ ഉൽപാദന വിപണിയിൽ അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്നില്ല. ആരാണ് ഇതിനെ കവർന്നെടുത്തത്? എവിടെ നിന്നാണ് അവനിത് നഷ്ടപ്പെട്ടത്? എങ്ങനെയാണ് കൃഷി നഷ്ടക്കച്ചവടമായി മാറിയത്? എന്നിട്ട് ആ മേഖലയിൽ നിന്ന് ഇന്ത്യയുടെ 70% ജനങ്ങളും തൊഴിലെടുക്കുന്ന കാർഷിക സാമ്പത്തിക തൊഴിൽ മേഖലയിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന കാർഷിക വളർച്ച എന്ന് പറയുന്നത് അതിന്റെ ഗ്രാഫ് താഴോട്ടാണ്. രാജ്യം കാർഷികമായി വളരുകയല്ല, കാർഷികമായി തളരുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളുമൊക്കെ കൂട്ട ആത്മഹത്യകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം? അതുകൊണ്ടാണ് പറഞ്ഞ അസന്തുലിതമാണ്. വികസനം ഒരിക്കലും എല്ലാ തലങ്ങളെയും യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കേണ്ടത്? വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് നല്ല പൈസ കിട്ടുക. നമ്മൾ വാങ്ങാൻ പോയാൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നുകൊണ്ട് വാങ്ങാൻ കഴിയുന്ന ഒരു വിപണി ഉണ്ടാവുക. അതാണ് യഥാർത്ഥത്തിൽ സന്തുലിതമായ വിപണി എന്ന് പറയുന്നത്. പ്ലാച്ചിമടയിലെ കോള കമ്പനി എന്ന് പറയുന്നത്, പെപ്സി കമ്പനി എന്ന് പറയുന്നത് 10 പൈസക്ക് വെള്ളെടുത്തിട്ട് അത് 15 രൂപയ്ക്ക് വിൽക്കുക. അമേരിക്കയിൽ അത് നടക്കില്ല, ഇന്ത്യയിൽ അത് നടക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുത്താൽ മതി, രാഷ്ട്രീയക്കാർക്കും ഏമാന്മാർക്കും മറ്റെന്തെങ്കിലും സംഭാവന കൊടുത്താൽ മതി, അതിനെതിരെ സമരം നയിക്കുന്നവർക്ക് ഓഹരി വെച്ച് മറ്റെന്തെങ്കിലും ഉപഹാരങ്ങൾ സമർപ്പിച്ചാൽ മതി എന്ന് എല്ലാം പോകും. 10 പൈസക്ക് വെള്ളമെടുത്തിട്ട് 15 രൂപയ്ക്ക് വിൽക്കുക. ആണല്ലോ 1 ലിറ്റർ വെള്ളത്തിന് 15 രൂപ കൊടുക്കണം ആയിരുന്നു പെപ്സി കമ്പനിയും കോള കമ്പനിയൊക്കെ. ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ് ലോകത്തിലെ സാമ്രാജ്യത്വ വമ്പൻ കമ്പനികളിലൊന്നായ പെപ്സി കമ്പനി അവിടെ, കോള കമ്പനി അവിടെ പ്രവർത്തനം ആരംഭിക്കും. ഞാൻ കുറെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനം, CPM, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ എങ്ങനെയാണ് ഇത്രയും ഭീകരനായ ഒരു സാമ്രാജ്യത്വ ബൂർഷ കമ്പനിക്ക് കേരളത്തിന്റെ ഉള്ളടക്കങ്ങളിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത്? അത് വരുന്നുണ്ടിട്ട് കോൺഗ്രസോ ലീഗോ കേരള കോൺഗ്രസോ അല്ല എതിരും പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടായിട്ടില്ല. ബ്രിട്ടീഷുകാരനെതിരെ സമരം നയിച്ച, അതുപോലെ തന്നെ വലിയ വലിയ സമര പോരാട്ടങ്ങളുടെ പാരമ്പര്യം പറയുന്ന കേരളത്തിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ, ഇന്ന് ഭരണകക്ഷി പ്രസ്ഥാനങ്ങളായ ഐക്യജനാധിപത്യ മുന്നണിയിലെപ്പെട്ട ഏതെങ്കിലും ഒരാളുകൾ CPM ഇതാ, ഇടതുപക്ഷ സംഘടനകളിതാ സാമ്രാജ്യത്വ കമ്പനിയെ നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നു, അതുകൊണ്ട് അതിനെതിരെ നമ്മൾ ശക്തമായി ചെറുത്തു നിൽക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പ്രതിപക്ഷത്തുള്ള ഇവരാരും ഒരു സമരം അതിനെ നടത്തിയിട്ടില്ല. ഈ കമ്പനി പ്ലാച്ചിമടയിലേക്ക് വരുമ്പോ അവിടുത്തെ അമ്മയും കുട്ടികളും നാട്ടുകാരും ഒക്കെ വിചാരിച്ചത് നാട് സ്വർഗാകാൻ പോവാണ്. ഇനി ഞങ്ങൾ ന്യൂയോർക്ക് പോലെ, വാഷിംഗ്ടൺ പോലെ, കോഴിക്കോട് പോലെ, പാലക്കാട് പോലെ ഞങ്ങളൊരു ഗ്രാമമായിട്ട് മാറും, നല്ല പുരോഗതി ഉണ്ടാവും, വലിയ വലിയ വണ്ടികളും വലിയ യന്ത്രങ്ങളും ഒക്കെ അവിടെ വന്ന് കമ്പനിയുടെ പ്രവർത്തനം ആരംഭിച്ച് 2 വർഷം പിന്നിട്ടപ്പോഴേക്കും ആ രാജ്യം, ആ നാട്ടുകാർ അതിന്റെ വിഷമങ്ങൾ അഭിമുഖീകരിക്കാൻ തുടങ്ങി. കുളം വറ്റുക, കിണർ വറ്റുക, പുഴ വറ്റുക, തോട് വറ്റുക,
വയലിലൊക്കെ നിൽക്കുന്ന വെള്ളം വറ്റുക എന്ന് മാത്രമല്ല ഫാക്ടറിയിൽ നിന്ന് പുറത്തുവിടുന്ന ഒരു പ്രത്യേക സാധനം കൊണ്ട് അവരുടെ തെങ്ങിന്റെ മണ്ട ഒക്കെ ചെയ്യാൻ തുടങ്ങി, കൃഷിയൊക്കെ ഉണങ്ങാൻ തുടങ്ങി എന്ന് മാത്രമല്ല പിന്നെ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കോരി കുടിച്ചാ ചൊറിയാൻ തുടങ്ങി, കുടിച്ചാ പുകയുക, ഉള്ളിൽ ചെന്നാൽ ഒരു തരം പുക, ആകെ കൂടി അസ്വസ്ഥത വയറിന്റെ ഉള്ളിൽ. ഇനി അതുകൊണ്ട് കുളിച്ചാലോ ചൊറിഞ്ഞു പൊട്ടി അവിടെയും ഇവിടെയും ചെറിയ കുരുവും അതുപോലെ തന്നെ ചൊറിയുമൊക്കെ ഇളകാൻ ആരംഭിച്ച് ഭക്ഷണം പാകം ചെയ്താൽ അത് കേടുവരിക. ആ വെള്ളത്തിൽ നല്ല ഭക്ഷണം പാകം ചെയ്താൽ ഒരു 2 മണിക്കൂർ പോലും അത് നിൽക്കുന്നില്ല. 2-3 മണിക്കൂർ കഴിഞ്ഞാൽ അവർ പാകം ചെയ്ത ഭക്ഷണം ചീഞ്ഞതുപോലെ അല്ലെങ്കിൽ അളിഞ്ഞതുപോലെ ഒരു പ്രത്യേകമായ ഒരവസ്ഥയിലേക്ക് എത്തുക. അപ്പൊ അവര് ഇത് സംഗതി മനസ്സിലായി, വെള്ളമില്ല, ഉള്ള വെള്ളമാണെങ്കിൽ ഇങ്ങനെയായിട്ട്. അപ്പൊ അവസാനം അവർ തീരുമാനിച്ചത് നമ്മുടെ എന്താ ഇങ്ങനെ വെള്ളം തീരാ എല്ലായിടത്തും ഇങ്ങനെ ഇരിക്കുന്നു, 5 കിലോമീറ്റർ അപ്പുറം വെള്ളമുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിൽ എന്താ സംഭവിച്ചത്? ഇപ്പറഞ്ഞ് ഈ കോള കമ്പനിക്കാരൻ കിട്ടാവുന്ന വലിയ ജനറേറ്റർ കൊണ്ടുവന്ന് മെഷീന് വെച്ചിട്ട് മെഗാവാട്ട് ശേഷിയുള്ള മോട്ടോർ ഉപയോഗിച്ച് ലക്ഷോപലക്ഷം ലിറ്റർ വെള്ളമാണ് ഭൂമിക്കടിയിൽ നിന്ന് അവിഹിതമായി അനാശാസ്യമായി വലിച്ചെടുത്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഈ പെപ്സി ഒരു കോള ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കലുകളെ രാസവളമാണ് എന്ന് പറഞ്ഞ ആ പാവം ഗ്രാമീണർക്ക് കൊടുത്ത് അതവരുടെ വയലുകളിലും പച്ചക്കറിത്തോട്ടങ്ങളിലും തെങ്ങിന്റെ താഴെയുമൊക്കെ കൊണ്ടുപോയിട്ടപ്പോ അതും ചെയ്യാൻ തുടങ്ങുകയും സ്വന്തം വെള്ളവും മണ്ണും ജീവിതവുമൊക്കെ പ്രതിസന്ധിയിലായ ഒരു ഘട്ടത്തിലാണ് അവിടെയുള്ള സഹോദരിമാർ, അവിടെയുള്ള മൈലമ്മ എന്ന് പറയുന്ന അമ്മ, എഴുത്തും വായനയൊന്നും അറിയില്ല, നിരക്ഷരയായിരുന്നു അവർ. കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടി കുട കൊടുത്തിട്ട് സമരത്തിന് വന്നു. യഥാർത്ഥത്തിൽ മൈലമ്മ നടത്തേണ്ട സമരമായിരുന്നില്ല അത്, അവിടുത്തെ CPM നടത്തേണ്ട സമരമായിരുന്നു, കോൺഗ്രസ് നടത്തേണ്ട സമരമായിരുന്നു, അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തേണ്ട സമരമായിരുന്നു. എന്തേ അവരെ ആ സമരത്തിൽ കാണാതെ പോയത്? സമരത്തിൽ ആദ്യം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, മൈലമ്മയുടെയും കാച്ചിമടയിലെ കോളവിരുദ്ധ സമര സമിതിയുടെയും സമരത്തിന് എതിരായിരുന്നു ഈ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം എന്നുള്ളത് വളരെ വലിയ ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ വരുന്നു. ആ സമരത്തെ ജനകീയമായി കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ആദ്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആയിരുന്നു. നിങ്ങൾ അതിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുക. അവിടെയുള്ള ചില ഗ്രൂപ്പുകളും അവിടെയുള്ള അല്ലറ ചില്ലറ സംഘടനകളുടെയും പക്ഷത്തു നിന്ന് ആ സമരത്തെ കേരളത്തിന്റെ പൊതുസാമൂഹിക മണ്ഡലങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആയിരുന്നു. മാധ്യമരംഗത്ത് നിന്ന് ആ സമരത്തെ കേരളത്തിന്റെ മുമ്പിൽ കരുത്തോടുകൂടി അഡ്രസ് ചെയ്തത് ലക്ഷോപലക്ഷം വരുന്ന പരസ്യങ്ങളെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് കാച്ചിമടയിലെ മൈലമ്മയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോളവിരുദ്ധ സമരത്തെ കേരളത്തിന് മുമ്പിലേക്ക് പകർത്തിക്കൊണ്ടുവന്നത് മാധ്യമ ദിനപത്രമായിരുന്നു. പിന്നീട് ഈ സമരം അന്താരാഷ്ട്രപരവും ദേശീയപരവുമായി ശ്രദ്ധ പിടിക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ കുത്തക കമ്പനികളിൽ ഒന്നായ കോളക്കെതിരെ നടക്കുന്ന സമരം അന്താരാഷ്ട്ര തലത്തിലേക്ക് ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്ത സന്ദർഭത്തിൽ ജനങ്ങൾ ആ സമരത്തെ ശക്തമായി മുന്നോട്ട് നയിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നതും മുഖ്യധാരാ മാധ്യമങ്ങൾ അതിനെ അഡ്രസ് ചെയ്യാൻ തുടങ്ങിയത് എന്നുള്ളത് അന്നത്തെ സംഭവങ്ങളെ പരിശോധിക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഇന്ത്യയിലെ നമ്പർ 1 മുതലാളിമാരുടെ താൽപര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പെട്രോളിന് വിലയിടാനുള്ള അധികാരം ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് സ്വകാര്യ കമ്പനികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഇന്ത്യയുടെ പാർലമെന്റ്, പ്രത്യേകിച്ച് UPA സർക്കാർ. എന്തിനാ ഇതിങ്ങനെ ചെയ്തു കൊടുത്തത്? കോൺഗ്രസിന് ആരോടാണ് പ്രതിബദ്ധതയുള്ളത്? അംബാനിയോടാ? അതല്ല ഈ രാജ്യത്തെ ജനങ്ങളോടാണോ? ജനാധിപത്യ സംവിധാനങ്ങളാണോ പ്രതിബദ്ധത കാണിക്കേണ്ടത്? അതല്ല കോർപ്പറേറ്റ് കമ്പനികളോടാണോ പ്രതിബദ്ധത കാണിക്കേണ്ടത്? നിങ്ങൾക്കറിയാലോ, ആണവ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ നമ്മുടെ മുമ്പിൽ നടക്കാത്ത ചർച്ച ഇപ്പൊ കൂടംകുളമേ നമ്മുടെ മുമ്പിലുള്ളൂ. കൂടംകുളം ആണവ പദ്ധതി. ഈ കൂടംകുളം ആണവ പദ്ധതിയെ സമർത്ഥമായി കൈകാര്യം ചെയ്യുന്നതിനാണ് മുല്ലപ്പെരിയാർ ഒരു ഭാഗത്തുകൂടി ഇറക്കുമതി ചെയ്യപ്പെട്ടത് എന്നുപോലുമുള്ള അവകാശവാദങ്ങൾ ഇപ്പോൾ പുനർവായനകൾ നടക്കുന്നുണ്ട്. കാളെന്തിനാ വാലുപൊക്കാന്ന് ചോദിച്ചാൽ കുറെ കഴിഞ്ഞാലേ തിരിച്ചറിയുള്ളൂ. നമ്മൾ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യും, ഇതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ടകൾ ഉണ്ടാകും, കൃത്യമായ താല്പര്യങ്ങളുണ്ടാകും. നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ, കേരളത്തിലെ രാഷ്ട്രീയ മാധ്യമ മേഖലയിലെ എല്ലാ ഉള്ളു പൊള്ളയാണ് എന്ന് നമ്മൾ വായിച്ചെടുത്ത അപൂർവ സമര സംഭവങ്ങളിൽ ഒന്നായിരുന്നു മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടാൻ പോവുക, അണപൊട്ടുന്ന ആശങ്ക എന്ന് പറഞ്ഞ് കേരളത്തിലെ ചാനലുകളും അതുപോലെ തന്നെ കേരളത്തിലെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിടിയാതെ മുമ്പിൽ എന്നിട്ട് നമ്മളോട് പറഞ്ഞു ഉടനെ തന്നെ പുതിയ ഡാം വേണമെന്ന്. ആയിക്കോട്ടെ, ഡാം എന്ന് പറഞ്ഞാൽ പൊട്ടി വിടുന്ന പോലെ ഇന്ന് രാവിലെ എടുത്തിട്ട് നാളെ രാവിലെ എടുത്തിട്ട് കിട്ടാൻ
ഉണ്ടാവുന്നൊരു സാധനമില്ലല്ലോ. പുതിയൊരു ഡാം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ പോലും 10-20 കൊല്ലം പിടിക്കും. 10 കാരണം ഇന്ത്യയിലെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും കാരണം അപ്പോഴേ അവർക്ക് ലാഭം ഉണ്ടാവുള്ളൂ. വളരെ പെട്ടെന്ന് നിർമ്മിച്ചതിന് ലാഭം അല്ലാതെ കിട്ടില്ല. അതുകൊണ്ട് കാലാകാലവും അതിനെ വർദ്ധിപ്പിച്ച് നാണയപ്പെരുപ്പം കൂടിയ വിലയും സിമെന്റിന് വില കൂടി, കല്ലിന് വില കൂടി, മണലിന് വില കൂടി, തൊഴിലാളിക്ക് വില കൂടി എന്ന് പറഞ്ഞ് എസ്റ്റിമേറ്റ് തുക കോടാനുകൂടികൾ കൂട്ടിയെടുക്കണമെങ്കിൽ പറഞ്ഞ കാലാവധിക്ക് ഒരു സംഗതിയും നടക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ആളുകൾ വെച്ചിട്ടുള്ളത്. പുതിയ ഡാം വേണം എന്ന് പറഞ്ഞു. അമ്മ ശെൽവിക്കാണെങ്കിൽ ഒരു കുലുക്കമില്ല. അമ്മ ശെൽവിയും അപ്പുറത്തെ ദ്രാവിഡ പെരിയോറുമൊക്കെ കൂടി നിന്നിട്ട് പറഞ്ഞു. അവർക്കും പ്രശ്നം രാഷ്ട്രീയമായിരുന്നു. അല്ലെങ്കിലും തമിഴ്നാടിന്റെ മുമ്പിൽ കേരളത്തിന് മുഖ്യ കാരണം ഇതിന്റെ വലിയൊരു രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് തമിഴ്നാടിൽ ഉള്ളത് അവിടുത്തെ സ്റ്റേറ്റ് അവിടുത്തെ സംഘടനകളാണ്. അതേസമയം CPM മുതൽ കോൺഗ്രസ് മുതൽ BJP വരെ ദേശീയ സംഘടനകളാണ്. അവിടെ DMKയും അണ്ണാ DMKയും ഇന്ത്യയുടെ താല്പര്യങ്ങൾ നോക്കേണ്ടതില്ല. ഹിന്ദി ബോർഡ് അവിടെ വെക്കാൻ പറ്റൂല. ഇംഗ്ലീഷ് ഭാഷ അവർക്ക് പറ്റൂല. ഇന്ത്യയിലെ ഹോളിവുഡ് സിനിമകൾ പോലും അവിടെ ഇറങ്ങുക ഇംഗ്ലീഷ് തമിഴിലാക്കിയും കൊണ്ടാ. കാരണം അത്രമാത്രം വൈകാരികമായ ഒരു തരത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴന്മാർ എന്ന് പറയുന്നത് വലിയ വൈകാരികമായ ഒരു ജനതയാണവർ. ആ ജനത അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തമിഴ്നാടിന്റെ കാര്യമാണ് വലുത്. പിന്നെ കേരളം എന്തായി, കർണാടക എന്തായി, അല്ലെങ്കിൽ ഇന്ത്യ തന്നെ എന്തായി എന്നുള്ളത് തമിഴനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രശ്നമാവില്ല. ഇനി ആണെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ ഇന്ത്യയിൽ പെട്ടതാണ് തമിഴ്നാടെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്യണം? ആദ്യമേ ഇടപെടണം. എങ്ങനെ ഇടപെടണം? നമ്മുടെ പ്രധാനമന്ത്രിയുടെയും ഇന്ത്യയുടെ ഫെഡറൽ വ്യവസ്ഥയുടെയും ഒക്കെ ജീർണതകളെ തുറന്നു കാണിച്ച ഒരു സംഭവം കൂടിയായിരുന്നു ഇപ്പറയുന്ന മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. കാരണം ഇതിങ്ങൾ ഇടപെടണം. 2 മുഖ്യമന്ത്രിമാരെയും വിളിച്ചിരുത്തിയിട്ട് പ്രധാനമന്ത്രി സംസാരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് എന്താ? നിങ്ങൾ 2 ആളും ഇരുന്ന് സംസാരിച്ചാൽ മതി, ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല. ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ അമ്മ ശെൽവിയും കൂടി നിങ്ങൾ 2 ആളും കൂടി അവർ 2 ആളും കൂടി എങ്ങനെയാ ഇരിക്കേണ്ടത്? ആരാണ് അവരെ ഇരുത്തേണ്ടത്? അതിനാണല്ലോ കേന്ദ്രം എന്ന് പറയുന്നത്. കേന്ദ്രമാണ് അവരെ വിളിപ്പിക്കേണ്ടത്. എന്നിട്ട് 2 പേരെയും ഇരുത്തണം. വസ്തുതാപരമായിട്ട് സത്യസന്ധമായിട്ട് ഇടൻ അജണ്ടകളും ഒളി അജണ്ടകളും ഇല്ലാതെ കാര്യങ്ങളെ സത്യസന്ധമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് എന്താണോ ഗുണകരമായ നടപടി അതിലേക്ക് എത്തുന്നതിന് വേണ്ടി 2 മുഖ്യമന്ത്രിമാരെയും നയിക്കുക എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ചുമതല എന്ന് പറയുന്നത്. പെട്രോളിയം വിലവർദ്ധനവിനെ കുറിച്ച് പറഞ്ഞപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് അങ്ങനെ തന്നെയായിരുന്നു. അത് വിപണി തീരുമാനിക്കും, നമുക്കതിൽ ഇടപെടാൻ പറ്റൂല. വിലക്കയറ്റം തടയാമെന്നും പറഞ്ഞപ്പോൾ ഗവൺമെന്റിന്റെ പണിയിൽപ്പെട്ടതല്ല. അത് വിപണിയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാ. അതെന്താണോ സംഭവിക്കുന്നത് അങ്ങനെയാണ് നടക്കുക. ഇങ്ങനെയൊക്കെ പറയാൻ നമുക്ക് പ്രധാനമന്ത്രി വേണോ? ഇങ്ങനെയൊക്കെ പറയാൻ നമുക്ക് ഭരണകൂടങ്ങൾ ആവശ്യമുണ്ടോ? മുല്ലപ്പെരിയാറാണെങ്കിലും ശരി, പെട്രോളിയത്തിന്റെ വിലവർദ്ധനവാണെങ്കിലും ശരി, അതിൽ ഇടപെടുകയും അതിനെ നിയന്ത്രിക്കുകയും അതിൽ രാഷ്ട്രത്തിന്റെ പരമാധികാരവും അതിന്റെ താല്പര്യങ്ങളെയും ശരിയായ രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയ ഇന്ത്യയുടെ കേന്ദ്ര ഗവൺമെന്റിൽ ആര് ഭരിച്ചാലും. ആരാണോ കേന്ദ്രം ഭരിക്കുക, കോൺഗ്രസോ BJPയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി എന്നുള്ളതല്ല. കേന്ദ്രം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കേരളത്തിന്റെ പ്രശ്നവും തമിഴ്നാടിന്റെ പ്രശ്നവും കാശ്മീരിന്റെ പ്രശ്നവും ആസാമിന്റെ പ്രശ്നവും ഗുജറാത്തിന്റെ പ്രശ്നത്തിന്റെയും ഒക്കെ നീതിയുടെ ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ട് ധാർമ്മികമായ അടിത്തറകളിൽ നിന്നുകൊണ്ട് പൊതുവായ രാജ്യ താല്പര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷേ ശെൽവിയെ പിണക്കാൻ, കരുണാനിധിയെ പിണക്കാൻ ഇവിടുന്ന് ആകെ 19 MP പോവുക. അവിടുന്നാണെങ്കിലോ 10-40 ജയിച്ചു പോകുന്നുണ്ട്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്ന മുല്ലപ്പെരിയാറിനെ ഒരുമിച്ച് നിന്നു എന്ന് നമുക്ക് തോന്നുന്ന, അതും തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്ന് കരുതില്ല. പിറവം തെരഞ്ഞെടുപ്പ് അങ്ങനെ ചിദംബരം അങ്ങനെ ഒരു വെടിവെട്ടിച്ചല്ലോ തമിഴ്നാട്ടിലെ പരിപാടിയിൽ. അവിടെ പിറവം തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് വേറെ മരുന്നൊന്നും കൊടുത്ത രാഷ്ട്രീയക്കാരുടെ കയ്യിലില്ല. അപ്പൊ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും 2 മുന്നണികളും അടിസ്ഥാനപരമായ വിഷയങ്ങളെ സമീപിക്കുന്നതിന് പകരം നമ്മുടെ PJ ജോസഫ് ആരാ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഉറക്കം വരുന്നില്ല. 30 ലക്ഷം ആളുകൾ ഓർത്തിട്ട് ഇപ്പൊ ഉറങ്ങുന്നുണ്ടോ നമുക്കറിയില്ല. 30 ലക്ഷം ആളുകൾ കാരണം പൊട്ടുന്ന ആശങ്ക ഇപ്പൊ തന്നെ നിലനിൽക്കുന്നുണ്ടല്ലോ. എങ്ങനെ അവർക്ക് ഉറക്കാൻ കഴിയുന്നത്? പക്ഷേ ദീർഘവീക്ഷണവും സൂക്ഷ്മതയും ശരിയായ കാഴ്ചപ്പാടുകളുമില്ലാതെ വൈകാരികവും രാഷ്ട്രീയപരവുമായ മലക്കം മറിച്ചതിന്റെ താളങ്ങളിൽ നിന്നുകൊണ്ട് കേവല അഭിപ്രായങ്ങൾ പറയുകയും മാധ്യമങ്ങൾ ഒന്നായിട്ട് എത്ര ശക്തമായിട്ടാണ് മാധ്യമങ്ങൾ. അതുകൊണ്ട് ഇപ്പൊ മാധ്യമങ്ങളുടെ വല്ല ചർച്ചയുണ്ടോ? മാധ്യമങ്ങളെ വായിച്ചെടുക്കാൻ പറ്റണം. മുല്ലപ്പെരിയാർ എപ്പോഴും അങ്ങനെ തന്നെ കിടണ്ടല്ലോ. നിങ്ങളെന്ത് നിർത്തിയ ചർച്ച എപ്പോഴും കൊണ്ടുവരണല്ലോ. അങ്ങനെ കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? കേരളത്തിനനുസൃതമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അതിനെ വൈകാരികമായ തലത്തിലേക്ക് അതിനെ സംവദിക്കാൻ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വിട്ടത്? നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ എങ്ങനെയാണ് വിഷയങ്ങളെ സമീപിക്കുന്നത് എന്നുള്ളതിന് മുല്ലപ്പെരിയാർ പോലെ തന്നെ മികച്ച ഉദാഹരണങ്ങളിൽ നിന്നാണ് നേരത്തെ ഇവിടെ പ്രതിപാദിക്കപ്പെട്ട ലവ് ജിഹാദ്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ടെററിസമാണ്.
അങ്ങനെയാണ് പറഞ്ഞത്. ഹോളി വാർ എന്നൊക്കെയാണ് അതിന് അർത്ഥം കൊടുത്തിട്ടുള്ള ഓറിയന്റലിസ്റ്റുകളും യൂറോപ്യന്മാരും ഒക്കെ. വിശുദ്ധ യുദ്ധം എന്നൊന്നും ജിഹാദിന്റെ പേരാണ്. ജിഹാദിന് അറബിയിൽ ജിഹാദ് നല്ല യുദ്ധത്തിന് പറയാം, ഖിതാൽ എന്ന. ഖുർആനിൽ ജിഹാദ് പറഞ്ഞിട്ടുണ്ട്. ജിഹാദ് എന്ന് പറഞ്ഞ ആത്മത്യാഗമാണ്, ധർമ്മത്തിന് വേണ്ടിയുള്ള അതികഠിനമായ പരിശ്രമങ്ങളാണ്, ഉജ്ജ്വലമായ ത്യാഗമാണ് ജിഹാദ് എന്ന് പറയുന്നത്. അതേ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹം, ഒരു വിഭാഗം ഒരു താല്പര്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ കാഴ്ചപ്പാടുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം ഉയർത്തു കുളിച്ച് ത്യജിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് ജിഹാദ് എന്ന്, ധർമ്മസമരം എന്ന് എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ ധർമ്മസമരം എന്നാ അതിന് പറയാം. മലയാളത്തിൽ അതിന് വല്ല ഒരു അർത്ഥം കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിനെ യുദ്ധമാണ്, അത് ടെററിസമാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ വധിക്കപ്പെടുന്നവർക്ക് സ്വർഗം കിട്ടുന്നൊക്കെ എല്ലാ വേദങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ എന്താണ് ഉപനിഷത്ത് വായിച്ചു നോക്കും നിങ്ങൾ. ഗീത കുരുക്ഷേത്ര യുദ്ധത്തിലാണല്ലോ ഗീത അവതരിപ്പിക്കപ്പെട്ടത്. നമ്മളിങ്ങനെ വേദങ്ങളൊക്കെ ഭയങ്കര സമാധാനമാണെന്നൊന്നും പറയണ്ട. യുദ്ധക്കളത്തിലാ ഗീത ഇറങ്ങിയത്. എന്നിപ്പോ യുദ്ധക്കളത്തിലിറങ്ങിയ ഗീത ഏതോ ആശ്രമത്തിൽ സന്യാസി ധ്യാനം ജപിക്കുമ്പോ അവിടെ ഇറങ്ങിയാ പോരെ ഗീത. അതിന് പകരം കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഘട്ടത്തിലാണ് ഗീത അവതരിപ്പിക്കപ്പെടുന്നത്. എന്ത് അവതരിപ്പിക്കപ്പെടാണ്ടായ കാരണം? പാണ്ഡവരും കൗരവരും തമ്മിലുള്ള സംഘടന നടക്കും. ഒന്ന് ഭൂരിപക്ഷം, ഒന്ന് ന്യൂനപക്ഷമാണ്. മതോ സാമുദായിക അടിസ്ഥാനത്തിലല്ല. പാണ്ഡവർ ന്യൂനപക്ഷവും കൗരവർ ഭൂരിപക്ഷമായിരുന്നു. ശ്രീകൃഷ്ണന്റെ പക്ഷം ന്യൂനപക്ഷമായിരുന്നു. സായുധമൊന്നുമില്ല. ഫ്രാൻസിന്റെ വിമാനവും ഇസ്രായേലിന്റെ ആയുധവും അമേരിക്കന്റെ ബോംബൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമല്ല യുദ്ധം നടക്കുന്നത്. കയ്യിലുള്ളതൊക്കെ തന്നെയുള്ളൂ. പക്ഷേ കൗരവന്മാരുടെ പക്ഷത്ത് അതൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇന്ന് സായുധ മത്സരം നടക്കുന്ന കാലായത്. പ്രവാചകന്മാരും പുണ്യപുരുഷന്മാരും ഒന്നും സായുധ ഭീകരത കൊണ്ടും ആയുധ മത്സരം കൊണ്ടൊന്നുമല്ല സംഗതികൾ ജയിച്ചത്. ശ്രീകൃഷ്ണൻ ജയിച്ചത് ആയുധത്തിന്റെ കരുത്തുകൊണ്ടൊന്നുമല്ല. മുഹമ്മദ് നബി ബദർ യുദ്ധം വിജയിച്ചത് ഏതെങ്കിലും അർത്ഥത്തിൽ ആയുധത്തിന് പൊട്ടിയ വാളും ഉടന്തന ഒട്ടകങ്ങളും അതുപോലെ തന്നെ പട്ടിണി കിടക്കുന്ന ആളുകളുമാണ് യുദ്ധത്തിന് വന്നത്. അതേസമയം അപ്പുറത്തുള്ളവർ കിടാകിടിയന്മാരായിരുന്നു. നല്ല മൊസാദിന്റെയും CIA-യുടെയും FBI-യുടെയും ISI-യുടെയും RSS-ന്റെയും ഒക്കെ പിൻബലമുള്ള മികച്ച സൈന്യങ്ങളായിരുന്നു അപ്പുറത്ത് അണിനിരുന്നത്. പക്ഷെ അതിനോട് പോരാടുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ആയുധങ്ങൾ കൊണ്ട് സംസാരിക്കാനാണ് ലോകത്തെ രാജ്യങ്ങളൊക്കെ. ഇന്ത്യ പോലും 70,000 കോടി രൂപയുടെ ആ വിമാന യുദ്ധക്കച്ചവടമാണ്, വിമാന കച്ചവടമാണ് ആന്റണി സർക്കാർ ഇപ്പോൾ ഫ്രാൻസുമായി നടത്തിയിട്ടുള്ളത്. അമേരിക്ക മറുപടിയും കൊണ്ടിരിക്കുന്നുണ്ട്, ബ്രിട്ടനും യൂറോപ്പും ഒക്കെ മറുപടിയും കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെന്താ ഞങ്ങളോട് കച്ചവടം നടത്താൻ അവിടുന്ന് വാങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ട്. എന്തിനാണ് യുദ്ധവിമാനങ്ങൾ? ഇത്രയും യുദ്ധവിമാനങ്ങൾ വാങ്ങിയിട്ട് ഇവിടുത്തെ പട്ടിണി ദാരിദ്ര്യം. ഇന്ത്യയുടെ ഗ്രാഫുകൾ വേറെ പരിശോധിക്കണം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്ന ആളുകളുള്ളത് ഇന്ത്യ രാജ്യത്ത്, ആഫ്രിക്കയിലൊന്നുമല്ല. ആഫ്രിക്കയിലെ ഉഗാണ്ട, ബറുണ്ടി, സോമാലിയ, അതിനേക്കാൾ അപകടകരമായ ഗ്രാഫിലാണ് ഇന്ത്യയിലെ പട്ടിണി. 40-60% വരുന്ന ജനങ്ങൾ 2 നേരം ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ക്ഷയരോഗികൾ താമസിക്കുന്ന നാടാണ് ഇന്ത്യ. തൊഴിലെടുക്കുന്ന കുട്ടികളിലെ 40% ഉള്ള നാടാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ സഹോദരിമാർ തൊഴിലെടുക്കുന്ന പ്രദേശമാണ് ഇന്ത്യ. പെണ്ണുങ്ങളെ പണിയെടുക്കുക എന്ന് പറയും. ഇത് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പണിയെടുക്കുന്നു എന്നുള്ളതല്ല. ഗ്രാമങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ കടന്നു വരിക. ഈ അമ്മമാർ, സഹോദരിമാർ, ഇണകൾ വിറകുവെട്ടിയും കാലിയെ വീഴ്ചും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ വെന്തുരുകി പണിയെടുത്തും ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ പണിയെടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇത്രയും ഗതികെട്ട ഒരു രാജ്യം, അതിന്റെ എത്രമാത്രം സമ്പത്താണ് യുദ്ധക്കമ്പോളത്തിൽ കൊണ്ടുപോയി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കും പാകിസ്ഥാനും ആയുധം കിട്ടത് അമേരിക്ക കേട്ടോ. രണ്ടാളും കൂട്ടാളിയാണ് അമേരിക്ക. അതിനേക്കാണോ വലിയ രസമാണ്. കേട്ടാൽ നമുക്ക് ചിരി വരും. അലി സർദാരിക്ക് ആയുധം കൊടുക്കുന്നത് അമേരിക്കയാണ്. ആന്റണിക്കും ആയുധം കൊടുക്കുന്നത് അമേരിക്കയാണ്. അങ്ങനെ അവിടേക്ക് F-16 കൊടുക്കും. അപ്പൊ ഇവിടെ 26 തരും. അപ്പൊ അവിടുന്ന് അവർ ചോദിക്കും, അമേരിക്ക, യൂറോപ്പ്, പാകിസ്ഥാൻ പറയും ഇന്ത്യക്ക് 26 കൊടുത്താൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ? അപ്പോൾ 28 ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയും. എന്നാലേ 26 തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 28 അവിടെ കൊടുക്കും. അപ്പൊ 28 കൊടുക്കുമ്പോൾ ആന്റണി ഇവിടുന്ന് വീണ്ടും പറയാം, അതിൽ 28 കൊടുത്താൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ 26 ഞങ്ങൾ എന്നിട്ട് അപ്പൊ ഞങ്ങൾക്ക് 30 വേണം. അങ്ങനെ 30 നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങും. പോറ വിമാനം 30 ഡിഗ്രി ശേഷിയുള്ളത്. അപ്പൊ അവിടുന്ന് 32. നല്ല കച്ചവടമല്ലേ ഇത്? ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവടം അരിക്കച്ചവടമല്ല, ആയുധ കച്ചവടമാണ്, യുദ്ധക്കച്ചവടമാണ്, യുദ്ധം ഉത്സവമാണ്. ആ യുദ്ധത്തിന് നേതൃത്വം നൽകുന്നത് ഇസ്രായേലും അമേരിക്കയുമാണ്. ലോകത്തെവിടെയെങ്കിലും യുദ്ധം നടന്നെങ്കിൽ മാത്രമേ ആയുധ കച്ചവടം നടക്കൂ. അതുകൊണ്ട് വ്യക്തികളെ, അതുപോലെ തന്നെ മതസമൂഹങ്ങളെ, രാഷ്ട്രാന്തരീയ സമൂഹങ്ങളെ ഒരിക്കലും ഐക്യപ്പെട്ട് നിൽക്കാൻ ലോക കോർപ്പറേറ്റുകളുടെ അതിന്റെ തലപ്പത്ത് നിൽക്കുന്ന ആയുധ കച്ചവടക്കാർ ഒരിക്കലും മുൻനിൽക്കില്ല. അതുകൊണ്ട് ആയുധ കച്ചവടക്കാർ അമേരിക്കയിലെ ഒബാമയെ കൊണ്ടും അമേരിക്കയിലെ ബുഷിനെ കൊണ്ടും ഇസ്രായേലിലെ ടെൽ അവീവും മൊസാദിനെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്
ആഗോളതലത്തിൽ തന്നെ ഭീകരപ്രവർത്തനങ്ങൾ ഇളക്കിവിട്ട് ആയുധ കച്ചവടം പൊടിപൊടിച്ച് നടക്കുന്നതിന് വേണ്ടിയുള്ള അസമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ, കച്ചവട, സൈനിക, സാമ്പത്തിക താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടത്. പ്രവാചകന്മാർ നയിച്ച യുദ്ധങ്ങൾ അതൊന്നുമല്ല. ഞാൻ അതിന്റെ വാക്യം കേൾക്കുമ്പോഴല്ലോ, അതുകൊണ്ടാണ് ഗീത പറഞ്ഞത്. ശ്രീകൃഷ്ണൻ അർജുനൻ ആയുധമൊക്കെ വെച്ച് തേരിൽ ഇരുന്നു, ഞാനിനി യുദ്ധം ചെയ്യണില്ല. കാരണം ആരോടാ യുദ്ധം ചെയ്യേണ്ടത്? എന്റെ ഗുരു ദ്രോണര്, പിതാമഹൻ ഭീഷ്മര്, അതുപോലെ തന്നെ എന്റെ മുത്തച്ഛൻ ധൃതരാഷ്ട്രര്, എന്റെ ജ്യേഷ്ഠ സഹോദരൻ കർണൻ, എന്റെ മറ്റു സഹോദരന്മാർ ദുര്യോധനൻ, ദുശാസനൻ, ഇവരോടൊക്കെ ഏറ്റുമുട്ടിയിട്ട് എന്ത് നേടിയെടുക്കാനാണ് എനിക്ക് എന്താണ് എനിക്ക് കിട്ടാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ആയുധം അമ്പും വില്ലും ഒക്കെ അവിടെ വെച്ചിട്ട് ഇരുന്നു തീർത്തട്ടിൽ. അപ്പോഴാണ് ശ്രീകൃഷ്ണൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത്, ഹതോവേ പ്രാപ്സ്യസി സ്വർഗം, ജിതോവേ ഭോക്ഷ്യസേ മഹേം, ഹതോവേ പ്രാപ്സ്യസി സ്വർഗം. ഹത്യ ചെയ്യപ്പെട്ടാൽ, യുദ്ധത്തിൽ നീ മരിച്ചാൽ നിനക്ക് സ്വർഗമാണ്. മരണാനന്തര ജീവിതത്തിലെ സ്വർഗ നരകങ്ങളെ കുറിച്ചൊക്കെ എല്ലാ വേദവും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോ പോണില്ല. നീ യുദ്ധത്തിൽ വധിക്കപ്പെട്ടാൽ നിനക്ക് സ്വർഗമാണ്. വർഗീയ, വംശീയ, സാമുദായിക സംഘടനയൊന്നുമല്ല, രാഷ്ട്രീയ സംഘടനയല്ല, ഇന്ത്യ പാക് യുദ്ധമല്ല. ഇത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സംഘടനമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വരിച്ചാൽ, ആ ധർമ്മസമരത്തിൽ നീ മരിച്ചു വീണാൽ ഹതോവേ പ്രാപ്സ്യസി സ്വർഗം, ഹത്യ ചെയ്യപ്പെട്ടാൽ നിനക്ക് സ്വർഗം കിട്ടും. ജിതോവേ ഭോക്ഷ്യസേ മഹേം. ഇനി അതല്ല നീ വിജയിക്കുന്നുവെങ്കിൽ ദുര്യോധനന്റെ വ്യവസ്ഥ പോയി, കംസന്റെ വ്യവസ്ഥ പോയി, ഫറോവന്റെ ക്രമം പോയി, ആ നമ്രൂദിന്റെ ക്രമം പോയി, കുടില വ്യവസ്ഥിതികൾ പോയി. ധാർമ്മികത പുലരുന്ന ഒരു ധർമ്മ വ്യവസ്ഥ ഇവിടെ ഉണ്ടാകും. അതിന് നിങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയും. തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ. രണ്ടാണെങ്കിലും ശരി, യുദ്ധം ചെയ്യലാണ് നിന്റെ ദൗത്യം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ ആയുധമെടുക്കാൻ കൽപ്പിക്കുന്നു. ഞാൻ പറയുന്നത് ഇത് ജിഹാദാണ്. അതാണ് ജിഹാദ്, അതാണ് ധർമ്മസമരം, അതാണ് ത്യാഗം. എന്താണെങ്കിലും ശരി, ഒരു ധർമ്മത്തിന് വേണ്ടി, ഒരു മൂല്യത്തിന് വേണ്ടി വർഗീയ, വംശീയ, സാമുദായിക, ഭാഷ, ദേശ ഇവരുടെ പക്ഷപാതിത്വങ്ങളിൽ നിന്നുകൊണ്ടല്ല, നീതിയുടെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും മാനദണ്ഡങ്ങളിൽ നിന്നുകൊണ്ട്. അതിനു വേണമെങ്കിൽ നമുക്ക് ജിഹാദ് എന്ന് പറയാം. അത് ധർമ്മസമരമാണ്. ആ തലത്തിലൊന്നുമല്ല ലവ് ജിഹാദ് നമ്മുടെ മുമ്പിൽ വന്നത്. അന്നെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നില്ല, നമ്മുടെ മനോരമ പത്രം ഒരു 12 ദിവസം ഇതാ പൊട്ടാൻ വരുന്നു ലവ് ബോംബ്, പൊട്ടാൻ വരുന്നു ലവ് ബോംബ്, ഇവൾ എവിടെയും ഇരയാക്കപ്പെടാം. പെൺകുട്ടിയെ കൊടുത്തിട്ട് പറയാം, ഇവൾ എവിടെയും ഇരയാക്കപ്പെടാം. ലവ് ജിഹാദ് വരാൻ പോകുന്നു. മുസ്ലിം ചെറുപ്പക്കാർ കാശ്മീർ എന്താ മറ്റേ ലഷ്കറെ തൊയ്യബ, ജെയ്ഷെ മുഹമ്മദ്, സിപ്പാഹെ സഹാബ എന്നൊക്കെ പറയുന്ന കുറെ സാധനങ്ങളുണ്ട്. അത്തരം സംഘടനകളുടെ ആളുകൾ കേരളത്തിൽ വരികയും അങ്ങനെ കേരളത്തിലെ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്തിട്ട് ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട സഹോദരി പെൺകുട്ടികളെ, ക്യാമ്പസുകളിലെ പെൺകുട്ടികളെ മതം മാറ്റി തീവ്രവാദികളാക്കി മാറ്റി പാകിസ്ഥാനിൽ കൊണ്ടുപോയി രക്തസാക്ഷികളും ഭീകരപ്രവർത്തകരുമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് വായിച്ചിട്ട് KCBC പ്രമേയം പാസാക്കി, NSS പ്രമേയം പാസാക്കി, SNDP പ്രമേയം പാസാക്കി, RSS അതിനേക്കാൾ ഉച്ചത്തിൽ കുറച്ചുചാടി വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങി. എല്ലാ ആളുകളും കേരള ശബ്ദം, മാതൃഭൂമി സകല പത്രങ്ങളിലും ഒന്നിടിയാതെ ചർച്ചയായിരുന്നു ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ട്. വളരെ രസമായിരുന്നു അന്നത്തെ ചർച്ച. എന്നിട്ട് എന്താ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നു, നിന്റെ കുട്ടിയെ ഒരിവൽ നല്ലവണ്ണം നീ സംരക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തലക്കെട്ട് ഇന്ത്യൻ എക്സ്പ്രസിൽ. എന്നിട്ട് നമ്മുടെ നാസർ മൗദനിയെ പോലത്തെ ഒരാള് പർദ്ദയിട്ട് ഒരു പെണ്ണിനെ കയ്യും പിടിച്ചിട്ട് കൊണ്ടുപോണ ഒരു ചിത്രവും കാർട്ടൂണും വരച്ച് വെച്ചിരിക്കുന്നു. ഇതാ ലവ് ജിഹാദിനെ ഭീകരനാണ് ഈ കൊണ്ടുപോകുന്നത്. ആ കോഴിക്കോട്, അതുപോലെ തന്നെ തിരുവനന്തപുരം, അതുപോലെ തന്നെ കൊച്ചിയിൽ സ്കോർപിയോ, ലാൻസർ, ഹൂണ്ടായി, അതുപോലെ തന്നെ അൾസർ, പൾസർ, ബോക്സർ എന്നൊക്കെ പറഞ്ഞ് എല്ലാ വണ്ടിയും ബൈക്കോട്ട് ഒരുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. 8ഉം 10ഉം 15ഉം ചെറുപ്പക്കാർ അതിനുവേണ്ടിയുള്ള ക്രമപ്രവർത്തമായ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ അകത്തലങ്ങളിൽ, ക്യാമ്പസുകളിൽ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അനവധി പെൺകുട്ടികളെ, 4000-ലധികം പെൺകുട്ടികളെ ഇങ്ങനെ അവർ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് മതം മാറ്റി കൊണ്ടുപോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമയിൽ വലിയ ലേഖനം. ഇതിന്റെ രസം എന്താണെന്ന് വെച്ചാൽ, മനോരമയിൽ ഈ ലേഖനം വന്നതിന് ശേഷം മാതൃഭൂമിയില് കോളം ചെയ്യുന്ന ബൽബീർ പുഞ്ചുണ്ട്, BJPയുടെ MP. മാതൃഭൂമി ജനാധിപത്യ മതേതര പത്രമാണ്. അതുകൊണ്ട് BJPക്കും RSS ഒക്കെ, BJP RSS ഒക്കെ ഭയങ്കര മതേതര ജനാധിപത്യം ഉള്ളൂ. അതുകൊണ്ടായിരിക്കും മാതൃഭൂമിന്റെ കോളങ്ങളിൽ അവർക്ക് ഇടം കൊടുക്കുന്നത്. കാരണം ഗാന്ധിജിയെ കൊന്നവരാണെങ്കിലും ശരി, ബാബരി മസ്ജിദ് തകർത്തവരാണെങ്കിലും ശരി, ഇസ്രായേലിനെയും അമേരിക്കയെയും മൊസാദിനെയും ഒക്കെ കൂട്ടിക്കൊണ്ടുവരുന്നവരാണെങ്കിലും ശരി, അവർക്കൊക്കെ ഇടം കൊടുക്കണമല്ലോ. അതാണല്ലോ ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം എന്ന് പറഞ്ഞ. എന്താണെങ്കിലും ഈ ബൽബീർ പുഞ്ച് ലേഖനം എഴുതലുണ്ട്. ഈ ബൽബീർ പുഞ്ച് ഇന്ത്യൻ എക്സ്പ്രസിൽ ലേഖനം ചെയ്തു ലവ് ജിഹാദിനെ കുറിച്ച്. അപ്പൊ അയാൾക്ക് അതിനുള്ള തെളിവെന്താ? മലയാളത്തിലെ
ഏറ്റവും പ്രശസ്ത പത്രമായ മലയാള മനോരമയിൽ ഇതാ വന്നിരിക്കുന്നു ലവ് ജിഹാദിന്റെ വിഷയം. എന്നിട്ട് മനോരമയിലെ ലവ് ജിഹാദ് ഉദ്ധരിച്ചുകൊണ്ടാണ്, അതിനെ പ്രമാണമാക്കി വെച്ചുകൊണ്ടാണ് ബൽബീർ ഭുഞ്ച് എന്ന് പറയുന്ന ബിജെപിയുടെ MP ദേശീയ പത്രമായ ഇന്ത്യൻ എക്സ്പ്രസിൽ ലവ് ജിഹാദിനെതിരെ ലേഖനമെഴുതി ഇന്ത്യയുടെ മൊത്തം ദേശീയ കമ്പോളത്തിൽ അതിനെക്കുറിച്ചുള്ള ധാരണകൾ പങ്കുവെക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. വളരെ സമർത്ഥമായിരുന്നു അത്. അങ്ങനെ അന്ന് ക്യാമ്പസുകളിൽ മുസ്ലിം പെൺകുട്ടികൾ എന്ന് പറയുന്നവർ, മുസ്ലിം ചെറുപ്പക്കാർ എന്ന് പറയുന്നവർ വളരെ അപകടകരമായ ഇത്തരം പ്രവണതകളെ കാത്തുസൂക്ഷിക്കുന്നവരാണ് എന്നുള്ള മനഃശാസ്ത്രപരമായ ഒരു യുദ്ധം, മനഃശാസ്ത്രപരമായ ഒരു ഒറ്റപ്പെടുത്തൽ. കാരണം പഴയ ഒരവസ്ഥയിൽ നിന്ന് മാറി പഠിക്കുകയും വളരുകയും വികസിക്കുകയും ഒക്കെ ചെയ്യുന്ന വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിലേക്ക് എല്ലാ സമുദായത്തിലെയും പെൺകുട്ടികളെ പോലെ ആൺകുട്ടികളെ പോലെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരും അതുപോലെ തന്നെ വിദ്യാർത്ഥിനികളുമൊക്കെ കടന്നുവന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ നിന്ന് ഇതിൽ ആർക്കെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാണെങ്കിൽ സംഘപരിവാറിനും CIAക്കും മൊസാദിനും മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. കാരണം ഇസ്ലാമിനെ ടെററിസമാക്കി ആഗോളതലത്തിൽ വേട്ടയാടാൻ തീരുമാനിച്ചത് കോൺഗ്രസ് അല്ല, അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു പ്രസ്ഥാനമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഗ്രൂപ്പുകളല്ല. CIAയുടെ തീരുമാനമാണ്, മൊസാദിന്റെ തീരുമാനമാണ്. മൊസാദിന്റെയും CIAയുടെയും മികച്ച പങ്കാളിയാണ് ഇന്ത്യയിലെ സംഘപരിവാർ എന്ന് പറയുന്നത്. സംഘപരിവാരത്തിന് വേണ്ടിയുള്ള വർക്കാണ് ഇന്ത്യയിലെ IB രഹസ്യാന്വേഷണ പോലീസിൽ നല്ലൊരു വിഭാഗം സംഘപരിവാറുമായി ബന്ധപ്പെട്ടവരാണ് എന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിയൊടുക്കുകളെ സൂക്ഷ്മമായി പഠിച്ചറിഞ്ഞ വിദഗ്ധന്മാർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോണില്ല. ഗാന്ധിവധം മുതൽ, ബാബരി മസ്ജിദിന്റെ തകർച്ച മുതൽ, പാർലമെന്റ് ആക്രമണം മുതൽ, ബോംബെ ഹേമന്ത് കർക്കറെ വധിക്കപ്പെട്ട ഭീകരാക്രമണത്തെ അടക്കം സൂക്ഷ്മമായിട്ട് നിങ്ങൾ വിശകലനം ചെയ്യുക. ഓരോ ഭീകരാക്രമണങ്ങളും വളരെ അപകടകരമായ താൽപര്യങ്ങളെ പിന്നിൽ വെച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണകൂടങ്ങളും രഹസ്യാന്വേഷണ പോലീസും ഇന്ത്യയിലെ സംഘപരിവാരവും ഒരുമിച്ച് നടത്തിയ പൊറാട്ട് നാടകങ്ങളായിരുന്നു എന്ന് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുനർവായനകൾ നമ്മുടെ മുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭീകരാക്രമണവും കേട്ടോ. ഇപ്പോ സെപ്റ്റംബർ 11 പ്രമാദമായ ഭീകരാക്രമണം അതാണല്ലോ. അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെന്റർ, പെന്റഗണ്, വൈറ്റ് ഹൌസിനെ ലക്ഷ്യം വെച്ചിട്ട് 3. ഞാനതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോണില്ല, നിങ്ങൾക്ക് അതിനെ പഠിക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണ സ്ഥാപനം IPH അതുമായി ബന്ധപ്പെട്ടിട്ടൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 11 പിന്നിൽ അമേരിക്ക. നമ്മൾ എഴുതിയതല്ല. അമേരിക്കയിലെ പുതിയ ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ നിഷ്പക്ഷരായ ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരുമൊക്കെ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തെ അനലൈസ് ചെയ്തതിനെ യുക്തിനിഷ്ഠമായി വസ്തുനിഷ്ഠമായി അവര് പറഞ്ഞതും അവരുടെ തെളിവുകളും അവരുടെ പ്രമാണങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നു. ചെറിയൊരു ഉദാഹരണങ്ങൾക്ക് പറഞ്ഞുതരാം. സെപ്റ്റംബർ 11 ഏറ്റവും ഭീകരാക്രമണം വേൾഡ് ട്രേഡ് സെന്റർ ആണല്ലോ. 100 നില കെട്ടിട ഈ സാധനം, 100 നില കെട്ടിടം. ഈ 100 നില കെട്ടിടത്തിന്റെ 80ാം നിലയിലാണ് 2 വിമാനം പോയിട്ടിരിക്കുന്നത്. 2 വിമാനം പോയിട്ടിടിച്ചാൽ 100 നില കെട്ടിടം ഇങ്ങനെ തകർന്നു വീഴുമോ? ഈ കെട്ടിടത്തെക്കുറിച്ച് അതിന്റെ എഞ്ചിനീയർ വിദഗ്ധന്മാർ പറയുന്നത് വെള്ളപ്പൊക്കം ഉണ്ടായാൽ എല്ലാം പുതർന്നാലും ഈ കെട്ടിടത്തിന്റെ തൂണ്, ഈ കെട്ടിടത്തിന്റെ തറ ഉരുകയോ പൊതിരുകയോ അത് പൊളിയുകയോ ചെയ്യില്ല. ഭൂകമ്പം ഉണ്ടായാൽ പോലും ഇളകൂല. അത്രയും നല്ല ഉരുക്ക് അടിത്തറകളിലാണ് അതിന്റെ തറ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ തീപിടുത്തുണ്ടായാലും കെട്ടിടത്തിന്റെ അടിസ്ഥാനങ്ങൾക്ക് അതിന്റെ ബോഡി മാംസം ചീഞ്ഞു പോകുന്നല്ലാതെ അതിന്റെ ബാക്കിയൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കും. തീപിടുത്തം പോലും ഏൽക്കാത്ത രീതിയിലാണ് അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. വലിയ കൊടുങ്കാറ്റടിച്ചാൽ പോലും അത് താഴേക്ക് വീടില്ല. അത്രയും വൈദഗ്ധ്യപൂർണമായ ഒരു കെട്ടിട. എന്നിട്ട് ഇതിലേക്ക് 2 വിമാനം, യുദ്ധവിമാനമൊന്നുമല്ല, ബോംബുകൾ കൊണ്ടുപോയിട്ട് വരുന്ന വിമാനമില്ല. ഈ 2 വിമാനങ്ങൾ വന്നിട്ട് ഇടിച്ചപ്പോ 80ാം നിലയിൽ താഴെ ഇടിച്ചിട്ടാണ് വെച്ചെങ്കിൽ നമുക്ക് മനസ്സിലാവും. കാരണം മരത്തിന്റെ താഴെ വെട്ടിയാൽ ഒന്നായിട്ട് വീടുമല്ലോ. അതേസമയം മരത്തിന്റെ മുകളിൽ ഒരു പക്ഷി വന്നിടിച്ചാൽ മരം ആകെ അടിയോടെ പിഴുതെറിയപ്പെടും. ഒരു പക്ഷി വന്നിട്ട് മരത്തിന്റെ മുകളിൽ ഇടിച്ചു. എന്നിട്ട് നമ്മളോട് പറയുന്ന മരം അടിയോട് മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ മുറിച്ചു മാറ്റപ്പെടും. എങ്ങനെ? ഇടിച്ച പക്ഷി അത്രയും ഭീകരനാണെങ്കിൽ ഈ മരത്തെക്കാൾ വലിയ പക്ഷി, ഈ മരത്തെക്കാൾ കരുത്തുള്ള പക്ഷി, ഈ മരത്തെക്കാൾ 10 മടങ്ങ് പവറുള്ള പക്ഷി, അതാണ് മുകളിൽ ഇടിച്ചു കൂട്ടി വലിച്ചതെങ്കിൽ ഈ മരം വേരോടെ ഇടിഞ്ഞു പൊതിഞ്ഞ് തകരുന്ന കാഴ്ച നമുക്ക് കാണാം. പക്ഷെ ഈ വിമാനം എന്ന് പറഞ്ഞാൽ ആകെ കൂടി 80-90 യാത്രക്കാരെ കൊള്ളുന്ന ഒരു ഇടത്തരം വിമാനം. ഭീകരൻ ജംബോജെറ്റുകളൊന്നുമല്ല. ആ ഒരു വിമാനത്തിന്റെ അപകടം എന്ന് പറയുന്നത് അതിന്റെ വേഗതയും അതിന്റെ ഏവിയേഷൻ ഓയിലുമാണ്. ഈ വിമാനത്തിന്റെ ഓയിലും അതിന്റെ വിമാനത്തിന്റെ വേഗതയിൽ വന്ന് ഇടിക്കുമ്പോൾ ആ വേഗത കൊണ്ട് കെട്ടിടം തകരുക. എന്നാൽ ഈ വിമാനം എത്ര പരമാവധി വേഗതയിൽ വന്നിടിച്ചാലും 100 നില കെട്ടിടത്തെ തകർക്കാൻ മാത്രമുള്ള ഊർജ്ജപ്രവാഹം പ്രവഹിപ്പിക്കാൻ ആ വിമാനത്തിന് സാധ്യമല്ല. അത്രമാത്രം ഊർജ്ജം അതിനില്ല.
ഓരോരുത്തർക്കും ഉള്ള ഊർജ്ജമല്ലേ പുറത്തു കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പൊ അത്രമാത്രം ഊർജ്ജം അതിനില്ല. പിന്നെ അതിന്റെ ഓയിൽ, ആ വിമാനത്തിന്റെ ടാങ്കിൽ കൊള്ളുന്ന ഓയിൽ പുറത്തു വന്നാൽ, കുട്ടിത്തെറിച്ച് പുറത്തു ചാടിയാൽ, അതുകൊണ്ട് ഇത്രയും വലിയ ഒരു കെട്ടിടത്തെ തകർക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, അത് മുകളിൽ 80 നിലയിൽ ഇടിച്ചാൽ എങ്ങനെയാണ് താഴെ ഇടിഞ്ഞു പൊളിഞ്ഞ് തകരുന്നത്? ഇതിനെ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യണം ആളുകൾ പറയുന്നത്. ഈ വിമാനം ഇടിച്ചിട്ടൊന്നുമല്ല ഇത് തകർന്നിരിക്കുന്നത്. നിങ്ങള് സത്യം ഇപ്പോഴും യൂട്യൂബിൽ കാണാം ഈ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന ചിത്രങ്ങൾക്ക്. അതൊക്കെ അവിടെ ഉണ്ട്, കിടക്കണുണ്ട്. നിങ്ങൾ നോക്കൊണ്ടോ, ആ കെട്ടിടമായിട്ട് ഇങ്ങനെ പൊട്ടിച്ചതറല്ലേ ചെയ്ത്, അടിയിൽ പൊട്ടിയതുപോലെ അങ്ങോട്ട് ഇരിക്കുകയാണ്, താഴേക്ക് അമർന്നിരിക്കുകയാണ്. താഴേക്ക് അമർന്നിരിക്കണമെങ്കിൽ താഴെ ആദ്യം പൊട്ടണം. താഴെ കാല് വെട്ടിയാലാണ് നമ്മളിത് കിടക്കണമെന്ന് പറയാ. അല്ല തല വെട്ടിയാൽ നമ്മൾ അങ്ങനെ ഒന്നായിട്ട് ഇങ്ങോട്ടാ വീട്, ഇങ്ങനെ അങ്ങോട്ട് ഇരുന്ന് വീടില്ല, 4 ഭാഗത്തേക്കും പൊട്ടിത്തെറിച്ചിട്ട് വീടുക ചെയ്യുക. അതേസമയം ഈ കെട്ടിടം ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായി അതിന്റെ 20, 25, 10, 15, 30, 40 ഓരോ നിലകളിലും കൃത്യമായി സ്ഫോടന സാമഗ്രികൾ ഒരുക്കുകയും ആ സ്ഫോടനത്തിന്റെ ആഘാതത്തിലാണ് ഈ കെട്ടിടം തകർന്ന് തരിപ്പണമാവുകയും ചെയ്തത്. അതല്ലാതെ മുകളിൽ ഒരു വിമാനം ഇടിച്ചിട്ടല്ലേ. ആ വിമാനത്തിൽ ഒരൊറ്റ അഫ്ഗാൻകാരനുണ്ടായിരുന്നില്ല. അമേരിക്ക പറഞ്ഞു നിങ്ങൾക്ക് മുമ്പിലുണ്ടാവും. എന്നിട്ട് ആ അഫ്ഗാനും അൽ ഖായിദയുമാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്ന് പറഞ്ഞിട്ടാണ് ഇറാഖിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഭീകരയുദ്ധവുമായിട്ട് മിസ്റ്റർ അമേരിക്ക കടന്നു വന്നത്. ജോർജ് ബുഷ് ഒന്നാമത്തെ ഒരു വിമാനം, അങ്ങനെ ഇനി വേറെയും കുറെ ഉണ്ട്, എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല നിങ്ങളുടെ മുമ്പില്. ഒരു വിമാനം ഒരേ സമയത്ത് 3 വിമാനങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് അക്രമം നടത്തിയതാണെങ്കിൽ CIA അറിഞ്ഞില്ല, FBI അറിഞ്ഞില്ല, പെന്റഗൺ അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും പുട്ടോണം പോലീസും ഒന്നും അറിഞ്ഞില്ല എന്ന് നമുക്ക് പറയാമായിരുന്നു. 1.5 മണിക്കൂർ ഇടവിട്ടാണ് 3 വിമാനങ്ങൾ വിമാനത്താവളങ്ങളിൽ നിന്ന് പാറിപ്പൊങ്ങി ഈ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണത്തിന് അയച്ചു എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് ഈ 3 വിമാനങ്ങൾ റൺവേ വിട്ട് റൺവേയും റൂട്ടും തെറ്റി പാറിയിട്ട് ആരും അറിഞ്ഞില്ല. CIA അറിഞ്ഞില്ല. ലോകത്തിലെ മികച്ച രഹസ്യാന്വേഷണ ഗുണ്ടാ സംഘങ്ങളെ പോറ്റുന്ന CIA, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ മൊസാദ്, രഹസ്യാന്വേഷണ സംവിധാനമുള്ള FBI, സൈനികാസ്ഥാനത്തിരിക്കുന്ന പെന്റഗണിലെ മേലുദ്യോഗസ്ഥന്മാർ, അവർക്കത് അറിയാതിരിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? അവരാദ്യം തീരുമാനിച്ച പ്രോഗ്രാമാകണം ഇത്, അല്ലാതെ അറിയില്ല എന്നവർ തീരുമാനിക്കണം. അതുകൊണ്ട് ആ ജോർജ് ബുഷ് ഒരു സ്കൂൾ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആരോ വന്നിട്ട് പറഞ്ഞത് ആ പെന്റഗണിന്റെ ഇവിടെ ഇങ്ങനെ ഒരു വിമാനം മുട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് സാരില്ലാന്ന് പറഞ്ഞു വീണ്ടും. ഇത് യഥാർത്ഥത്തിൽ ഇത് വലിയൊരു സംഭവമാണെങ്കിൽ അപ്പൊ ഉടനെ ക്ലാസ്സൊക്കെ നിർത്തിവെച്ച് അടിയന്തരമായിട്ട് വരൂലേ. എന്നിട്ട് മൂപ്പര് പോയിട്ട് ക്ലാസ് എടുത്തു, കുട്ടികളുമായിട്ട് സല്ലപിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് 3 സ്ഥലത്തും ആക്രമണം കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചു വരുന്നത്. അതിനേക്കാൾ രസമുള്ളൊരു വാർത്ത ഒന്നുണ്ടായിരുന്നു. അവിടെ വേൾഡ് ട്രേഡ് സെന്ററിൽ പണിയെടുക്കുന്ന യഹൂദന്മാരുണ്ട്, ഇസ്രായേലുകൾ. അവരൊക്കെ ഒന്ന് ലീവായിരുന്നു, ലീവായിരുന്നു. ഒരൊറ്റ ഇസ്രായേലിൽ മരിച്ചിട്ടില്ല. അപ്പൊ ഇസ്രായേലുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് മൊസാദ് വിവരം തന്നിരുന്നു. മൊസാദ് വിവരം കൊടുക്കണമെങ്കിൽ പൊട്ടിച്ചത് അവരായിരിക്കണം. മൊസാദ് അറിയാതെ CIA അറിയാതെ അത് പൊട്ടിയിട്ടുണ്ടാവില്ല. അതാണല്ലോ അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഒരൊറ്റ യഹൂദൻ മനോരമയിലടക്കം വന്ന് വന്നിരുന്നു. അത് ഇസ്രായേലിന്റെ മൊസാദിന്റെ ആളുകൾ യഹൂദന്മാരാണ് അമേരിക്ക നിയന്ത്രിക്കാൻ. വേറെ പഠിക്കണം. യേശുവിനെ കുരിശിലേക്കാൻ തീരുമാനിച്ച, യോഹന്നാ പ്രവാചകനെ എറിഞ്ഞുകൊല്ലാൻ തീരുമാനിച്ച, സഖറിയ പ്രവാചകന്റെ തലവെട്ടിയ, ചരിത്രത്തിലെ അപകടകരമായ പ്രവണതകളെ കാത്തുസൂക്ഷിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന അസുരവിത്ത് ലോകത്തിലെ വംശീയ, വർഗീയ, സാമുദായിക എല്ലാം ഇന്ന് നടക്കുന്ന പലിശയുടെയും യുദ്ധക്കച്ചവടത്തിന്റെയും അനാശ്വാസ പ്രവണതകളുടെയും എല്ലാ കമ്പോളങ്ങളെയും നിയന്ത്രിക്കുന്ന അതിഭീകരൻ ഗ്രൂപ്പായി മാറിയ ആ ഇസ്രായേലിന്റെ നല്ലൊരു ശതമാനം ലോബിയിങ് വിദഗ്ധന്മാരുള്ളത് അമേരിക്കന്റെ താല്പര്യത്തിലൊന്നുമല്ല മുന്നോട്ട് പോകുന്നത്. യഹൂദന്മാരാണ് അതിന്റെ കിങ് മേക്കർമാർ. ഇപ്പൊ അതിനെക്കുറിച്ച് പറയുന്നത് അമേരിക്കയുടെ പുറത്തുനിന്ന് ഇസ്രായേൽ ഇറങ്ങിയിട്ടുണ്ട് പുറത്തേക്ക്. ഇപ്പൊ അമേരിക്കയുടെ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി ഇന്ത്യയുടെയും ചൈനയുടെയും കഴുതപ്പുറമാക്കാനുള്ള തീരുമാനത്തിലാണ് ഇസ്രായേലെന്ന്. അതുകൊണ്ട് SM കൃഷ്ണൻ അങ്ങോട്ട് പോയത്. എന്തിനാ SM കൃഷ്ണൻ ഇസ്രായേലിൽ പോയത്? ഗാന്ധിയനല്ലല്ലോ ഇസ്രായേൽ, അല്ലല്ലോ. കോൺഗ്രസിന്റെ താല്പര്യങ്ങൾക്ക് പറ്റുന്ന ഒന്നല്ലല്ലോ ഇസ്രായേൽ. ഗാന്ധിജി ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല, നെഹ്റു അംഗീകരിച്ചിട്ടില്ല, ഇന്ദിരാഗാന്ധി അംഗീകരിച്ചിട്ടില്ല. ഇസ്രായേലിന് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ അത് BJPക്ക് മാത്രമാണ്, RSSനും സംഘപരിവാരത്തിന് മാത്രമാണ്. ഇന്ത്യയിലെ ഓരോ ജനാധിപത്യ പ്രസ്ഥാനത്തിനും ഒരു മതപ്രസ്ഥാനത്തിനും അംഗീകരിക്കാൻ കഴിയാത്ത മതവംശീയ, വർഗീയ, സാമുദായിക രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ ഇസ്രായേലുമായി സംവദിക്കാൻ എന്തിനായ സംഘർഷം പോയത്? ഭീകരത
ജനവിരുദ്ധ പോരാട്ടത്തിൽ സഹകരിക്കാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നോ നിങ്ങൾക്ക്? കേരളത്തിലെ പോലീസിന് ആരാണ് ഭീകരന്മാർ? അത് മുസ്ലിങ്ങളാ, അതിൽ സംശയമൊന്നുമില്ലല്ലോ. ലോകത്തെല്ലാ ഭീകരാക്രമണങ്ങളും നടത്ത മുസ്ലിങ്ങളാണ്. അങ്ങനെയായിരുന്നു ഇതുവരെ വായിക്കപ്പെട്ടത്. പക്ഷെ യൂറോപ്പിൽ നടന്ന 90% ഭീകരാക്രമണങ്ങളും നടത്തിയത് യൂറോപ്യന്മാർ തന്നെയാണ്, അവിടെയുള്ളവർ തന്നെയാണ്. 10% മാത്രമാണ് അറബി പേരുള്ള മുസ്ലിം സഭയുള്ള ആളുകളെ കിട്ടിയത്. ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങളെക്കുറിച്ചും ഇതുവരെ നമ്മൾ കേട്ടിരുന്നു എന്താ? സ്വാമി അസിമാനന്ദ പറയുന്നത് വരെ, അല്ലെങ്കിൽ ഹേമന്ത് കർക്കരെ രാജവമ്പാരയുടെ കഴുത്തിന് കയറി പിടിക്കുന്നത് വരെ നമ്മൾ മനസ്സിലാക്കിയത് എന്തായിരുന്നു? അജ്മീറിൽ പൊട്ടിയാൽ അതും മുസ്ലിങ്ങൾ, നന്ദേഗാഡിൽ പൊട്ടിച്ചാൽ അതും മുസ്ലിങ്ങൾ, മാലേഗാവിൽ പൊട്ടിച്ചാൽ അതും മുസ്ലിങ്ങൾ, സംജോത എക്സ്പ്രസ് അതും മുസ്ലിങ്ങൾ, ഹൈദരാബാദ് സ്ഫോടനം അതും മുസ്ലിങ്ങൾ, മുംബൈ ആക്രമണം അതും മുസ്ലിങ്ങൾ, ലഷ്കർ-എ തൊയ്യബ, ജയ്ഷെ മുഹമ്മദ്, സിബഹ സാഹബ്, ഹിജി, ഫുജി, ഇന്ത്യൻ മുജാഹിദീൻ. ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഏത് ഭാഷയപ്പെട്ടതാണെന്ന് എനിക്കറിയില്ല. ഏത് ഭാഷയപ്പെട്ടത്? ഇത് IBM സംഘപരിവാരോ രഹസ്യാന്വേഷണ വിദഗ്ധന്മാരും ഒരു പേരാണ് പറയണത്. ഇന്ത്യൻ അറബിയല്ലാതെ. കാരണം അറബിയിൽ ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയില്ല. മലയാളം അല്ലാതെ. കാരണം മലയാളികളല്ലല്ലോ, മലയാളത്തിൽ നിന്നല്ലല്ലോ ഇന്ത്യൻ മുജാഹിദീൻ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ മുജാഹിദീൻ ഉറുദു ആണോ അല്ലെങ്കിൽ ഹിന്ദിയാണോ ഗുജറാത്തിയാണോ പ്രയോഗം? എവിടുന്ന വന്ന് ഇതുണ്ടാക്കിയ ആൾക്കറിയില്ല ഇത് ഏതാ പേര് നണ്ടിട്ടു. കാരണം ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം ചൊവ കിട്ടുന്നുണ്ട്. എന്നാ പിന്നെ അങ്ങനെ കിടക്കട്ടെ. ഇന്ത്യയിലെ മിക്ക ഭീകരാക്രമണങ്ങളിലും നിർണായകമായ പങ്കുവഹിക്കല് ഒന്ന് ഇന്ത്യൻ മുജാഹിദീൻ, രണ്ടാമത്തെ സിമിയ. ഈ രണ്ട് സാധനത്തിനെ വെച്ച് കിട്ടിയിട്ടാണ് അഹമ്മദാബാദിലെ രഹസ്യാന്വേഷണ സംഘം പൂനെയിലേക്കും, പൂനെയിൽ നിന്ന് മുംബൈയിലേക്കും, മുംബൈയിൽ നിന്ന് നേരെ ബാംഗ്ലൂരിലേക്കും എത്തുന്ന ഒരു രഹസ്യാന്വേഷണ ശൃംഖലയുണ്ട്. നരേന്ദ്രമോദി മുതൽ യെദ്യൂരപ്പ വരെ ഡൽഹി നല്ല രഹസ്യാന്വേഷണം വരല്. അഹമ്മദാബാദ് എന്ന സത്യസന്ധനും ഹരിശ്ചന്ദ്രനുമായ നരേന്ദ്രമോദി അവിടെ ഉണ്ട്. പാവാണ്, ഒരു ഈച്ചയെ പോലും ഒന്നും ചെയ്യൂല. ഇമ്മാതിരി ഒരു വിശുദ്ധന ഇന്ത്യ രാജ്യത്തിന് കിട്ടാനില്ല. അയാളുടെ അവിടെ നിന്നാണ് എല്ലാ IB റിപ്പോർട്ടുകളും ആദ്യം പുറത്തു വരല്. സൂറത്തിൽ, അഹമ്മദാബാദിൽ, ഹൈദരാബാദിൽ, അഹമ്മദാബാദിൽ, ഗുജറാത്തിൽ, അതുപോലെ തന്നെ ഡൽഹിയിൽ, കൽക്കട്ടയിൽ, ചെന്നൈയിൽ, മുംബൈയിൽ ഭീകരാക്രമണത്തിനുള്ള സാധ്യത. അതിനുവേണ്ടി ഭീകര സംഘങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്നതോടുകൂടി പത്രങ്ങളിലൊക്കെ അത് പ്രസിദ്ധീകരിക്കപ്പെടും. പത്രങ്ങളിൽ അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ആഗോളതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമിക് ഫോബിയ, മുസ്ലിങ്ങൾ ഭീകരന്മാരും തീവ്രവാദികളുമാണ് എന്നുള്ള വിലയിരുത്തൽ ഈ ഒരു മനഃശാസ്ത്ര യുദ്ധത്തിലേക്കും മനഃശാസ്ത്രപരമായ അപകർഷത ബോധത്തിലേക്കും ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെയും ഇന്ത്യയിലെ ഇതര മതസമൂഹങ്ങളെയും തമ്മിൽ തെറ്റിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായ ഹോംവർക്ക് ചെയ്തുകൊണ്ട് നല്ല പ്രൊജക്ടുകൾ പുറത്തുവരിക. ഇന്ത്യൻ IBയുടെ പിന്നാമ്പുറങ്ങളിലൂടെ സംഘപരിവാർ ആഗ്രഹിക്കുന്നത് പോലെ. ഞാൻ പറഞ്ഞു വന്നതിന് ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് ഈ സെപ്റ്റംബർ 11 ശേഷം ഇവിടെ അസിമാനന്ദ ഇവിടെ ഏറ്റുപറഞ്ഞു. കോടതിയിൽ, ഹൈദരാബാദ് ഡൽഹി കോടതിയിൽ പറഞ്ഞു, മൂപ്പര് ഏറ്റുപറഞ്ഞു, ഞങ്ങളാണ് ഹൈദരാബാദിൽ പൊട്ടിച്ചത്, മക്കാ മസ്ജിദിൽ ഞങ്ങളാ, അജ്മീറിൽ ഞങ്ങളാ, നന്ദേഗഡിൽ ഞങ്ങളാ, മാലേഗാവിൽ ഞങ്ങളാ. അസിമാനന്ദ അയാളുടെ സത്യസന്ധത കൊണ്ട് പറഞ്ഞു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് പറയാനുണ്ടായ കാരണം ഹേമന്ത് കർക്കരെ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഈ പ്രദേശങ്ങളിൽ നടന്ന ബോംബ് സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധന നിർവഹിച്ചപ്പോൾ ഇതിനുപയോഗിച്ച മൊബൈൽ സിം കാർഡുണ്ട്. ഇത് ഒരൊറ്റ സ്ഥലത്തുനിന്ന് ഒരേ കോഡ് നമ്പറിൽ വാങ്ങിയതാ. 4 സ്റ്റേറ്റുകളിൽ 6 സ്റ്റേറ്റുകളിൽ വ്യത്യസ്തമായി നടന്ന ഭീകരാക്രമണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ കോഡ് നമ്പറിൽ വാങ്ങിയ, ഒരേ പ്രദേശത്ത് നിന്ന് കിട്ടിയ സിം കാർഡ്. ആര് വിറ്റു, എവിടെ നിന്ന് വറ്റു, ആര് വാങ്ങി? അവിടെ നിന്നാണ് പ്രജ്ഞാസിംഗിലേക്കും അഭിനവ് ഭാരതിയിലേക്കും അസിമാനന്ദയിലേക്കും അതിന്റെ അപ്പുറമുള്ള പല ആളുകളിലേക്കും അപകടകരമായ രീതിയിൽ ഹേമന്ത് കർക്കരെ അതുവരെ ഇതൊക്കെ പൊട്ടിച്ചത് ആരാ വെച്ച് അതൊക്കെ മുസ്ലിങ്ങൾ പൊട്ടിച്ചെന്ന് അതിനും പറഞ്ഞിരുന്നത്. അസിമാനന്ദ പറഞ്ഞൊരു വർത്താനം കൂടി ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളെ അടക്കം ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, സ്ഫോടനത്തിന് ഉപയോഗിക്കാറുണ്ട്. 756 എന്നുള്ള ട്രേക്കാർഡ് മാലേഗാവിൽ ശിവസേനയുടെയും സംഘപരിവാർ പ്രവർത്തകന്മാരും ബോംബ് നിർമ്മാണ സന്ദർഭത്തിൽ മരിച്ചു. ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന് അവിടെ ചെന്ന് നോക്കുമ്പോൾ വെപ്പുതാടി, അതുപോലെ തന്നെ ഹാദാമിൻ ഫദ്ല റബ്ബി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇതൊക്കെ എഴുതി വെച്ച സ്റ്റിക്കറുകൾ. എന്തിനാണിതൊക്കെ? ആരാ ചെയ്തതെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളായിരിക്കണം ചെയ്തത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി കൃത്യമായ രീതിയിൽ വളരെ നല്ല കൃത്യമായ ആസൂത്രണങ്ങൾ ഈ
ബുദ്ധി ആര് ഉപദേശിച്ചു കൊടുക്കണം? മൊസാദ് ഉപദേശിച്ചു കൊടുക്കണം. കേരളത്തിലെ പോലീസിന് കേരളത്തിലെ തീവ്രവാദത്തെ നേരിടാനുള്ള ഉപദേശം കൊടുക്കുന്നത് കോൺഗ്രസിന്റെ ജനാധിപത്യ പോലീസല്ല, മൊസാദിന്റെ പോലീസാ. ഗാന്ധിജി അംഗീകരിക്കാത്ത, ഇന്ത്യ അംഗീകരിക്കാത്ത, ലോകത്തിലെ വൃത്തിയും വിവരമുള്ള ഒരൊറ്റ രാജ്യവും അംഗീകരിക്കാത്ത ഇസ്രയേൽ എന്ന് പറയുന്ന തമ്മാടിക്കൂട്ടത്തിന്റെ രഹസ്യാന്വേഷണ സംഘമായ മൊസാദ് ഇപ്പൊ ബാംഗ്ലൂരിൽ തുറക്കാൻ പോകുന്ന പറയുന്നത് അതിന്റെ കോൺസുലേറ്റ് ഭീകരപ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കച്ചവടം അധികം നടക്കുന്നില്ല കേട്ടോ. കാരണം ഈ മുല്ലപ്പൂ വസന്തത്തോടുകൂടി ആ കച്ചവടം നിൽക്കേണ്ടി വരികയാണ്. ഇസ്ലാമിക അറബ് രാജ്യങ്ങളിൽ നടക്കുന്ന ഇസ്ലാമിക മുന്നേറ്റങ്ങളോടുകൂടി യഥാർത്ഥത്തിൽ ആ ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച ഇനി വല്ലാതെ വിതച്ച് കൊയ്തെടുക്കാൻ കഴിയാത്ത വണ്ണമുള്ള നിസ്സഹായതയിലേക്ക് അമേരിക്കയെയും ഇസ്രയേലിനെയും അതുപോലെ തന്നെ സംഘപരിവാരത്തെയും ഒക്കെ അവസ്ഥകൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. പക്ഷെ എങ്കിൽ പോലും അത് ഇനിയും ഇവിടെ വിറ്റ് കാശാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതിന്റെ പ്രതീകമായിരുന്നു ഇമെയിൽ വിവാദം എന്ന് പറയുന്നതും. 268 ആളുകളെ ഇമെയിൽ ചോർത്താൻ ആവശ്യപ്പെടുക, പോലീസ് കത്തെഴുതുക, അവർക്ക് സിമി ബന്ധുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിനോടും ട്വിറ്ററിനോടും ഫേസ്ബുക്കിന്റെ ആളുകളോടും മറ്റു സ്വകാര്യ കമ്പനികളോടുമൊക്കെ ഇവരുടെ ലോഗിൻ, ഇവരുടെ അഡ്രസ്, ഇവരുടെ വിലാസം ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ പാസ്വേഡ് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഈ പാസ്വേഡ് കൊടുത്താനുള്ള പ്രശ്നം എന്താ? മുസ്ലിം ലീഗ് മുതൽ കോൺഗ്രസ് അടക്കം വളരെ നിസ്സാരമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് ഇതിന്റെ അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. കാരണം അത് പുറത്തുവിട്ട പത്രവും അതിന്റെ ആളുകളൊക്കെ ചെയ്തൊരു വിവാദം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ രസകരമായ സംഗതി ഉണ്ട്. ഇത് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്താണ് ഇത് ഇങ്ങനെ റിപ്പോർട്ട് വന്നതെങ്കിൽ ഉമ്മൻചാണ്ടി ചെന്നിത്തല ഇങ്ങനെയല്ല പറയാ, മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി അങ്ങനെയല്ല പറയാ, ചന്ദ്രികയും മനോരമ റിപ്പോർട്ട് അങ്ങനെയല്ല കൊടുക്കുക. വേറെ കോലത്തിലതാ മുസ്ലിം വിരുദ്ധ നിലപാടുകളുമായി അച്യുതാനന്ദൻ സർക്കാർ, വർഗീയവാദിയും ഭീകരവാദിയും മുസ്ലിം വിരുദ്ധനുമായ ഇടതുപക്ഷ സർക്കാർ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരിക. പക്ഷെ അതിനേക്കാൾ 10 മടങ്ങ് അപകടകരമായ ഒരു റിപ്പോർട്ട് മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ MP ആയിരുന്ന PV അബ്ദുൽ വഹാബും അദ്ദേഹത്തിന്റെ മുഖ്യ സംഗതികൾക്ക് നേതൃത്വം നൽകുന്ന ബഷീർ എന്ന് പറയുന്ന ആളുടെ പേരുമടക്കം വ്യത്യസ്തമായ പത്രങ്ങളിൽ പണിയെടുക്കുന്ന, മാതൃഭൂമിയിലടക്കം പണിയെടുക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരുടെയൊക്കെ ഇമെയിൽ ചോർത്തിയിട്ട് അതിന്റെ പാസ്വേഡും അവർ ആർക്കൊക്കെ എന്തൊക്കെ അർത്ഥത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് സിമിയുമായി ബന്ധമുള്ളവരാണ് ഇവർ എന്ന് അണ്ടർലൈൻ ചെയ്തു. മുഖ്യമന്ത്രി ആന്റണിയെ കുറിച്ച്, ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞത് അറിയാതെ പോലീസുകാരന് സംഭവിച്ചു പോയ അബദ്ധാണതാ. ഉമ്മൻചാണ്ടിക്ക് അത് പറയാം. അങ്ങനെ വിശ്വസിക്കാൻ ഞങ്ങൾ ആളല്ല. കാരണം അങ്ങനെ അറിയാതെ ഒന്നുമല്ല ഇപ്പൊ പോലീസിന്റെ അകത്തലങ്ങളിൽ. ഇത് അഹമ്മദാബാദിൽ അങ്ങനെയല്ല പോലീസിന് സംഭവിക്കുന്നത്, മുംബൈയിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്, ബാംഗ്ലൂരിലും അങ്ങനെയല്ല സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇതുവരെ ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ IBക്കും സംഭവിച്ചത് അങ്ങനെയല്ല. ഇതിപ്പോൾ ചിദംബരം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതാണ് പ്രശ്നം. സുബ്രഹ്മണ്യം സ്വാമി എന്ന് പറയുന്ന മൊസാദിന്റെ ഏജന്റിനെ ഇറക്കി ഇന്ന് സംഘപരിവാർ 2G സ്പെക്ട്രം അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിദംബരത്തെ അവിടെ നിന്ന് ആഭ്യന്തരമന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് പുറത്തിറക്കാൻ കളിക്കുന്ന കളി എന്താ? 2G സ്പെക്ട്രത്തിൽ അഴിമതിയൊന്നുമല്ല പ്രശ്നം. അമേരിക്കക്കും ഇസ്രായേലിനും പരിവാറിനും വേണ്ടിയാണ് സുബ്രഹ്മണ്യ സ്വാമി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ചിദംബരത്തിന്റെ മുമ്പിൽ ഇപ്പോൾ ഫയലുണ്ട്. ആ ഫയലിലെ പ്രതി സംഘപരിവാരമാണ്. അഭിനവ് ഭാരത് എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിജിയെ കൊന്ന ധീരസവർക്കറുടെ പ്രസ്ഥാനമാണത്. ആ പ്രസ്ഥാനത്തിലാണ് പ്രജ്ഞാ സിംഗും അതിന്റെ ഇന്നത്തെ തലവനും ധീരസവർക്കറുടെ 2ാം തലമുറയിൽപ്പെട്ടവനാണ്, പൗത്രനാണ് ഇന്ന് അഭിനവ് ഭാരതിന്റെ തലവൻ. നമ്മളാകെ ലഷ്കറെ തയ്യബ, ജയ്ഷെ മുഹമ്മദ് എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. അഭിനവ് ഭാരത്, ശ്രീരാമസേന, ദുർഗാവാഹിനി, അതുപോലെ തന്നെ അങ്ങനെ പല പേരുകളിലുമുള്ള സംഘപരിവാരത്തിന്റെ വ്യത്യസ്തമായ നീരാളി കൈകൾ ഒന്നും ഭീകര സംഘടനകളായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മഹാത്മാഗാന്ധിജിയെ വധിച്ച ഒരു പ്രസ്ഥാനത്തെ അതിന്റെ നിലവാരം ഇപ്പൊ 30 രക്തസാക്ഷി ദിനമായിരുന്നു. മനോരമ സംഘപരിവാരത്തെ കൈകാര്യം ചെയ്ത് വല്ലതും എഴുതിയിട്ടുണ്ടോ? മാതൃഭൂമി വല്ലതും എഴുതിയിട്ടുണ്ടോ? ഭീകരതയുടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകര പ്രവർത്തനമായിരുന്നു മഹാത്മാഗാന്ധിയുടെ വധം. ആരാ അതിന് നേതൃത്വം നൽകിയത്? അതിന് നേതൃത്വം നൽകിയവരെ, അതിന്റെ പ്രത്യയശാസ്ത്രത്തെ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളെ ആർജവത്തോടുകൂടി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സ്വാമി അസിമാനന്ദ വെളിപ്പെടുത്തൽ നടത്തിയ സന്ദർഭത്തിൽ നിങ്ങൾക്കറിയോ, നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളം തീവ്രവാദത്തിലേക്ക് 4 ചെറുപ്പക്കാർ കാശ്മീരിൽ പോയി സൈന്യവുമായി ഏറ്റുമുട്ടി മരിച്ചു. പെരുമ്പാവൂരിലെ ഒരു ചെറുപ്പക്കാരൻ, എന്റെ മലപ്പുറം ജില്ലയിലെ ഞാനിപ്പം നിൽക്കുന്ന പരപ്പനങ്ങാടിയിലെ ഒരു ചെറുപ്പക്കാരൻ, കണ്ണൂർ ജില്ലയിലെ ഒരു ചെറുപ്പക്കാരൻ, അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ഒരു ചെറുപ്പക്കാരൻ. ഞാൻ വിശ്വസിക്കുന്നു അതുപോലും വളരെ കൃത്യമാണ് കേരളത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെയൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് ഉത്തര കേരളത്തിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് ഒരാൾ, മലബാറിലെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരാൾ, മുസ്ലിങ്ങൾ കൂടുതൽ താമസിക്കുന്ന എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്നൊരാൾ, അതുപോലെ
അതുപോലെ തന്നെ കൊല്ലത്തിന്റെയും തിരുവനന്തപുരത്തെയും പ്രാതിനിധ്യമായ ഒരാൾ, അങ്ങനെ 4 ആളുകൾ. കേരളത്തിലെ മുസ്ലിം തീവ്രവാദവും ഭീകരവാദവും കേരളത്തിൽ വിറ്റ് കാശാക്കാൻ ശ്രമിച്ചിട്ട് നടക്കണില്ല. ഇവിടെ വരെ കൊണ്ടുവന്നിട്ടുണ്ട്, കർണാടക വരെ, ഗോവ വരെ, കോയമ്പത്തൂർ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ സംഘപരിവാരത്തിനും IB-യിലെ പരിവാർ ഏജൻസികൾക്കും അമേരിക്കൻ ഏജൻസികൾക്കും ഈ കച്ചവടം കേരളത്തിൽ നടത്താൻ കഴിയാത്ത ഒരു ഘട്ടത്തിൽ കേരളത്തെ തീവ്രവാദവുമായി ബന്ധപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഈ 4 ചെറുപ്പക്കാർ, കേരളത്തിലെ 4 മുസ്ലിം ചെറുപ്പക്കാർ പോയി കാശ്മീർ അതിർത്തിയിൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ സൈന്യം അവരെ വെടിവെച്ച് കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെ അവർ വധിക്കപ്പെട്ടു. ആ സന്ദർഭത്തിൽ വളരെ പ്രശസ്തമായ പത്രസമ്മേളനങ്ങളൊക്കെ നടന്നു. അത് മരിച്ച കണ്ണൂരിലെ ചെറുപ്പക്കാരന്റെ ഉമ്മ പറഞ്ഞു, ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പോയ അവൻ രാജ്യദ്രോഹിയായതുകൊണ്ട് അവന്റെ ശവം, മയ്യത്ത് ഇവിടേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. വലിയ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും നിയമപരമായ മൂല്യങ്ങളുടെയും അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് നമ്മളതിനെ കെട്ടിഘോഷിച്ചവരായിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ ആർജവമുള്ള ഭരണാധികാരികളും സർക്കാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പറയേണ്ടിയിരുന്നത് ശവം ഇങ്ങോട്ട് കൊണ്ടുപോവാ. കാരണം ഏത് ശവമാണെങ്കിലും അമേരിക്ക ചെയ്ത പോലെ മൂത്രമൊഴിക്കാൻ പറ്റൂലല്ലോ. ശവത്തിനോട് എന്ത് ചെയ്യണമെന്ന് രാമനും കൃഷ്ണനും ഗീതയും ഖുർആനും ബൈബിളൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? മരിച്ചവന്റെ മയ്യത്ത്, ശവം ഏത് മതോ ജാതിയോ ആരാവട്ടെ, അതിന് നൽകേണ്ട പരിപാവനതകളെ സംബന്ധിച്ച്, അതിന് നൽകേണ്ട മൂല്യങ്ങളെ സംബന്ധിച്ച് യുണൈറ്റഡ് നേഷൻ മുതൽ മതവേദ ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും ഒരാൾ പറയണമായി, ഞങ്ങൾക്ക് പ്രത്യേകിച്ചും ആഗ്രഹമുണ്ടായിരുന്നു ആ ചെറുപ്പക്കാരുടെ ശവശരീരം ഇവിടെ കൊണ്ടുവരണം. ആരാ ഇത് അവിടെ വെച്ച് മരിച്ചു എന്ന് പറയുന്നത്? അവർ ഇങ്ങനെയാണ് വധിക്കപ്പെട്ടതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന്റെ വല്ല പ്രമാണങ്ങളുമുണ്ടോ? IB പറയുന്നു, IB-യും പോലീസും പറയുന്നു. അതിന്റെ അപ്പുറം ആരാണ് ഇത് കണ്ടത്? കൃത്യമായിട്ട് ഞങ്ങളുടെ പ്രമാണങ്ങൾ കൊണ്ടുവന്നുകൊണ്ട്, കാരണം ഞങ്ങൾക്കറിയേണ്ടതുണ്ട് ഈ ചെറുപ്പക്കാരെ കേരളത്തിൽ നിന്ന് ആരാണ് അവിടേക്ക് കടത്തിയത്? ഹൈദരാബാദിൽ അവരെങ്ങനെ എത്തി? ഹൈദരാബാദിൽ നിന്ന് കാശ്മീരിലേക്ക് അവരെങ്ങനെ പോയി? കാശ്മീരിൽ ഏത് പട്ടാളത്തിലെ, ഏത് റെജിമെന്റിലെ, ഏത് പട്ടാളക്കാരൻ ഏത് സന്ദർഭത്തിൽ എവിടെ വെടിവെച്ചാണ് അവരെ വധിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് പറയും. ഞങ്ങൾ അതുവരെ വിശ്വസിക്കില്ല. കാരണം ഇവിടെ ഏറ്റുമുട്ടൽ, പൊറാട്ട് നാടകങ്ങൾ നടക്കുന്ന രാജ്യമാണ് ഇപ്പോൾ ഇന്ത്യ. നരേന്ദ്രമോദി മുതൽ മുംബൈ പോലീസ് മുതൽ ഡൽഹി പോലീസ് അടക്കം അപകടകരമായ രീതിയിലുള്ള ഏറ്റുമുട്ടൽ നാടകങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നിരപരാധികളെ തെരുവിലിട്ട് വെടിവെച്ച് വന്നിട്ട് അവരുടെ ശവശരീരത്തിന്റെ അടുക്കൽ AK-47 അതുപോലെ തന്നെ RDX-ഉം അതിനപ്പുറമുള്ള മറ്റ് സ്ഫോടക വസ്തുക്കളുമൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് പത്രസമ്മേളനം നടത്തി വരെയും ഇതാ ഭീകരവാദികളെ, ഈ രാജ്യത്തെ സ്ഫോടനം നടത്താൻ വന്ന ഭീകരവാദികളെ ഞങ്ങൾ വെടിവെച്ച് ഏറ്റുമുട്ടലിൽ വധിച്ചിരിക്കുന്നു എന്ന് ഇന്ന് അതിന്റെ മറപുറങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഭൂരിപക്ഷവും അപകടകരമായ കാപട്യമായിരുന്നു. സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടി ഭരണകൂടത്തിലെ പോലീസ് ഏമാന്മാർ നടപ്പിലാക്കിയ പൊറാട്ട് നാടകമായിരുന്നു എന്നാ പറയുന്നത് അന്ന്. അതുകൊണ്ട് ഈ 4, എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ ഈ 4 ചെറുപ്പക്കാർ പോയി ഈ സന്ദർഭം വന്നപ്പോ കേരളത്തിലെ എല്ലാ സംഘടനകളും ഭീകരവിരുദ്ധ പോരാട്ടവുമായി കേരളത്തിൽ തീവ്രവാദത്തിനും ഭീകരവാദത്തിനെതിരെ കോൺഗ്രസ്, CPM, BJP, പിന്നെ ഏതായാലും എല്ലാവരും, അതുപോലെ തന്നെ മതസംഘടനകൾ എല്ലാവരും ഭീകരവാദത്തിനെതിരെ ഇങ്ങനെ കാടിളയ്ക്ക് വെടിവെച്ച് നിങ്ങൾ അസിമാനന്ദ വെളിപ്പെടുത്തിയപ്പോൾ സംഘപരിവാരത്തിന്റെ മാളത്തിൽ കയറി ഹേമന്ത് കർക്കരെ കഴുത്തിൽ പിടിച്ചപ്പോൾ എന്തുകൊണ്ടാണ് സംഘപരിവാരത്തിനെതിരെ ഒരു പ്രചരണവുമായി കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ മാധ്യമ വിദഗ്ധന്മാർ അതിശക്തമായ രീതിയിൽ സംഘപരിവാർ ഭീകരതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിലേക്ക് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ കൊണ്ടുപോയില്ല? രാമാന്തരക്ഷരം പറഞ്ഞില്ല, ഒരിക്കലും ഒന്നും മിണ്ടിയിട്ടില്ല. യഥാർത്ഥത്തിൽ ലീഗിനും കോൺഗ്രസിനും കേരള കോൺഗ്രസിനും CPM-നും ഒക്കെ, CPM അടക്കം എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവരാരും, ഐക്യജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടവരാരും അന്ന് കാശ്മീർ ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്യാമ്പയിൻ സംഘടിപ്പിച്ചതുപോലെ അസിമാനന്ദയുടെ സ്ഫോടന പരമ്പരകൾക്ക് നേതൃത്വം നൽകിയ പരിവാർ ഭീകരത പുറത്തു വന്ന ഒരു സന്ദർഭത്തിൽ ഇന്ന് ആ ഭീകരതയുമായി ബന്ധപ്പെട്ട ഫയലൊക്കെ ചിദംബരത്തിന്റെ മുമ്പിലുണ്ട്. ചിദംബരം രാഷ്ട്രീയമായിട്ട് അതിനെ ഉപയോഗിക്കുന്നുണ്ട് കോൺഗ്രസ്. BJPക്ക് ഇപ്പോൾ ഒരു ആയുധം എടുക്കാൻ, അതുകൊണ്ട് എടുക്കാൻ പുറത്തേക്ക് വന്നാൽ സംഘപരിവാർ ഈ ഫയൽ എടുത്തിട്ട് ചിദംബരം കാണിക്കും, ഇതാ വല്ലാതെ തുള്ളണ്ട,
നിങ്ങളെ രാജ്യസ്നേഹവും ദേശസ്നേഹവും ഒക്കെ മറ ഞങ്ങൾ പൊളിക്കും. ഇതൊക്കെ ഓർമ്മയുണ്ടോന്നറിയില്ല. ബോംബെ ഭീകരാക്രമണത്തിന്റെ സന്ദർഭത്തിൽ വധിക്കപ്പെട്ട ഹേമന്ത് കർക്കരെ അതിന്റെ തലേ ദിവസത്തിന്റെ 3-ാം ദിവസം നടത്തിയൊരു അത് നടത്തിയിട്ട് 3-ാം ദിവസം അദ്ദേഹം വധിക്കപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞൊരു വർത്താനം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ RSSനും പാകിസ്ഥാനിലെ ISIക്കും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. അവർ തമ്മിൽ കോടികളുടെ കൈമാറ്റം നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഇതാരാ പറഞ്ഞത്? ISI ഇസ്ലാമും RSS ഹിന്ദുത്വമാണോ നമ്മുടെ ഒപ്പ്? ഈ BJPയും ഈ സംഘപരിവാറും ഒക്കെ തന്നെ പാകിസ്ഥാനും ISIക്കുമെതിരെ പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യങ്ങളെ ഇളക്കി വിടാറുള്ളത്. ISI എന്ന് പറഞ്ഞാൽ ശരിക്കും ഇസ്ലാമും ഹിന്ദുത്വമൊന്നുമല്ല. നേരത്തെ അത് അമേരിക്കയാണ് സാധനം. അമേരിക്ക പോറ്റു വളർത്തുന്ന കുട്ടിപ്പട്ടാളമാണത്. ഇന്ദിരാഗാന്ധിയെ വധിച്ചത് ISI ആണ്. അപ്പൊ ഇന്ദിരാഗാന്ധിയെ വധിച്ച അമേരിക്ക ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഖാലിസ്ഥാനികളാണല്ലോ കൊന്ന് സത്യവത് സിംഗും ബിയാൻ സിംഗും. ആരാ അവർക്ക് ആയുധം കൊടുത്തിരുന്ന? ISI ആണ്. ISIക്ക് ആയുധം കൊടുക്കൽ ആരാ? അമേരിക്കയാണ് ഇന്ദിരാഗാന്ധിയെ വധിച്ചത്. ആ അമേരിക്കയുമായിട്ട് കോൺഗ്രസ് ബന്ധമുണ്ടാക്കേണ്ട കാര്യത്തിൽ BJP ഉണ്ടാക്കിക്കോട്ടെ. പക്ഷെ കോൺഗ്രസ് എന്തിന് ബന്ധമുണ്ടാക്കണം? ഇന്ദിരാഗാന്ധി മുതൽ മഹാത്മാഗാന്ധിയെ വധിച്ചതാരാ? ഇമാതിരി ആളുകൾ തന്നെ. നമ്മൾ പഠിക്കേണ്ടതാ അതിന്റെ ചരിത്രം. അവിടുന്ന് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതിന് ശേഷം നരസിംഹറാവു അധികാരത്തിലേറിയത് മുതലാണ് ആഗോള സ്വകാര്യ കമ്പോള IMF ഘാട്ട് മുതൽ അമേരിക്കൻ ഇസ്രയേൽ എംബസി അടക്കം തുറന്നുകൊണ്ട് അവിഹിതമായ വിദേശ ബന്ധങ്ങളുടെയും അനാശാസ്യമായ സാമ്പത്തിക അധിനിവേശ പ്രവർത്തനങ്ങളുടെയും ഉള്ളടക്കങ്ങളിലേക്ക് ഈ രാജ്യത്തിനെ വലിച്ചൊഴിച്ചു കൊണ്ടുപോകുന്ന നടപടിക്രമങ്ങളിലേക്ക് വന്നത്. അങ്ങനെ വന്നു. അമേരിക്ക ഇസ്രായേൽ ഇവിടെ വന്നപ്പോൾ എന്താ ഉണ്ടായത്? ഇറാഖിൽ എന്താ സംഭവിച്ചത്? അഫ്ഗാനിസ്ഥാനിൽ എന്താ സംഭവിച്ചത്? പാകിസ്ഥാനിൽ എന്താ സംഭവിച്ചത്? അറബ് രാജ്യങ്ങളിൽ എന്താ സംഭവിച്ചത്? അമേരിക്കയുമായി ബന്ധമുണ്ടാക്കിയ എല്ലാ രാജ്യങ്ങളും മുടിഞ്ഞിട്ടേ ഉള്ളൂ. ഇന്ന് ഇന്ത്യ രാജ്യവും അമേരിക്കയെ കൂട്ടുപിടിക്കുന്നു. കോൺഗ്രസ് കൂട്ടുപിടിക്കുന്നു. ഈ ഇന്ത്യ, അമേരിക്കയും ഇസ്രയേലും എന്നീ രാജ്യത്ത് വന്നു. അന്ന് മുതൽ ഈ രാജ്യത്ത് സ്ഫോടന പരമ്പരകൾ തുടങ്ങി, അപകടകരമായ ഭീകരാക്രമണങ്ങൾ തുടങ്ങി. കാരണം ഇത് നടത്താൻ ലോകത്തെ ഏറ്റവും നല്ല വിവരമുള്ള നിഗൂഢ തമ്മാടി സംഘമാണ് CIA-യും മൊസാദും FBI-യും അതുപോലെ തന്നെ ഇന്ത്യയിലെ സംഘപരിവാർ ലോബിയും അതിന് പറ്റുന്ന IB-നെ കുറിച്ച് ഞാനല്ലോട്ട് ഈ പറയണം. SM മുഷറഫുണ്ട്. ഹേമന്ത് കർക്കരെ വധിക്കപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പുസ്തകം വന്നിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ഇന്ത്യയിലെ IB-യിലെ ഒരു വിഭാഗം സംഘപരിവാരത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്. RSSന്റെ സംഘപരിവാറുമായി ബന്ധമുള്ളവരാണ് 80% IB-യുടെ തലവന്മാരായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ആളുകളാണ് അവിടെ വന്നിട്ട്. കോൺഗ്രസും CPM-ഉം ലീഗും കേരള കോൺഗ്രസും ഒക്കെ പറയേണ്ടത് IB-യെ ജനാധിപത്യവൽക്കരിക്കണമെന്ന, അതിന്റെ റിക്രൂട്ടിംഗ് സംവിധാനത്തെ ജനാധിപത്യവൽക്കരിക്കണമെന്നാണ് പറയേണ്ടത്. എല്ലാ മത സമുദായ ജാതി വിഭാഗങ്ങളിൽപ്പെട്ടവരും ഇന്ത്യയുടെ IB-യുടെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ. അല്ലെങ്കിൽ ഈ IB-യെ സംഘപരിവാറും മൊസാദും CIA-യും വളരെ അപകടകരമായ താല്പര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വസ്ഥതയും ഇവിടത്തെ സാമൂഹിക പുരോഗതിയെയും തുരങ്കം വെക്കുന്ന അപകടകരമായ പ്രവർത്തനങ്ങൾക്ക് ദുരുപയോഗം ചെയ്യാനുള്ള ഒരു ഉപകരണമാക്കി എടുക്കും. അവിടുന്നാണ് ഇമെയിലും വരുന്നത്. അവിടെയാണ് നമ്മൾ ഇമെയിലിനെ കാണുന്നത്. ഇത് ലളിതമായ ഒരു പ്രവർത്തനമല്ല. പൗരന്മാരുടെ ഇമെയിൽ ചോർത്തിയാലെന്താണ് പ്രശ്നം? എന്താ അത് വന്നുകൊണ്ടാ 258 ആൾക്കാരും കഴിച്ചില്ല, രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്റെ പേര് അതിലുണ്ട് നോക്കുക, സലീമമ്പാട് ഇതിലുണ്ട് നോക്കുക. അപ്പൊ സിമി എന്ന് പറഞ്ഞ ആഗോളതലത്തിൽ തന്നെ CIA-യും അമേരിക്കയും മൊസാദും സംഘപരിവാറും IB-യൊക്കെ കൂടി അഡ്രസ് ചെയ്ത ഭീകര സംഘടന. അപ്പൊ അതിന്റെ പ്രവർത്തകനാണ് ഞാൻ, അവരുമായി ബന്ധമുള്ളവനാണ് ഞാൻ. അങ്ങനെ ഞാൻ മാഡ്രിഡിലോ അല്ലെങ്കിൽ ലണ്ടനിലോ അല്ലെങ്കിൽ ഗൾഫിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ അഹമ്മദാബാദിലോ വിമാനത്താവളത്തിലോ വന്ന് ഇറങ്ങുമ്പോ പോലീസ് വന്നിട്ട് എന്നെ പിടിക്കുകയാണ്. എന്താ കാരണം? നിങ്ങൾ സിമിയുമായി ബന്ധമുള്ള ടെററിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധമുള്ള ആളാണ് നിങ്ങൾ. നിങ്ങളുടെ ഇമെയിൽ കണക്ഷനിലൂടെ സിമിയുമായി ബന്ധപ്പെട്ടതിന്റെ തെളിവുകളുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഇവിടെ വെച്ച് പിടിക്കുന്നു. എന്നെ പിടിച്ചുകൊണ്ടിട്ട് പിന്നെ വർത്താനം പറയും. എന്ത്? സലീമമ്പാട് തീരുമാനിച്ചിരുന്നു കോട്ടയത്ത് ആക്രമണം നടത്താൻ, അല്ലെങ്കിൽ മലപ്പുറത്തിന് ആക്രമണം നടത്താൻ. അങ്ങനെ ആക്രമണം നടത്തുന്ന പദ്ധതികൾ അദ്ദേഹത്തിന്റെ ഇമെയിലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ആരാത് പറയുന്നത്? ബന്ധപ്പെട്ട പോലീസ് പറയുന്നു. എന്നിട്ട് കാരണം ഇങ്ങനത്തെ ID-യും ഞാൻ അറിയില്ല, എന്റെ ഇമെയിലും ഞാൻ അറിയില്ല. കാരണം എന്റെ അഡ്രസ് കിട്ടിയാൽ എന്താ, എന്റെ പേരിൽ അതിലങ്ങോട്ട് ഫോൺ ചെയ്താൽ മതി. ഞാനാണ് ഇപ്പൊ ഈ ചൈന ഫോൺ ഉണ്ട് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്കറിയാന്നറിയില്ല, ചില ചൈന ഫോണൊക്കെ എടുത്തിട്ട് നമ്മൾ സംസാരിച്ചിട്ട് സ്വിച്ച് മാറ്റിയാല് കേൾക്കുന്നവന് പിന്നെ പെണ്ണുങ്ങളെ സൗണ്ടാണ് അവിടെ കേൾക്കുക. പല ചെറുപ്പക്കാരും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് ഇവിടുന്ന് ആരെങ്കിലുമൊക്കെ വിളിക്കും, ചെറുപ്പക്കാരെയൊക്കെ വിളിക്കും തമാശയ്ക്ക് വേണ്ടിയിട്ട്. ഇങ്ങോട്ട് ഇവിടുന്ന് നമ്മൾ പറയുന്നതൊക്കെ പെൺ ട്യൂണിലാണ് പിന്നെ അവിടെ കേൾക്കുള്ളൂ.
അപ്പൊ വിളിച്ചാൽ ഇക്കിളിപ്പെടുത്തുന്ന കുറെ വർത്താനങ്ങളൊക്കെ ഇതിൽ കൂടെ ഇങ്ങനെ പറയാം. അപ്പോ ഇങ്ങനെ അവിടെ കിടന്നിട്ട് ഇങ്ങനെ രോമാഞ്ചം കൊള്ളാൻ തുടങ്ങും. കാരണം പുറത്ത് സംസാരിക്കുന്നത് പെണ്ണാന്ന് എഴുതിയിട്ട് യഥാർത്ഥത്തിൽ പെണ്ണല്ല, ആണെന്നെയാണ് സംസാരിക്കണം. പക്ഷെ അതിന്റെ ഒരു ടെക്നിക്കൽ പ്രക്രിയയാണ്, വളരെ ലളിതമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ചൈന കച്ചവടമാണിത്. എന്നതുപോലെ എന്റെ ഫോൺ എടുത്തിട്ട് എന്റെ ഇമെയിൽ എടുത്തിട്ട് എന്റെ പാസ്വേഡ് ഇവിടുത്തെ ആർക്കെങ്കിലും കിട്ടിയാൽ, CIA-ക്ക്, മൊസാദിന്, RSS-ന് കിട്ടിയാൽ എന്റെ പേരിൽ ഒരു ഇമെയിൽ ഉണ്ടാക്കി അയക്കാം. ഇത് സംഭവിച്ചത് ലവ് ജിഹാദിലും അതാണല്ലോ. ഇക്കഴിഞ്ഞ ജനുവരി 3-ന് മനോരമന്റെ ഒരു മനോരമക്കാരൻ തന്നെ അത് കണ്ടോന്ന് എനിക്കറിയില്ല. മനോരമയുടെ ഒരു മൂലക്കലുണ്ട്, ലവ് ജിഹാദ് വ്യാജ പരമ്പരയായിരുന്നു, വ്യാജ പരിപാടിയായിരുന്നു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് 3 ചെറുപ്പക്കാർ ആ ജനജാഗ്രത ഹിന്ദു വേദിയോ എന്നിട്ട് മിക്കവാറും സംഘപരിവാർ, ഒരു സംശയങ്ങളിൽ വെക്കണ്ട, പരിവാറായിരിക്കും അത്, പരിവാർ ഏജൻസിയിൽപ്പെട്ടവരായിരിക്കും അവർ. ആ 3 ആളുകൾ അറബി പേരിൽ, ഉറുദു പേരിൽ സൈറ്റ് ഉണ്ടാക്കി അതിലൂടെയാണ് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷത്തെ ഈ സാമൂഹിക ഇന്ത്യയുടെ മുമ്പിൽ, കേരളത്തിന്റെ മുമ്പിൽ വിസർജിച്ചത്, അപകടകരമായ പ്രസംഗങ്ങൾ നടത്തിയത്. അത് വെച്ചിട്ട് മനോരമയും കേരള കൗമുദിയും KCBC-യും NSS-ഉം അതുപോലെ തന്നെ മുസ്ലിങ്ങൾ മാപ്പുസാക്ഷികളായി വർത്തമാനം പറയാനും ഒക്കെ തുടങ്ങിയത്. കാരണം എന്താ, ഇമെയിൽ അഡ്രസ് ഉണ്ടെങ്കിൽ ഈ പണിയൊക്കെ ചെയ്യാം, ആരുടെ പേരിലും എന്ത് സംഗതികളുമാകാം. അപ്പൊ എന്റെ പേരിൽ ഇമെയിൽ സന്ദേശം അയക്കുന്നു, സലീമമ്പാടിന്റെ ഇമെയിലിൽ നിന്ന് കിട്ടി, ഞാൻ അയച്ചിട്ടില്ല. എന്റെ പാസ്വേഡ് കിട്ടിയാൽ ആർക്കും ആ പാസ്വേഡ് ആരുടെ കയ്യിലാണോ ഉള്ളത് അവർക്കത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും എന്ത് രാജ്യദ്രോഹ പ്രസ്താവനകളും അയക്കാം. അപ്പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യാം. കാരണം എന്റെ ഇമെയിൽ നിന്നാണല്ലോ പോയിരിക്കുന്നത്, ഞാൻ എന്റെ പാസ്വേഡാണുള്ളത്. ഇപ്പൊ പോലീസിന് രക്ഷപ്പെട്ട്, പോലീസിന് ഒരു പ്രശ്നമില്ല. കാരണം നിങ്ങളുടെ പാസ്വേഡ്, നിങ്ങളുടെ ID, ഇതിൽ നിന്നാണ് സന്ദേശം പോയിട്ടുള്ളത്. കോട്ടയത്ത് നിങ്ങൾ ആക്രമണം നടത്തുമെന്നുള്ളത് ആരയച്ചു? ഞാനല്ല. എന്റെ ലോഗിൻ, എന്റെ പാസ്വേഡ് തുറന്ന് ഈ പോലീസിന്റെ കയ്യിൽ ഇത് കിട്ടിയാൽ നിങ്ങൾക്ക് പേടിയുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം, അബ്ദുൽ നാസർ മൗലവി ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്, പരപ്പന കിടക്കണം എന്തിനാ? അന്ന് മുതൽ ഗുജറാത്തിലെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മുടെ കർണാടക സർക്കാർ ഉണ്ടല്ലോ, യെദ്യൂരപ്പ മുതൽ ഇപ്പൊ ഇരിക്കണോലടക്കം കുടുങ്ങാത്തൊരു കേസുമില്ല. പാവം പിടിച്ച മഹദനി അവിടെ കൊണ്ടുപോയിട്ട മുതൽ ഛാ പിടിച്ചിട്ടില്ല. എല്ലാ ദിവസവും പ്രശ്നമാണ് ഗുജറാത്തിലെ BJP സർക്കാരിന്. കാരണം ഗുജറാത്ത് കപടമായ കളി കളിച്ചുകൊണ്ടിരിക്കുകയും, ഗുജറാത്തിലെ നരേന്ദ്രമോദിയെ പോലെ മുംബൈ ചിത്പാവൻ ബ്രാഹ്മണന്മാർ, സംഘപരിവാർ, പൂനെ, മുംബൈ IB-യെ പോലെ അതിന്റെ കേരള, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച ഏജൻസിയാണെന്ന് ബാംഗ്ലൂരിൽ നിന്നുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം പിടിച്ച മഹദനിക്ക് 9 കൊല്ലം അവിടെ കടന്ന് അവിടുന്ന് ഇറങ്ങി വന്ന് ഇവിടെ വീട്ടിലെത്തി. എന്നിട്ട് കോടതി വെറുതെ വിട്ട് ആ സന്ദർഭത്തിൽ അതിന്റെ മുമ്പത്തെ IPL ക്രിക്കറ്റ് നടക്കുന്ന സന്ദർഭത്തിൽ ആ ബാംഗ്ലൂരിലെ സ്റ്റേഡിയത്തിന്റെ ഒരു വാതിക്കൽ ഒരു ബോംബ് പൊട്ടി. ആരാ പൊട്ടിച്ചത്? തടിയന്റെ വിട നസീർ ഫോൺ ചെയ്തതിലുണ്ടോലോ, അത് മൈദനിയാണ് പൊട്ടിച്ചത്. തടിയന്റെ വിട നസീർ അവിടെ, മൂപ്പരും ജയിലില്ല. തടിയന്റെ വിട നസീറിന്റെ ഫോണിൽ പിന്നെ ആരായി സംസാരിക്കുന്നത്? അപ്പൊ തടിയന്റെ വിട നസീറിന്റെ ഫോണിൽ ആരായിരിക്കുന്നത്? നസീർ തന്നെയായിരിക്കും സംസാരിക്കുക. നസീറിന്റെ കയ്യിൽ തന്നെയാണോ ഈ ഫോൺ ഉള്ളത്? എന്താ നമുക്ക് പറയാൻ കഴിയുക? ആ ഫോണിൽ മൈദനി അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് മൈദനി ഇതിൽ പ്രതി ചേർക്കപ്പെടുന്നത്. അന്ന് ഇവിടെ IB-യുടെ നടുവിലാണ് ഈ പാവം പിടിച്ച മൈദനി ഉള്ളത്. മൈദനിയെ കൊണ്ടുപോയിട്ട് അതിന്റെ പേരിലാണ് പാവം പിടിച്ച മൈദനിയെ അഗ്രഹാര പരപ്പന ജയിലിൽ കൊണ്ടുപോയി വിചാരണ പോലും അപകടകരമാക്കി മാറ്റിയെടുത്തിട്ട് വേറെ നാടകങ്ങൾ നടക്കുന്നുണ്ട്. സുപ്രീം കോടതി ജാമ്യം തടഞ്ഞു. ജാമ്യം തടഞ്ഞതിന്റെ പിറ്റേന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ലേഖനം വന്നു എന്നാ പറയുന്നത്. എന്ത്? ഈ ജാമ്യം തടഞ്ഞതിൽ പ്രതിഷേധിച്ചിട്ട് മൈദനി ആകെ വൈകാരികമായി ക്ഷോഭിച്ച് വന്ന പോലീസുകാരനോട് തട്ടിക്കയറി ഭക്ഷണപാത്രമൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു. അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് ജയിലിലെ ചെറുപ്പക്കാരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് അക്രമപരമായ പ്രവർത്തനങ്ങൾക്ക് പോലീസുകാർക്കെതിരെ ആഹ്വാനം ചെയ്തു. മാധ്യമത്തിന്റെ എഡിറ്റർ ഓദർ റഹ്മാൻ സാഹിബ് പോയിരുന്നു ബാംഗ്ലൂരിലെ ഒരു പരിപാടിക്ക് എന്ന സന്ദർഭത്തിൽ. അദ്ദേഹവും വാസുരേന്ദ്ര ബാബു ഒക്കെ സന്ദർശിച്ചിട്ട് മൈദനിയോട് പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയാണ് ഈ ചെയ്ത്? കോടതിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ഈ വിധിക്കെതിരെ നിങ്ങൾ കോടതി പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെയൊക്കെ ജയിലിൽ കാണിക്കാന്ന് പറഞ്ഞ. അപ്പൊ അബ്ദുൽ നാസർ മഹദനി ആകെ അത്ഭുതപ്പെട്ടു, ഇതെന്താ ഈ കേൾക്കുന്നത്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ, അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. പിന്നതെങ്ങനെയാണ് പത്രത്തിൽ വന്നത്? കൃത്യമായിട്ട് കൊടുത്തതാണ്. RSS പരിവാർ ഏജൻസികൾ പോലീസ് ന്യൂസ് ചോർത്തിക്കൊടുക്കുന്നു, കള്ളക്കഥ ഉണ്ടാക്കുന്നു, കള്ള ന്യൂസ് ഉണ്ടാക്കുന്നു. എന്തിന്? ഇയാൾക്ക് ഒരു നീതിയും കിട്ടാൻ പാടില്ല. മൈദനി പറഞ്ഞു. എന്നിട്ട് ഇന്നലെ പോലീസുകാരൻ വന്നു, എന്നോട് ചോദിച്ചെന്താ ആയിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ജാമ്യമില്ല എന്നാ പറഞ്ഞു. അപ്പൊ പോലീസുകാരനും പോയി. ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല.
പിന്നെ അവിടെ കിടക്കണ ജയിലേറ പോലീസുകാരനെ മാറ്റാൻ തീരുമാനിച്ചത് വേറെന്തോ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വേറെ ജയിലിലേക്ക്, അല്ലാതെ അവിടെ അടിയോ പിടിയോ എന്നിട്ട് മൈദനെ പറഞ്ഞു അങ്ങനത്തെ പണിയൊക്കെ വൈകാരികമായ ഒരു പ്രശ്നവും ഇപ്പൊ എനിക്കില്ല. ക്ഷമാപൂർവം ധൈര്യപൂർവം മരിക്കുകയാണെങ്കിൽ പോലും എനിക്കിപ്പോ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ അതിനെ സഹിക്കാനും അതിനെ അതിജീവിക്കാനുമുള്ള മാനസികമായ കരുത്ത് ദൈവവിശ്വാസത്തിന്റെ ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ട് നേടിയെടുത്തിരിക്കുന്നു. അതുകൊണ്ടൊരു പ്രശ്നമുള്ള ഞാൻ പറഞ്ഞത് പ്രശ്നം ഇതിങ്ങനെ പത്രത്തിൽ വരുന്നത്. ഇപ്പൊ ഇമെയിൽ വിവാദമായിട്ട് ബിജെപിയുടെ നേതാവ് സുരേന്ദ്രൻ നടത്തുന്ന പത്രസമ്മേളനങ്ങളുണ്ട്. വളരെ വളരെ പോലീസുകാർ പറയുന്ന അതേ വർത്താന പറയുന്നത്. അതെങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് ഇത്രയും സൂക്ഷ്മമായിട്ട് പറയാൻ കഴിയുന്നത്? ഇതിന്റെ പ്രശ്നമില്ല. പരിവാറും ഐബിയും ആ പരിവാർ ലോബിയും തമ്മിൽ അവിഹിതമായ ബന്ധങ്ങൾ നിലനിൽക്കുന്നു. ഇത് പൊളിക്കണം. ഇതാണ് ഉമ്മൻചാണ്ടി ചെയ്യേണ്ട പണി. ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ പരിവാറിനു വേണ്ടി കഞ്ഞിവെക്കുന്ന കള്ളന്മാർ കേരള പോലീസിന്റെ അകത്തലങ്ങളിലുണ്ടെങ്കിൽ അവരെ തുറന്ന് പുറത്തു കൊണ്ടുവരണം. കേരളം സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ ചെയ്യേണ്ട പണിയത. അതിനു പകരം അത് പുറത്തുവിട്ട പത്രത്തിലെയും അതിന്റെ സംഘടന സോളിഡാരിറ്റി, ജമാഅത്തെ ഇസ്ലാമി, മാധ്യമം ദിനപത്രം, നമ്മൾ മാധ്യമമൊക്കെ വായിക്കലില്ലേ? സാമുദായികമായി പ്രതികരിക്കുന്ന പത്രമാണ് മാധ്യമം. സോളിഡാരിറ്റിയും ജമാഅത്തെ ഇസ്ലാമിയുമൊക്കെ വർഗീയ സാമുദായികമായ ഏതെങ്കിലും ഒരു പ്രവർത്തനം, എന്തെങ്കിലും ഒരു പ്രവർത്തനം കേരളത്തിന്റെ ഉള്ളടക്കങ്ങളിൽ, ഇന്ത്യയുടെ ഉള്ളടക്കങ്ങളിൽ ചെയ്തതുണ്ടെങ്കിൽ നിങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് പറയണം. ഇല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് ധൈര്യം കാണിക്കുന്ന പ്രസ്ഥാന RSSനോട് സംസാരിക്കാൻ, കമ്മ്യൂണിസ്റ്റുകാരനോട് സംസാരിക്കാൻ, കോൺഗ്രസുകാരനോട് സംസാരിക്കാൻ. നിങ്ങൾക്കറിയോ ജമാഅത്തെ ഇസ്ലാമിക്കാരെ എല്ലാം വീടിലും കയറിയിറങ്ങും. സോളിഡാരിറ്റിക്കാരൻ എല്ലാവരോടും വർത്തമാനം പറയും. സോളിഡാരിറ്റിക്കാരന് പേടിയുണ്ടെങ്കിൽ എങ്ങനെ ഞങ്ങളടുത്തേക്ക് വരാം, ഞങ്ങൾ ഭീകരവാദികളും തീവ്രവാദികളുമാണ്. കയ്യിലുള്ള പുസ്തകം കൊടുത്തിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ RSSകാരന്റെ വരയിൽ വരും, ഹിന്ദുവിന്റെ വരയിൽ വരും, ക്രിസ്ത്യാനിയുടെ വീട്ടിൽ വരും, കമ്മ്യൂണിസ്റ്റുകാരന്റെയും കോൺഗ്രസുകാരന്റെയും NSSകാരന്റെ ഒക്കെ വീട്ടിലേക്ക് കടന്നു വരും. എന്നിട്ട് ഇതാണ് പുസ്തകം, മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട പുസ്തകമാണ്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ വീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്ന പുസ്തകമാണ്. നമുക്ക് വർത്തമാനമാകാം. അതും ഇതും ആവാനല്ല, നമുക്ക് പരസ്പരം തിരിച്ചറിയാം. വാതിലുകളൊക്കെ ഒന്ന് തുറന്നിടുക, ജനലുകളൊക്കെ ഒന്ന് തുറന്നുവിടുക, ഇവിടെയുള്ളതും അവിടെയുള്ളതും ഒന്ന് പങ്കുവെക്കുക. നമുക്ക് ഒന്നാകാൻ പറ്റുന്ന മേഖലകളെ കുറിച്ച് ചർച്ച ചെയ്യുക. പരസ്പരം ചേരിതിരിക്കുന്നതിന് പകരം ഇവിടെയൊക്കെ നമുക്ക് ഒന്നിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കുക. എന്നിട്ട് സംവാദത്തിന്റെ ധൈര്യം തെരുവിൽ കിടന്നിട്ട് തോൽപ്പിക്കുന്ന വർത്തമാനമല്ല, ഏകപക്ഷീയമായ കാണ്ടുവെച്ച് വെടിവെക്കലല്ല. നേതാക്കന്മാരോടും അനുയായികളോടുമൊക്കെ സംവദിക്കാൻ ധൈര്യം കാണിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമിയും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റും ഒക്കെ. അതുപോലെ തന്നെ നല്ല ഓണവും ക്രിസ്തുമസും പള്ളിപ്പെരുന്നാളും ഒക്കെ വരുന്ന സന്ദർഭത്തിൽ എല്ലാരെയും വിളിച്ചിട്ട് കൂടിയിരുത്തിയിട്ട് പരസ്പരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് പങ്കുവെക്കാൻ സന്നദ്ധത കാണിക്കുന്ന പ്രസ്ഥാനം നിങ്ങൾ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടന? ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പള്ളികളിലേക്ക് നിങ്ങളെ വിളിക്കും. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിയൊക്കെ വാ, നമുക്കൊന്ന് കുറച്ചേരം ഇരിക്കുക, നിങ്ങളൊന്ന് കണ്ടോ? ഇവർക്ക് കുന്നംകുളം പള്ളിയിൽ വെച്ചിട്ട് എന്റെ ക്രിസ്ത്യൻ മതമേലാധികാരികളെ ചിലർ വിളിച്ച് അവരുടെ ആയുസിൽ ആദ്യമായിട്ട് വരിക ഈ പള്ളിന്റെ ഉള്ളിൽ അവര്. എന്നിട്ട് അവർ പറഞ്ഞു ഇത് ആദ്യമായിട്ട് സംഭവിക്കുക, ഇന്നേ വരെ ഒരു മുസ്ലിം പള്ളിന്റെ ഉള്ളിൽ അങ്ങേക്ക് കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. കാരണം കയറാൻ പറ്റൂല. പിന്നെ രണ്ടുകൂട്ടർക്കും കയറാൻ പറ്റുന്ന സ്ഥലത്ത് കള്ളുഷാപ്പ് കയറാം, സിനിമാ തിയേറ്ററിൽ കയറാം, അനാശാസ്യ കേന്ദ്രത്തിൽ കയറാം. അതുപോലെ തന്നെ വേറെ എവിടെ വേണമെങ്കിലും കയറാം. പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലൊന്നും ഒരുമിച്ചിരിക്കാൻ പാടില്ലല്ലോ. ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും കൂടിയൊക്കെ ഒരുമിച്ചിരുന്ന യേശു തോൽക്കും, മോശ തോൽക്കും, മുഹമ്മദ് ഓട്ടും, അങ്ങനെ എല്ലാം കൂടി പൊട്ടിയാ പിന്നെ അങ്ങനെ കാറ്റിൽ പറക്കുന്ന തൂവാലകളാണ് നമ്മുടെ മതങ്ങൾ. മുസ്ലിം വല്ലവും പറഞ്ഞാൽ ഹിന്ദു തോറ്റുപോകും, ഹിന്ദു വല്ല അങ്ങനെയുള്ള ഒരു സംവാദവും ബുദ്ധിപരമായ സംവാദം മതമേഖലയിൽ നടക്കുമ്പോൾ പറയരുത്. യേശുവിനെ കുറിച്ചും മോശയെ കുറിച്ചും മുഹമ്മദിനെ കുറിച്ചും ഒന്നും തമ്മിൽ പറയരുത്. ബുദ്ധിപരമായ നിരീക്ഷണങ്ങൾ നടത്തരുത്, ആശയപരമായ നല്ല വിശകലനങ്ങൾ നടത്തരുത്. കാരണം നിങ്ങളത് അത് നടത്തിക്കഴിഞ്ഞാൽ യേശു പൊട്ടും, മോശ പൊട്ടും, മുഹമ്മദ് പൊട്ടും. അപ്പൊ പിന്നെ മതവികാരം വളരും. അങ്ങനെ വികാരത്തിൽ നിലനിൽക്കേണ്ടതാ മതവിശ്വാസമൊക്കെ. ദൈവത്ര വലിയ വിദ്യ, നിങ്ങൾ ഹിന്ദുവാ കുറിച്ച് മുസ്ലിമാ ക്രിസ്ത്യാനിയെന്ന് പറയുമ്പോൾ തന്നെ ദൈവം തമ്മിൽ നേരെ സ്വർഗത്തിലേക്ക്. അങ്ങനെയൊന്നും ഒരു മതഭേദം പറഞ്ഞിട്ടില്ല. ജാതി മതവും വർഗവും സമുദായവും ഒക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ ക്രിസ്ത്യാനികളൊക്കെ സ്വർഗത്തില്, നിങ്ങൾ മുസ്ലിങ്ങളൊക്കെ സ്വർഗത്തില്, നിങ്ങൾ ഹിന്ദുക്കളൊക്കെ. ഓരോ മതക്കാരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. മുസ്ലിം വിശ്വസിക്കുക മുസ്ലിങ്ങൾ മാത്രമാണ് സ്വർഗത്തിലെന്ന്, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുക യേശുവിൽ രക്ഷ പ്രാപിച്ചവർ മാത്രമാണ് സ്വർഗത്തിലെന്ന്, യഹൂദന്മാരെ വിശ്വസിക്കുക മോശാന്റെ ആളുകൾ മാത്രമാണ് സ്വർഗത്തിലെന്ന്, ഹിന്ദുവിന്റെ ആളുകൾ വിശ്വസിക്കുക ഹിന്ദുവിന്റെ ആളുകൾ മാത്രം. ആരാ ഇതൊക്കെ പറഞ്ഞു? നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സ്വർഗവും നരകമൊക്കെ നിങ്ങളെ സൂര്യചന്ദ്ര നക്ഷത്രാദികളും നിങ്ങളെ ജനന മരണത്തിന്റെ നിയന്ത്രണം അടക്കം നിങ്ങളെ കയ്യിൽ ദൈവം തമ്പുരാൻ തന്നിട്ടില്ല. പിന്നെ സ്വർഗനരകങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരപ്പെടുത്ത മതസംഘടനകൾക്കും മതസമൂഹങ്ങൾക്കും തന്നിട്ടുള്ളത് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? ദൈവം സ്വർഗവും നരകവും അങ്ങനെയല്ല കൊടുക്കുക. ഗീത പറഞ്ഞല്ലോ ഭൂത സ്വർഗവും ലോകസ്മിൻ ദൈവ ആസുര ഏവത. രണ്ട് തരം ആളുകളെ ലോകത്തുള്ളൂ. രണ്ട് തരം ആളുകൾ, ദൈവഗുണമുള്ളവരും ശൈത്താന്റെ ഗുണമുള്ളവരും ആസുര ഗുണമുള്ളവരും പിശാചിന്റെ ഗുണമുള്ളവരും.
ദൈവീ സമ്പതി അങ്ങനെയാണല്ലോ. അല്ല ജാതി മത വർഗം ഒന്ന് നോക്കിയിട്ട് മുസ്ലിമാണ്, അതിൽ കത്തോലിക്കനാണ്, ബന്ധക്കോസ്തുകാരാണ്, ഭാവാ കക്ഷിയാണ്, മെത്രാൻ കക്ഷിയാണ്, യാക്കോബർസ് ആണ്, റോമൻ കത്തോലിക്കനാണ്, അതുകൊണ്ട് പോട്ടെ ഇവൻ സ്വർഗത്തിലേക്ക്. ഇങ്ങനെയാ യേശുവും അതുപോലെ തന്നെ മോശമായി നാളെ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുക. ഇവനിതാ സുന്നിയാണ്, അല്ലെങ്കിൽ തബലീഗാണ്, അല്ലെങ്കിൽ അഹ്ലെ ഹദീസാണ്, ഇതാ കൊണ്ടുപോയി ഇവരെ സ്വർഗത്തിലേക്ക്. ഇവൻ കരുണാകര ഗ്രൂപ്പാ, അഹങ്കടി ഗ്രൂപ്പാ, ചെന്നിത്തല ഗ്രൂപ്പാ, അതുകൊണ്ട് ഇവൻ ഉടനെ തന്നെ ഇവനെ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞത് നമ്മൾ CPM ഓ കോൺഗ്രസോ BJP ഒന്നും നോക്കിയിട്ടൊന്നും ദൈവം നമ്പുരാൻ മുമ്പിൽ രക്ഷപ്പെടൂല. ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഒബാമയ്ക്ക് സ്വർഗത്തിൽ പോവും, മുസ്ലിം ആയതുകൊണ്ട് ഉസാമ ബിൻ ലാദൻ നരകത്തിലേക്കും പോവും. ഇങ്ങനെയൊന്നും വിചാരിക്കണ്ടെങ്കില്, അങ്ങനെയൊന്നും എവിടെ പറയാം. മറിച്ച് ഉസാമ ബിൻ ലാദനെ ഈ ഒബാമയെയും അതുപോലെ തന്നെ മൻമോഹൻ സിംഗിനെയും ആന്റണിയും ഒക്കെ വിചാരണ ചെയ്തിട്ടേ ദൈവം നമ്പുരാൻ വിടുള്ളൂ. രണ്ട് വിഭാഗേ ലോകത്തുള്ളൂ ദൈവത്തിന് മുമ്പിൽ. നമ്മുടെ മുമ്പിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജാതി, പത, സംഘടന ഒക്കെ ഉണ്ടാകാം. പക്ഷെ ദൈവത്തിന് മുമ്പിൽ രണ്ട് കൂട്ടം, ഒന്ന് നല്ല ആളുകൾ, ഒന്ന് ചീത്ത ആളുകൾ. ദൈവീ സമ്പതി മോക്ഷായാം, ദൈവമാർഗത്തിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടും. മൃത്യോമ അമൃതം ഗമയ, മരിക്കാത്ത ജീവനുള്ള ശാശ്വതമായ സ്വർഗം, വൈകുണ്ഠം യേശുവിന്റെ വലതുവശത്ത്. അതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെ കൂടെ എല്ലാ പ്രവാചകന്മാരുടെയും കൂടെ ആകാശലോകങ്ങളിലുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. ഇനി നിബന്ധയായ സുരീമത, നിങ്ങൾ അസുരന്മാർ, ശൈത്താന്മാർ, താന്തോന്നികൾ, തമ്മാടികൾ, കംസനും രാവണനും ഫറോവയും നമ്രോദും അങ്ങനെയൊക്കെ ആയി മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളത് ബന്ധനമാണ്, നിങ്ങൾക്ക് നരകമാണ്. വേദങ്ങളും ഇതിഹാസങ്ങളും കിതാബുകളും വിപ്ലവകാരികളും വിമോചകന്മാരും വിശുദ്ധ പോരാളികളും ഒക്കെ നയിച്ചിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാധു മതത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. വിലക്കയറ്റുണ്ടാകുമ്പോൾ ഇടപെടാത്ത, കർഷകന്മാർ ആത്മഹത്യ ചെയ്യുമ്പോൾ ഇടപെടാത്ത, പെൺകുട്ടിയുടെ ചാരിത്രം പണ്ടാടപ്പെടുമ്പോൾ ഇടപെടാത്ത, ഭീകരവാദവും തീവ്രവാദവും ആയുധ മത്സരവും ആണവ കച്ചവടവും ഒക്കെ അരങ്ങ് തകർക്കുമ്പോൾ അതിനെതിരെയൊന്നും ശരിയായ നിലപാടുകളിൽ നിന്നുകൊണ്ട് സംസാരിക്കാത്ത, അമ്പലവും പള്ളിയും ചർച്ചും അതുപോലെ തന്നെ അതിന്റെ മതങ്ങളെ കുറിച്ചൊന്നുമല്ല ചരിത്രത്തിൽ ഇടപെട്ട മുഹമ്മദിന്റെയും മോശായുടെയും യേശുവിന്റെയും ശ്രീകൃഷ്ണന്റെയും ശ്രീരാമന്റെയും ബുദ്ധന്റെയും ജൈനന്റെയും ഒക്കെ ദർശനങ്ങളുണ്ട്. വിപ്ലവവും വിമോചനവും പോരാട്ടവും അതുപോലെ തന്നെ ചരിത്രപരമായ സമരങ്ങളെയും നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ആ ഒരു സ്വഭാവത്തിൽ നിങ്ങൾ ആരുടെ പിന്നിൽ അണിനിരുന്നു, ആ ധാർമ്മികതയുടെ ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമാണ് ദൈവം തമ്പുരാൻ നീതിയും ന്യായവും നോക്കിയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. എല്ലാ മതവേദ ഗ്രന്ഥവും അങ്ങനെയൊക്കെ തന്നെ പഠിച്ചില്ല. ഇന്ന് നമ്മുടെ പുരോഹിതന്മാരാണ് മതവും ജാതിയും വർഗവും സമുദായമൊക്കെ നോക്കിയിട്ട് ആളുകളെ കൊണ്ടുപോകാൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയും സോളിഡാരിറ്റിയും ഒക്കെ കേവല മതത്തിന്റെയും കേവല മതേതരത്വത്തിന്റെയും അപ്പുറം നിന്ന് മാനവികവും ധാർമ്മികവും ദൈവികവും പ്രകൃതിപരവുമായ മൂല്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും ചോദിക്കലുണ്ട്, ഈ സോളിഡാരിറ്റിയൊക്കെ എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെടുന്നത്? പ്രവാചകന്മാർ എങ്ങനെയായിരുന്നു ഞങ്ങൾ അതിന് പറയുന്ന മറുപടി, നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. പലിശ കച്ചവടക്കാരെ ചീത്ത പറഞ്ഞു മഹാനായ പ്രവാചകൻ യേശു, നമുക്കറിയാവുന്നതല്ലേ. അതുപോലെ തന്നെ പള്ളിയിൽ കയറിയിട്ട് ഹുണ്ടികക്കാരെ, പലിശ കച്ചവടക്കാരെ, പുരോഹിതന്മാരെ ചീത്ത വിളിച്ചു. അതുപോലെ തന്നെ മുഹമ്മദ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലിശക്കാരനോട് സമരം പ്രഖ്യാപിച്ചു. എല്ലാവരോടും ഇങ്ങനെയൊക്കെ സമരം പ്രഖ്യാപിച്ച് ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ഉണ്ടാവുമ്പോ മൊത്തമൂറ്റ് ഫൈനാൻസിയേഴ്സ് മുതൽ ADBയും IMFും WTOയും അടക്കമുള്ള എല്ലാ പലിശ കച്ചവടക്കാരും ആഗോള തന്ത്രങ്ങൾ മുതൽ പ്രാദേശിക വട്ടിക്കച്ചവടമടക്കം നടത്തി, പലിശ കച്ചവടമടക്കം നടത്തി നമ്മുടെ രാജ്യത്ത് സുഗമമായിട്ട് വാഴുന്നു. യേശുവിന് പ്രശ്നമില്ല, മുഹമ്മദിന് പ്രശ്നമില്ല, അതുപോലെ തന്നെ ശ്രീകൃഷ്ണന് പ്രശ്നമില്ല. ഈദക്കും ബൈബിളിനും ഖുർആാനിനും അമ്പലത്തിനും പള്ളിക്കും ചർച്ചിനും ഒന്നും ഒരു പ്രശ്നമില്ല. ഇത്രയും കൃഷിക്കാർ കെട്ടിത്തൂങ്ങുമ്പോൾ വല്ല അമ്പലത്തിൽ നിന്നും പള്ളിയിൽ നിന്നും ചർച്ചിൽ നിന്നും വല്ല പ്രതിരോധവും പുറത്തു വന്നിട്ടുണ്ടോ? ഉണ്ടോ? നമ്മുടെ മതങ്ങളിൽ നിന്ന് കെട്ടുപോയ മതങ്ങൾ, നോക്കുകുത്തികളായ മതങ്ങൾ, ഇടപെടാൻ കഴിയാത്ത മതങ്ങൾ, ഇതായിരുന്നു പ്രവാചകന്മാർ. കംസനെതിരെ, ദുര്യോധനനെതിരെ, രാവണനെതിരെ, ഫറോവക്കും നമ്രൂദിനുമെതിരെ. ഞാൻ അവസാനിപ്പിക്കുക. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെട്ട ഫറോവയുണ്ട്. ഇപ്പം മമ്മിയുണ്ട് അദ്ദേഹത്തിന് ഈജിപ്തിലെ മ്യൂസിയത്തിൽ. ഫറോവ എന്ന് പറയുന്നവനെ കുറിച്ച് ഹാമാൻ, ഫിർഔൻ, ഹാറൂൻ ആളുകളെ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫിർഔൻ രാഷ്ട്രീയക്കാരനായിരുന്നു. അയാളെ പറഞ്ഞാണ് റബ്ബുക്കുൽ ആല, ഞാനാണ് സൂപ്പർ പോലീസ്. അമേരിക്ക, ഇസ്രായേലൊക്കെ പറയുന്നത് പോലെ ഞങ്ങൾക്കെതിരെ ആരാണ് പറയാനുള്ളത്? ഇന്ത്യ പറയേ, ഇറാൻ പറയേ,
അറബികൾ പറയും, അല്ലെങ്കിൽ ഓസ്ട്രേലിയ പറയും, ആരും പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ സൈന്യമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ട്, ഞങ്ങളുടെ കയ്യിൽ സാങ്കേതിക തികവുണ്ട്, അതിനെ വെല്ലുവിളിക്കാൻ കഴിവുള്ളവർ ആര് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അമേരിക്കന് എന്നതുപോലെ മിസ്റ്റർ ഫറോവ അത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. രാഷ്ട്രീയ അധികാരമുള്ളതുകൊണ്ട് ആ ഫിർഔനിനെ ഖുർആൻ കൈകാര്യം ചെയ്തു. പ്രവാചകനോട് പറഞ്ഞ പണി ഫിർഔന്റെ അടുത്തേക്ക് ചെല്ല്, എന്നിട്ട് അവരോട് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയൂ, മിസ്റ്റർ ഫറോവ ഈ കളി അവസാനിപ്പിക്കണം, ഇത് ശരിയല്ല, ഇത് ധർമ്മമല്ല, ഇത് ദൈവപ്രമാണബദ്ധിതമല്ല, ഇത് താന്തോന്നിത്തരവും ആക്രമണവുമാണ്. അതുകൊണ്ട് ഇത് അവസാനിപ്പിച്ചുകൊണ്ട് ശരിയായ ഒരു വഴിയിലേക്ക് നീ കടന്നു വരണം. അവനെ ഉത്ബോധനം കൊടുക്കുന്ന, അവനെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ നീ ചെന്ന് പറഞ്ഞു കൊടുക്കുക. പ്രവാചകന്മാരോട് പറഞ്ഞ വർത്താനായിരുന്നു. അതുകൊണ്ട് കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. ഖുർആനിലും ബൈബിളിലുമൊക്കെ മോശ പ്രവാചകൻ ഇന്ന് നമ്മുടെ പുരോഹിതന്മാർ കയറി ചെല്ലു, നമ്മുടെ കോളേജും സംഘടനയും ചോദിച്ച് ചെല്ലുന്നല്ലാതെ രാജ്യത്ത് നടക്കുന്ന ആഗോളീകരണ, ഉദാരീകരണ, കമ്പോളീകരണ, ആയുധ ആണവ മത്സരങ്ങൾക്കെതിരെ, അണ്ടവും ബീജവും മുതൽ ഗർഭപാത്രമടക്കം വിറ്റുകൊണ്ടിരിക്കുന്ന കാപട്യങ്ങൾക്കെതിരെ ഈ രാജ്യത്തിലെ ഭരണകൂടങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ എന്താണ് നമ്മുടെ മത നേതൃത്വങ്ങൾക്കും മതത്തിന്റെ മേലാധികാരികൾക്കും സാധിക്കാതെ പോകുന്നത്? അവരവരുടെ സങ്കുചിതമായ സംഘടന വൃത്തത്തിലും സാമുദായിക താൽപര്യങ്ങളിലുമാണ് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇറങ്ങി വന്ന് ലോകത്തെ മുഴുവൻ ഒന്നായി കാണുന്ന, മനുഷ്യ സമൂഹത്തെ മുഴുവൻ ഒന്നായി കാണുന്ന പ്രസംഗത്തിന് ഞാനുങ്ങളൊക്കെ പറഞ്ഞു വരും. പക്ഷേ പ്രവർത്തനങ്ങൾ വരുമ്പോൾ നീതിയുടെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ജനാധിപത്യ സോഷ്യലിസ്റ്റ് മൂല്യങ്ങളിലും നിന്നുകൊണ്ട് ഇത്തരം തലങ്ങളെ സ്പർശിക്കാൻ, കൈകാര്യം ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കാതെ വരുന്നു. പ്രവാചകന്മാർ അതിന് തിരിച്ചായിരുന്നു. രണ്ടാമത്തത് ഖാറൂൻ വലിയ മുതലാളിയായിരുന്നു. അംബാനി, അല്ലെങ്കിൽ റൂപ്പർട്ട് മർഡോക്ക്, അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സ്, വെള്ളം മുതൽ ആയുധമടക്കം കച്ചവടം ചെയ്യുന്ന മുതലാളി. അയാൾ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും എന്നെ നിയന്ത്രിക്കണ്ട, മോശായും ഹാറൂനും വന്നിട്ട് എന്നോട് കൽപ്പനകൾ പറയണ്ട, എന്റെ പണം കൊണ്ട് എന്ത് ചെയ്യണമെന്നും അതെങ്ങനെ വളർത്തണമെന്നും അതെങ്ങനെ വികസിപ്പിക്കണമെന്നും ഞാൻ കൈകാര്യം ചെയ്യും. എന്റെ പണം കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാനാ തീരുമാനിക്കുക എന്ന് പറഞ്ഞു ഖാറൂൻ കോർപ്പറേറ്റ് മുതലാളി മാത്രമായിരുന്നു. ഖുർആൻ ഇതൊക്കെ കൈകാര്യം ചെയ്തെന്തിനാ? ഖുർആൻ അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ൂണിലിടുന്നതിനെക്കുറിച്ചും കൈ വെട്ടുന്നതിനെക്കുറിച്ചും കുമ്പസരിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ കുരിശു വെട്ടുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞാൽ പോരെ ഗീതക്കും ഖുർആനിനും ബൈബിളിനും ഒക്കെ? എന്തിനാണ് കോർപ്പറേറ്റ് മുതലാളിയായ ഖാറൂനിനെ കുറിച്ച് പറയുന്നത്? അവന്റെ നശീകരണ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നത്? അവനെ കൈകാര്യം ചെയ്യാൻ അവന്റെ സാമ്പത്തിക നിലപാടുകൾ ആക്രമണമായിരുന്നു, അതിക്രമപരമായിരുന്നു എന്ന് വായിച്ചെടുക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് ഖാറൂനിനെ പരിചയപ്പെടുത്തുന്നു. ഹാമാൻ സൈനിക മേധാവിയായിരുന്നു. ഇന്ന് സൈനിക അജണ്ടകൾ, സാമ്പത്തിക, സൈനിക, രാഷ്ട്രീയ അജണ്ടകളുടെ മുക്കൂട്ടുമുന്നണികളെയാണ് പ്രവാചകന്മാരും വേദങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അല്ലാതെ മതപരമായി ഏതെങ്കിലും സംഘടനാ തർക്കങ്ങളോ അതിന്റെ ഉള്ളിലുള്ള ആചാര അനുഷ്ഠാനബന്ധിതമായ തർക്കങ്ങളോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് ശാഖാപരമായ പ്രശ്നങ്ങളോ കൈകാര്യം ചെയ്യാനായിരുന്നില്ല ശ്രീകൃഷ്ണനും മുഹമ്മദ് നബിയും യേശുവും മോശായും ബുദ്ധനും ജൈനനുമൊന്നും രംഗത്ത് വന്നത്. മറിച്ച് മൗലികമായ മനുഷ്യന്റെ പ്രശ്നങ്ങൾ, അത്തരം അവസ്ഥകളിലേക്ക് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വ്യവസ്ഥിതികളെ കൊണ്ടെത്തിച്ച ഭരണ, സൈനിക, സാമ്പത്തിക നേതൃത്വങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടും സമരം ചെയ്തുകൊണ്ടും പോരാടിക്കൊണ്ടുമാണ് അവർ കടന്നു വന്നത് എന്ന് ഏത് വേദങ്ങളെടുത്ത് പരിശോധിച്ചാലും നിങ്ങൾക്കൊക്കെ കണ്ടെത്താൻ കഴിയും. അത്തരം ഒരു വേദങ്ങളുടെ, അത്തരം പ്രവാചകന്മാരുടെ ചരിത്രപരമായ പിന്നാമ്പുറങ്ങളിൽ നിന്നുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമൊക്കെ അതിന്റെ മതപരവും മതേതരപരവുമായ ആശയങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും നിങ്ങളുമായി പങ്കുവെക്കുകയും നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളുടെയും പിന്നിലുള്ള അടിയൊടുക്കുകളെ ജനസമക്ഷം പങ്കുവെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ നീതിയുടെയും സത്യത്തിന്റെയും ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് സമീപനങ്ങളിലേക്കും നമ്മളെ കൊണ്ടുചെന്നെത്തിച്ചുകൊണ്ട് പുതിയ മനുഷ്യരെയും പുതിയ ലോകം, എന്തൊക്കെയാണെങ്കിലും നമ്മളിതൊക്കെ പറയുമ്പോഴും നാട് നന്നാവില്ലല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങനെ? നമ്മളുടെ ഇപ്പോഴുള്ള നമ്മുടെ മതം കൊണ്ട്, ഇപ്പോഴുള്ള നമ്മുടെ മതേതര കാഴ്ചപ്പാടുകൾ കൊണ്ട് ശ്വസിക്കുന്ന വായു കേട് വന്നിക്കണം, കുടിക്കുന്ന വെള്ളം കേട് വന്നിക്കണം, കാട് മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, പുഴകൾ മുഴുവൻ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നന്നാവുകയാണെങ്കിൽ അതൊക്കെ നന്നാവില്ല. ഉണ്ട് പൂവും പൂമ്പാറ്റയൊക്കെ ചത്തും അലക്കും. ആകെ പെരുകുന്നത് മനുഷ്യന്മാരും മൂഷികന്മാരും മാത്രം. പിന്നെ കൊതുകും പെരുകുന്നുണ്ട്. വേറെന്താ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നോക്ക്, വേറെ എവിടെയെങ്കിലും എല്ലാ സ്പീഷീസുകളും നശിച്ചുകൊണ്ടിരിക്കുക. ചൂട് കൂടുകയാണ്, ഭൂകമ്പവും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ വർദ്ധിക്കുകയാണ്. നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ തകരുകയാണ്, അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധം തകരുകയാണ്, അയൽപക്ക ബന്ധങ്ങൾ തകരുകയാണ്. ഇതിന്റെ അടിസ്ഥാന കാരണം എന്താ? നമ്മൾ ഇന്ന് വെക്കുന്ന
വെക്കുന്ന കേവല മതങ്ങളും കേവല രാഷ്ട്രീയ സമീപനങ്ങളും ശരിയായ നിലപാടിലല്ല നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രായോഗിക അടയാളമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ നല്ലതാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവൂ. നമ്മുടെ പുഴയിൽ ശുദ്ധമായ വെള്ളം, നമ്മൾ ശ്വസിക്കുന്നത് മലിനമല്ലാത്ത വായു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു രാസമാലിന്യങ്ങളും കലരാത്ത, ഒരു എൻഡോസൾഫാനും ഇല്ലാത്ത, അതുപോലെ തന്നെ ജനിതക പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടാത്ത നല്ല വൈറ്റമിനുള്ള ഏറ്റവും ഗുണപ്രദമായ ഭക്ഷണം. നമ്മളൊക്കെ നല്ലവരാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല വെള്ളം, നല്ല വായു, നല്ല കാലാവസ്ഥ, നല്ല അന്തരീക്ഷം, ഇനി വീട്ടിൽ പോയാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുമൊക്കെ നല്ലതാണ് അവിടെയെന്ന് അല്ലല്ലോ. കുടുംബ ബന്ധങ്ങൾ ചിതറിത്തെറിക്കുക, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ തകരുകയാണ്. മാതാപിതാക്കൾ വൃദ്ധസദനങ്ങളിലും മക്കൾ ഡേ കെയർ ഹോമുകളിലുമാണ് വളരുന്നത്. 10 കൊല്ലം പോലും പുതിയാപ്പിളയും പുതിയെണ്ണും ഭാര്യയും ഭർത്താവും വധൂവരന്മാരും ഒരുമിച്ച് നിൽക്കുന്നില്ല. തല്ലി പിരിയാണ് മുഴുവൻ. എന്താ ഇതൊക്കെ സംഭവിക്കാനുള്ള കാരണം? പഴയതുപോലെയുള്ള സ്നേഹം, കാരുണ്യം, ദയ, ത്യാഗം, വാത്സല്യം, സഹതാപം, അനുഭൂതി ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നു. അതിനു പകരം ക്രൂരത, അസൂയ, കോപം, പിടിച്ചുപറി, അക്രമം ഇതൊക്കെയാണ് നമ്മളിൽ പെരുകിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിന്റെ മർമ്മം? നമ്മുടെ മതങ്ങളും നമ്മുടെ മതേതര പ്രസ്ഥാനങ്ങളുടെയും അടിസ്ഥാന സമീപനങ്ങളിൽ എവിടെയൊക്കെയോ പിശകുകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പ്രവാചകന്മാരൊന്നും മതവും മതേതരത്വം ഇല്ലാത്ത കാലത്തൊന്നുമല്ല അമ്പലവും പള്ളിയും ചർച്ചവും ആരാധനയും ഉത്സവവും പള്ളിപ്പെരുന്നാളും നേർച്ചയും ഒക്കെ നടക്കുമ്പോഴാണ് അവർ വന്നത്. പക്ഷെ അത് ഒറിജിനൽ ആയിരുന്നില്ല. അത് കാപട്യമായിരുന്നു, അതിൽ കള്ളത്തരമായിരുന്നു, ജീവനുള്ളതായിരുന്നില്ല, ധാർമ്മികമായ നിലവാരത്തിലുള്ളതായിരുന്നില്ല. അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പ്രവാചകന്മാർ വന്നത്. കൃത്രിമ മതങ്ങളെയും കൃത്രിമ മതേതര പ്രസ്ഥാനങ്ങളെയും കാറ്റിൽ പറത്തി നീതിയുടെയും സത്യത്തിന്റെയും ദൈവികതയുടെയും മാനവികതയുടെയും ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ടുള്ള വ്യക്തികളെയും സമൂഹങ്ങളെയും ലോകങ്ങളെയും സൃഷ്ടിച്ചെടുക്കുന്നതിനു വേണ്ടിയുള്ള ഉജ്ജ്വലമായ പ്രബോധന പ്രവർത്തനങ്ങളും വിമോചന സമരങ്ങളും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുമൊക്കെയാണ് മഹാന്മാരായ പ്രവാചകന്മാരും ഇതിഹാസങ്ങളും വേദങ്ങളും കിതാബുകളുമൊക്കെ നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റും അത്തരം അടിത്തറകളിൽ നിന്നുകൊണ്ടാണ് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്, നിങ്ങളോട് സംവദിക്കുന്നത്, നിങ്ങളോട് പങ്കുവെക്കുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് വിലയിരുത്താം സോളിഡാരിറ്റിയെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ. അതിന്റെ പ്രവർത്തകർ ഇവിടെയുണ്ട്. നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിൽ, നിങ്ങൾ ഹിന്ദു സുഹൃത്താണെങ്കിൽ, നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ, നിങ്ങൾ ഇനി കത്തോലിക്കനോ പെന്തക്കോസ്റ്റോ RSSകാരനോ BJPക്കാരനോ ആരാണെങ്കിലും നിങ്ങൾ വരിക, നിങ്ങൾ സംസാരിക്കുക. എന്നിട്ട് പരസ്പരമുള്ള കൈമാറ്റത്തിൽ നിങ്ങളുടെ യുക്തിക്കും ബുദ്ധിക്കും ചിന്തയ്ക്കും അതിന്റെ സ്വാതന്ത്ര്യപരമായ ഉപയോഗത്തിലൂടെ നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഇതിനെ പിന്തുണക്കാൻ, ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ കടന്നു വരിക. അല്ല, ഞങ്ങളുടെ ബാധ മോശമാണ്, ഞങ്ങൾ വർഗീയവും സാമുദായികവും സങ്കുചിതപരവും അപകടകരവും മദ്യവും മയക്കുമരുന്നും പലിശയും കള്ളക്കടത്തും അക്രമങ്ങളുമൊക്കെ അടങ്ങുന്ന ഒരു നിലപാടിലാണ് ജമാഅത്തെ ഇസ്ലാമിയും സോളിഡാരിറ്റിയും ഒക്കെ പോകുന്നതെങ്കിൽ നിങ്ങൾ ഞങ്ങളെ തിരുത്തുക, നിങ്ങൾ ഞങ്ങളെ വിലങ്ങുക, നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കുക. നിങ്ങൾ ഞങ്ങൾക്ക് എവിടെയാണ് പിഴച്ചതെങ്കിൽ ആ പിഴച്ചതിനെ വസ്തുതാപരമായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. പ്രിയമുള്ള സഹോദരന്മാരെയും അതുപോലെ തന്നെ ഈ പ്രഭാഷണം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളെയും അത്തരം ഉജ്ജ്വലമായ സംവാദങ്ങളിലേക്കും അതുപോലെ തന്നെ അങ്ങനത്തെ ഉള്ള ഒരു സഹവാസത്തിനും സഹവർത്തിത്വത്തിനും ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്തുകൊണ്ട് ഇത്രയും സമയം എന്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്കെല്ലാം സോളിഡാരിറ്റിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഉജ്ജ്വലമായ വിപ്ലവ അഭിവാദ്യങ്ങളെ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ദൈവം തമ്പുരാൻ ഈശ്വരൻ കർത്താവ് യഹോവ നമ്മെയും നമ്മുടെ നാടിനെയും രക്ഷിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറുദഅ്വാന അനിൽ ഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.